ഹായ് മക്കളെ, ഗുഡ് ഈവനിങ്. പറയുന്ന കാര്യം കേൾക്കുന്നുണ്ടെങ്കിൽ കൈവിശി കാണിച്ച എല്ലാവരും ഒന്ന് എനർജറ്റിക് ആയിട്ട് കൈവിശിക്ക്. യെസ്, ഓക്കെ. യെസ്, നമ്മുടെ പ്രെയർ ടൈം ആണ്. ഒന്ന് എല്ലാവരും നിവർന്നിരിക്കുക കേട്ടോ. എല്ലാവരും നട്ടിലൊക്കെ നിവർത്തി ഒന്ന് നിവർന്നിരിക്കുക. ഈവനിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് കുറച്ചധികം ചാപ്റ്റേഴ്സ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ചാപ്റ്ററിലോട്ട് പോവാണ്. മൈക്രോ ഇക്കണോമിക്സിലെ ഒരു ലാസ്റ്റ് ചാപ്റ്റർ മാർക്കറ്റ് ഈക്വിലിബ്രിയം ഉണ്ടായിരുന്നു. അത് ഡിസ്കസ് ചെയ്ത് നമുക്ക് മാക്രോ ഇക്കണോമിക്സിലോട്ട് പോകാം. എല്ലാവരും റെഡി അല്ലേ? ഒന്ന് കൈവിശിക്ക്. യെസ്, അപ്പോൾ എല്ലാവരും പഠിച്ചൊക്കെ ഇരിക്കാമെന്ന് എനിക്കറിയാം. എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം, എളുപ്പവഴിയൊക്കെ പറഞ്ഞുതരാം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് നോക്കിയിട്ട് കുറച്ച് ലേറ്റ് ആയിട്ട് ഉറങ്ങിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. യെസ്, ഓക്കെ. ചാപ്റ്റർ ഇതാണ് മാർക്കറ്റ് ഈക്വിലിബ്രിയം. ഓക്കെ, ചാപ്റ്റർ നെയിം മാർക്കറ്റ് ഈക്വിലിബ്രിയം ആണ്. അതിൽ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് എന്താണ് മാർക്കറ്റ് ഈക്വിലിബ്രിയം. സാറേ കാണിച്ചു. വാട്ട് ഈസ് മാർക്കറ്റ് ഈക്വിലിബ്രിയം? നമുക്കറിയാം മാർക്കറ്റിലെ ഡിമാൻഡും അതുപോലെ മാർക്കറ്റിലെ സപ്ലൈയും അല്ലെ, അത് രണ്ടും കൂടിയിട്ട് ഈക്വൽ ആകുന്ന പോയിന്റിനെയാണ് ഈക്വിലിബ്രിയം എന്ന് പറയാം. മക്കളെ ശ്രദ്ധിച്ചോളൂ, മാർക്കറ്റിലെ ഡിമാൻഡ് കർവ് ഇപ്പോഴും ഇങ്ങനെയല്ലേ വരിക, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അല്ലേ. അപ്പൊ ഡിമാൻഡ് കർവും അതുപോലെ സപ്ലൈ കർവും കൂട്ടിമുട്ടുന്ന ആ പോയിന്റിനെയാണ് മാർക്കറ്റ് ഈക്വിലിബ്രിയം എന്ന് പറയാം. ആ ഈക്വൽ ആകുന്ന പോയിന്റിലെ പ്രൈസിനെ നമുക്ക് എന്ത് വിളിക്കാം? ഈക്വിലിബ്രിയം പ്രൈസ് എന്നും ക്വാണ്ടിറ്റീനെ നമുക്ക് ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്ന് പറയാം. ഈ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഡിമാൻഡും ആണ്, ക്വാണ്ടിറ്റി സപ്ലൈയും ആണ്. ഓക്കെ ആണോ? ഒന്ന് കൈവിശി കാണിച്ച എല്ലാവരും. യെസ്, അപ്പൊ ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആകുന്ന പോയിന്റ് ആണ് മാർക്കറ്റ് ഈക്വിലിബ്രിയം. ആ പോയിന്റിലെ പ്രൈസിനെ മാർക്കറ്റ് ഈക്വിലിബ്രിയം പ്രൈസ് എന്നും ക്വാണ്ടിറ്റീനെ ഈക്വിലിബ്രിയം ഡിമാൻഡ് എന്ന് പറയാം. അതിന് പ്രോബിൾ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് നമുക്ക് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈയിലോട്ട് പോകാം. യെസ്, ഇത് വെച്ച് ചിലപ്പോൾ ഒരു പ്രോബ്ലം വരാറുണ്ട് കേട്ടോ മക്കളെ. ചിലപ്പോൾ ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ വരാറുണ്ട്. ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ്. ഡിമാൻഡ് കർ ഷിഫ്റ്റ് അപ്വേർഡ് ആൻഡ് സപ്ലൈ റിമെയിൻ സെയിം എന്ന് പറഞ്ഞാൽ എന്താ? സപ്ലൈക്ക് മാറ്റമില്ല, പക്ഷെ ഡിമാൻഡ് കൂടി. അങ്ങനെ വരികയാണെങ്കിൽ ഈക്വിലിബ്രിയം പ്രൈസിന് എന്ത് സംഭവിക്കും? ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റിക്ക് എന്ത് സംഭവിക്കുന്ന ക്വസ്റ്റ്യൻ വരും കേട്ടോ. ചിലപ്പോൾ എക്സാമിന് ഇങ്ങനെയാ ചോദിക്കുക. ഇപ്പൊ റെയിനി സീസണിൽ അല്ലെ, മഴക്കാലത്ത് അംബർലാസിന് എന്ത് കൂടും? ഡിമാൻഡ് കൂടും അല്ലെ. ആ സമയത്ത് എന്താ സംഭവിക്കുക? ഈക്വിലിബ്രിയം പ്രൈസ് നോക്കി. അപ്പൊ ഡിമാൻഡും സപ്ലൈയും തമ്മിൽ കൂട്ടിമുട്ടിയ ഈ പോയിന്റ് ആണ് ഈക്വിലിബ്രിയം. മനസ്സിലായോ? ഇതാണ് ഈക്വിലിബ്രിയം പ്രൈസ്, ഇതാണ് ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റി. അപ്പൊ ഡിമാൻഡ് കൂടിയപ്പോ എന്താ സംഭവിച്ചേ? ഡിമാൻഡ് കൂടിയപ്പോ പ്രൈസ് കൂടി അല്ലേ. അപ്പൊ ഡിമാൻഡ് കൂടുമ്പോ മക്കളെ സപ്ലൈ കോൺസ്റ്റന്റ് ആവുകയും ഡിമാൻഡ് കൂടുകയും ചെയ്യുന്ന സിറ്റുവേഷനിൽ എന്താ സംഭവിക്കുക? ഈക്വിലിബ്രിയം പ്രൈസ് കൂടും, ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റി ഓൾസോ ഇൻക്രീസസ്. ക്ലിയർ ആണെങ്കിൽ കൈവിശി കാണിച്ചേ. യെസ്, നേരെ തിരിച്ചാണ് ഇത് കേട്ടോ. സപ്ലൈ കോൺസ്റ്റന്റ്, സപ്ലൈക്ക് മാറ്റമൊന്നുമില്ല, അവരുണ്ടാക്കുന്ന പ്രൊഡക്ഷൻ അതുപോലെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ, പക്ഷെ ഡിമാൻഡ് കുറഞ്ഞു. മനസ്സിലായോ? സപ്ലൈ സെയിം തന്നെയാണ്, പക്ഷെ ഡിമാൻഡ് കുറഞ്ഞു. ആർക്കും ആ സാധനം വേണ്ട, സോ ഡിമാൻഡ് കുറഞ്ഞു. അങ്ങനെ വന്നാൽ പ്രൈസും ഓട്ടോമാറ്റിക്കലി കുറയില്ലേ. ഡിമാൻഡിൽ ആരും വാങ്ങാനില്ല, അപ്പൊ വില കുറയ്ക്കും അല്ലേ. അപ്പൊ ഈക്വിലിബ്രിയം പ്രൈസ് കുറയും, ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും കുറയും. ഓക്കെ, അല്ലെങ്കിൽ കാണിച്ച എല്ലാവരും ചിലപ്പോൾ ഇതൊരു ഇതായിട്ട് തരും, ഒരു സ്റ്റോറി പോലെയൊക്കെ തരും കേട്ടോ. അതായത് മഴക്കാലത്ത് റെയിനി സീസണിൽ അംബർലാസിന് എന്ത് കൂടി? ഡിമാൻഡ് കൂടി, പക്ഷെ സപ്ലൈ സെയിം തന്നെയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് തരുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഡയഗ്രാം വരച്ച് നോക്കുക. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡയഗ്രാം വരയ്ക്കാൻ എവിടെ സ്കോപ്പ് കിട്ടിയോ അവിടെ ഡയഗ്രാം വരയ്ക്കുക. ഓക്കെ ആണോ മക്കളെ? സെറ്റ് അല്ലേ? അപ്പൊ ഈ 2 കേസും ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് കേസ് മൂന്നാമത്തെ കേസാണ്. മൂന്നാമത്തെ കേസ് അതിന് നേരെ ഓപ്പോസിറ്റ്, ഡിമാൻഡ് കോൺസ്റ്റന്റ് ആവുക. മനസ്സിലായോ? നേരെ നമ്മൾ സപ്ലൈ കോൺസ്റ്റന്റ് ആവുന്ന കേസല്ലേ പറഞ്ഞത്. ഇവിടെ എന്താ? ഡിമാൻഡ് കോൺസ്റ്റന്റ് ആണ്, പക്ഷെ എന്ത് കൂടി? സപ്ലൈ കുറയുകയും സപ്ലൈ കൂടുകയും ചെയ്തു. മനസ്സിലായോ? ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു. എനിക്ക് 2-3 വർഷം മുമ്പ് എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അതായത് ഒനിയന്റെ എക്സ്പോർട്ട് കുറച്ചു. മനസ്സിലായോ? ഇന്ത്യ ഒനിയൻ എക്സ്പോർട്ട് ചെയ്യുമായിരുന്നു. ഒനിയൻ മറ്റുള്ള രാജ്യങ്ങളിലോട്ട് എക്സ്പോർട്ട് ചെയ്യുമായിരുന്നു, കയറ്റുമതി ചെയ്യുമായിരുന്നു. പക്ഷെ അതിൽ കുറച്ച് റെസ്ട്രിക്ഷൻ വന്നു. അതായത് എക്സ്പോർട്ടിങ് ഇപ്പം ഇല്ല. അപ്പൊ എന്ത് സംഭവിക്കും? ഇന്ത്യയിൽ ഒനിയന്റെ സപ്ലൈ കൂടും. ശരിയല്ലേ മക്കളെ? സപ്ലൈ കൂടും, പക്ഷെ ആളുകൾ വാങ്ങുന്ന ഡിമാൻഡ് സെയിം ആയിരിക്കും അല്ലെ. ഉള്ളിയുടെ ഉൽപാദനം കൂടി എന്ന് പറഞ്ഞിട്ട് ഒരു 10 കിലോ ഉള്ളി ആരെങ്കിലും വാങ്ങി വെക്കുവോ? ഇല്ലല്ലോ. നോർമലി വീട്ടിലേക്കുള്ള ഉള്ളി തന്നെ വാങ്ങുള്ളൂ അല്ലെ. അപ്പൊ അത് ശ്രദ്ധിക്കാം മക്കളെ. അതായത് സപ്ലൈ കൂടി. കാരണം എന്തുകൊണ്ടാ? എക്സ്പോർട്ട് നിർത്തിവെച്ചില്ലേ. മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ഇപ്പൊ വാറ് വന്നപ്പോ, ഇപ്പൊ യുദ്ധം വന്നപ്പോ നമുക്ക് കുറെ കാര്യങ്ങൾ അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ. അപ്പൊ എക്സ്പോർട്ട് ചെയ്യാതിരിക്കുമ്പോൾ നമ്മുടെ ഇവിടെ കുന്നുകൂടും, അപ്പൊ സപ്ലൈ കൂടും. മനസ്സിലായോ? അപ്പൊ സപ്ലൈ കൂടുമ്പോൾ ഈക്വിലിബ്രിയം പ്രൈസിന് എന്താ സംഭവിക്കുക? ശ്രദ്ധിച്ചോ. ഡിമാൻഡ് കോൺസ്റ്റന്റ് ആ, ഉള്ളിക്ക് അപ്പോഴും സെയിം ഡിമാൻഡ് ഉണ്ടാവുള്ളൂ, പക്ഷെ സപ്ലൈ കൂടിയില്ല. അപ്പൊ നിങ്ങൾ ഇത് വരച്ചു നോക്കാം. അപ്പോൾ ഡിമാൻഡും ഇങ്ങനെ വരയ്ക്കുമ്പോൾ എങ്ങനെ ശ്രദ്ധിക്കണമെന്ന് അറിയാം മക്കൾ. ഇതിങ്ങനെ വരയ്ക്കുക. ജസ്റ്റ് ഡിമാൻഡ് സപ്ലൈ കൂട്ടിമുട്ടുക. ഇതൊന്ന് ആദ്യം വരച്ചിടാം. ഇത് ഡിമാൻഡ്, ഇത് സപ്ലൈ. ഓക്കെ അല്ലെ? സപ്ലൈ കൂടുകയാണെങ്കിൽ റൈറ്റിലോട്ട് വരയ്ക്കുക. അപ്പൊ സപ്ലൈ കൂടിയപ്പോൾ എന്ത് സംഭവിച്ചു? ഇത് കൂട്ടിമുട്ടിയ ഭാഗം ഒന്ന് വരച്ചു നോക്കുക. കണ്ടോ? അപ്പൊ പ്രൈസ് കുറയല്ലേ ചെയ്തേ. അപ്പൊ ഈക്വിലിബ്രിയം പ്രൈസ് കുറഞ്ഞു, പക്ഷെ ക്വാണ്ടിറ്റി കൂടി. അപ്പൊ ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റി ഇൻക്രീസസ്. ക്ലിയർ ആണോ? സെറ്റ് അല്ലേ? ഇതിന് നേരെ ഓപ്പോസിറ്റ് വരച്ചു നോക്കി. ഇത് ഡിമാൻഡ് കർവ്, ഇത് സപ്ലൈ കർവ്. ഇത് കൂട്ടിമുട്ടിയ പോയിന്റ് ഈക്വിലിബ്രിയം പ്രൈസ്, ഇതിന് നേരെ വരുന്ന ക്വാണ്ടിറ്റി ആണ് പ്രൈസ് ആണ് ഈക്വിലിബ്രിയം പ്രൈസ്. ഇത് ഈക്വിലിബ്രിയം. ഓക്കെ, ഇത് ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റി. ഓക്കെ അല്ലേ?
അപ്പൊ സപ്ലൈ കുറഞ്ഞപ്പോൾ സപ്ലൈ ലെഫ്റ്റിലോട്ട് വന്ന് പറഞ്ഞാൽ സപ്ലൈ കുറയാന്ന് അർത്ഥം കേട്ടോ. സപ്ലൈ കുറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? പ്രൈസ് കൂടി, ക്വാണ്ടിറ്റി കുറഞ്ഞു അല്ലെ. അപ്പൊ ഈക്വിലിബ്രിയം പ്രൈസ് എന്തായി? കൂടി, ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റി കുറഞ്ഞു. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഒന്ന് കൈവശി കാണിച്ച എല്ലാവരും മക്കളെ, ഇത് നിങ്ങൾ വരച്ചാൽ മതി. വരച്ചാൽ നിങ്ങൾക്ക് അതിന്റെ ആൻസർ കിട്ടും കേട്ടോ. അല്ലാതെ കാണാതെ പഠിക്കേണ്ടത്, വരച്ചു നോക്കിയാൽ കൃത്യമായിട്ട് അതിന്റെ ആൻസർ കിട്ടും. എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ ഒന്ന് കൈവശി കാണിച്ചേ. ഓക്കെ, അടുത്തതാണ് സൈമൾട്ടേനിയസ് എഫക്ട്. സൈമൾട്ടേനിയസ് പറഞ്ഞാൽ എന്താ? ഒരേ സമയം ഡിമാൻഡിലും സപ്ലൈയിലും മാറ്റം വരിക. ഇത് പഠിക്കാൻ ഒരു എളുപ്പവഴിയൊക്കെ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. നിങ്ങൾക്ക് ടേബിൾ പഠിക്കാൻ ഒരു എളുപ്പവഴി തന്നിട്ടുണ്ടായിരുന്നു മക്കളെ. ആ ടേബിൾ അങ്ങനെ തന്നെ പഠിക്കുക കേട്ടോ. അപ്പൊ സൈഡിൽ എവിടെയെങ്കിലും ടേബിൾ വരച്ചിട്ടാൽ നമ്മൾ ഒരിക്കലും തെറ്റത്തില്ല. സൈമൾട്ടേനിയസ് എഫക്ട് ആണ് അത്. ഡിമാൻഡ് കുറഞ്ഞു, സപ്ലൈയും കുറഞ്ഞു, അപ്പൊ ഈക്വിലിബ്രിയം പ്രൈസും കുറയും. ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റിയോ കൂടാം, കുറയാം, കോൺസ്റ്റന്റ് ആവാം. ഇറ്റ് മേ ഇൻക്രീസ്, ഡിക്രീസ് ഓർ കോൺസ്റ്റന്റ്. ക്ലിയർ ആയോ? അടുത്ത ഡിമാൻഡ് കൂടി, സപ്ലൈ കൂടി, ഈക്വിലിബ്രിയം പ്രൈസ് ഓൾസോ ഇൻക്രീസസ്. ക്വാണ്ടിറ്റിയോ കൂടാം, കുറയാം, കോൺസ്റ്റന്റ് ആവാം കേട്ടോ. ഈ രണ്ടും കുറയാണെങ്കിൽ ഈക്വിലിബ്രിയം പ്രൈസും കുറയും. രണ്ടും കൂടുകയാണെങ്കിൽ ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റി പ്രൈസും കൂടും. സെറ്റ് ആയില്ലേ മക്കളെ? സെറ്റ് അല്ലേ? യെസ്. ഇനി ഒരു എളുപ്പ വഴി പറഞ്ഞു. ഡിമാൻഡ് കുറയാണെങ്കിൽ ഈ ലാസ്റ്റ് കോളം കുറയാം കേട്ടോ. ഈക്വിലിബ്രിയം പ്രൈസ് കുറയുന്നു, ഈക്വിലിബ്രിയം പ്രൈസ് കൂടുന്നു. സോറി, ഡിമാൻഡ് കുറയുന്നു, സപ്ലൈ കൂടുന്നു. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് കിടക്കുന്നത് ഡിമാൻഡ് കുറയാന്നല്ലേ, അപ്പൊ ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും കുറയും. ഓക്കെ അല്ലേ? അപ്പൊ ഇതെന്ത് വരും? കൂടാം, കുറയാം, കോൺസ്റ്റന്റ് ആവാം. ഇനി ഡിമാൻഡ് എന്തായി? കൂടി, സപ്ലൈ കുറഞ്ഞു. അപ്പൊ ഇവിടെ ആദ്യം കിടക്കണ കൂടല്ലേ, അപ്പൊ ഇവിടെയും കൂടുക. ഓക്കെ അല്ലേ? അപ്പോ ഇത് രണ്ട് ഡിഫറെന്റ് ആയിട്ട് വരുമ്പോൾ ഈ വരുന്ന കോളത്തിൽ തന്നെയായിരിക്കും ഏറ്റവും അവസാനത്തെ കോളത്തിൽ കേട്ടോ. അപ്പൊ കോളം വരച്ചിട്ടാൽ മതി മക്കളെ, അപ്പൊ ഒരിക്കലും തെറ്റത്തില്ല. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ ആണെങ്കിൽ ഈശി കാണിച്ച എല്ലാവരും. അപ്പൊ ഈ ടേബിൾ ഇതിൽ നിന്ന് അങ്ങനെ ക്വസ്റ്റ്യൻ ഇതുവരെ വന്നിട്ടില്ല. ഇനി ഇത് കാണിച്ചു. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. ഇതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പറേ ഇല്ല. സോ ഇത് നന്നായി പഠിച്ചിട്ട് പൊക്കോളൂ. ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഇൻ ദ മാർക്കറ്റ് എന്നായിരിക്കും ചിലപ്പോൾ ചോദിക്കുക കേട്ടോ. ഗവൺമെന്റ് മാർക്കറ്റിൽ ഇടപെടും. എപ്പോഴാണ് ഗവൺമെന്റ് മാർക്കറ്റിൽ ഇടപെടാ? അറിയാലോ. ഇറ്റ് ഈസ് ദ അപ്പർ ലിമിറ്റ് ഓൺ ദ പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇമ്പോസ്ഡ് ബൈ ദ ഗവൺമെന്റ് ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് കൺസ്യൂമേഴ്സ്. കണ്ടോ? അതായത് ഒരു സാധനത്തിന് അപ്പർ ലിമിറ്റ് വരുമ്പോൾ, അതായത് വളരെ വില കൂടുതൽ വരുമ്പോൾ ആർക്ക്? കൺസ്യൂമറിന് സംബന്ധിച്ച് അത് അഫോർഡബിൾ അല്ല അല്ലെ. സാധനങ്ങൾക്കൊക്കെ അരിക്കും, അതുപോലെ തന്നെ മണ്ണെണ്ണയ്ക്കും, അതുപോലെ തന്നെ പഞ്ചസാരയ്ക്കൊക്കെ വില കൂടുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് അത് വാങ്ങാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഗവൺമെന്റ് ഇടപെട്ടിട്ട് എന്ത് ചെയ്യും? ആ പ്രൈസ് കുറയ്ക്കും. മനസ്സിലായോ? ഫിഗർ വരയ്ക്കുമ്പോൾ മക്കളെ സിമ്പിൾ ആണ് കേട്ടോ. പ്രൈസ് സീലിംഗ് പറഞ്ഞ വില പരിധി എന്ന അർത്ഥം ഇങ്ങനെ വരയ്ക്കുക. കണ്ടോ? ഇതാണ് ഈക്വിലിബ്രിയം പ്രൈസ്, ഇതാണ് ഈക്വിലിബ്രിയം, ഇത് ഈക്വിലിബ്രിയം പ്രൈസ്, ഇത് ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റി, ഇത് ഡിമാൻഡ്, ഇത് സപ്ലൈ. കണ്ടോ? അപ്പൊ ഡിമാൻഡിന്റെയും സപ്ലൈയുടെയും ഫലമായിട്ട് നമ്മൾ നിശ്ചയിച്ച പ്രൈസ് ആണിത്. ഇത് വളരെ വലുതാ, വളരെ ഹൈ പ്രൈസാ. ഇത് കോമൺ മാനെ സംബന്ധിച്ച് അഫോർഡബിൾ അല്ല. സോ ഗവൺമെന്റ് ഇടപെട്ടിട്ട് എന്ത് ചെയ്യും? റേഷൻ കടകൾ വഴിയും സപ്ലൈക്കോ വഴിയൊക്കെ വില കുറച്ചു കൊടുക്കും. മനസ്സിലായി? വില കുറയ്ക്കും. കണ്ടോ? വില കുറയ്ക്കും. ഇതിനെയാണ് എന്ത് വിളിക്കുക? PC, പ്രൈസ് സീലിംഗ്. ക്ലിയർ ആണ്? കേശി കാണിച്ചേ. യെസ്. അപ്പൊ അടിയിലേക്ക് മാർക്ക് ചെയ്യുന്ന പ്രൈസ് സീലിംഗ്, മുകളിൽ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഫ്ലോർ പ്രൈസ് ആണ്. മാറിപ്പോവരുത്. പ്രൈസ് സീലിംഗ് എന്തിന് കാരണമാകും? ഈ ഗ്യാപ്പിന് കാരണമാകും അല്ലെ. ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്താ? എക്സസ് ഡിമാൻഡിന് കാരണമാകും. നിങ്ങൾ ആലോചിച്ചാൽ മതിയല്ലോ. വില കുറച്ചാ ഒരുപാട് ആൾക്കാർ വാങ്ങാൻ വരും അല്ലേ. പക്ഷെ അവർക്ക് എല്ലാവർക്കും കൊടുക്കാനുള്ള സാധനം ഉണ്ടോ? ഇല്ല. അപ്പൊ സപ്ലൈ കുറവാണ്, ഡിമാൻഡ് ഉണ്ട്. ദാറ്റ് ഈസ് എക്സസ് ഡിമാൻഡ്. കത്തിയോ മക്കളെ? എല്ലാവർക്കും ഓക്കെ അല്ലേ? ഇതിന്റെ കോസസ് ചോദിക്കും. പ്രൈസ് സീലിംഗ് വരുമ്പോൾ നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും? ലോങ് ക്യൂ ഇൻ റേഷൻ ഷോപ്പ്, റേഷൻ കടകളിൽ ലോങ് ക്യൂ ഉണ്ടാവും. ബ്ലാക്ക് മാർക്കറ്റിംഗ്, അതായത് സാധനങ്ങൾ വാങ്ങാൻ ആൾ വന്നില്ലെങ്കിൽ ആ സാധനം മറിച്ച് വിൽക്കും, വില കൂട്ടി വിൽക്കും. അതാണ് ബ്ലാക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ. അതൊക്കെ ഓർത്ത് വെച്ചോളൂ കേട്ടോ. അതൊക്കെ കോസസ് ആണ്, പ്രൈസ് സീലിംഗിന്റെ കോസസ് ആണ് കേട്ടോ. യെസ്. അടുത്ത കാണിച്ചു പറയും. ഫിഗർ മക്കളെ മസ്റ്റ് ആയിട്ട് പഠിക്കണം കേട്ടോ. കാരണം എക്സാമിന് വന്നാൽ നിർബന്ധമായിട്ടും ഫിഗർ വരച്ചിരിക്കണം. സിമ്പിൾ ആണ് ഫിഗർ കേട്ടോ. അത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് പഠിക്കുന്നത് വളരെ സിമ്പിൾ ലാംഗ്വേജ് ഞാൻ ഇതിലേക്കാണ്. ദ പ്രൈസ് ഡിറ്റർമിൻ ഇൻ ദ മാർക്കറ്റ് ബൈ ദ ഫോഴ്സസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇസ് വെരി ഹൈ. കണ്ടോ? അതായത് മാർക്കറ്റിലെ ഡിമാൻഡിന്റെയും സപ്ലൈയുടെയും ഫലമായിട്ട് ഒരു സാധനത്തിന് ഫിക്സ് ചെയ്ത വില വളരെ കൂടുതലാണെങ്കിൽ ദ കോമൺ മാൻ വിൽ ഫൈൻഡ് ഇറ്റ് വെരി ഡിഫിക്കൽട്ട് ടു പർച്ചേസ് ദ ഗുഡ്സ് അല്ലേ. ഒരു കോമൺ മാന് ആ സാധനങ്ങൾ വാങ്ങാനായിട്ട് ബുദ്ധിമുട്ടാണ്. സോ ദ ഗവൺമെന്റ് വിൽ ഇന്റർഫിയർ ഇൻ ദ മാർക്കറ്റ്. അപ്പൊ ഗവൺമെന്റ് മാർക്കറ്റിലേക്ക് ഇടപെട്ടിട്ട് എന്ത് ചെയ്യും? ഗവൺമെന്റ് വിൽ ഫിക്സ് എ പ്രൈസ് ദാറ്റ് ഈസ് ലെസ് ദാൻ മാർക്കറ്റ് ഡിറ്റർമിൻ പ്രൈസ്. മാർക്കറ്റ് തീരുമാനിച്ച വിലയിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ഗവൺമെന്റ് ഒരു വില നിശ്ചയിക്കും. ദാറ്റ് ഈസ് പ്രൈസ് സീലിംഗ്. ക്ലിയർ ആയ മക്കളെ? സെറ്റ് അല്ലേ? അപ്പൊ നിങ്ങൾ കഥ പോലെ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ ഒരിക്കലും തെറ്റത്തില്ല. ഒരു കഥ പോലെ പഠിച്ചു വെക്കുക എന്താണ് പ്രൈസ് സീലിംഗ് എന്നുള്ളത്. ഒന്ന് ഇമാജിൻ ചെയ്യുക, പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എവിടെ ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റും കേട്ടോ. ഫിഗറും നിർബന്ധമായിട്ട് എഴുതാം. ഇനി കോസസ് പറഞ്ഞല്ലോ. ലോങ് ക്യൂ ഇൻ റേഷൻ ഷോപ്പ്, ബ്ലാക്ക് മാർക്കറ്റിംഗ്, ഡ്യുവൽ മാർക്കറ്റിംഗ്, ഇതൊക്കെ
പ്രൈസ് സീലിംഗിന്റെ കോസസ് ആണ്. അപ്പൊ പ്രൈസ് സീലിംഗിന്റെ ഏതെങ്കിലും സബ് ക്വസ്റ്റ്യൻ വന്നാൽ ഇതായിരിക്കും ആൻസർ കേട്ടോ. പ്രൈസ് സീലിംഗിന് ഏതെങ്കിലും സബ് ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ഇതാണ് എഴുതി വെക്കേണ്ടത്. പിന്നെ ഇത് എന്തിന് കാരണമാകും? എക്സസ് ഡിമാൻഡിന് കാരണമാകും. അടുത്ത ഫ്ലോർ പ്രൈസ്. മക്കളെ, പ്രൈസ് സീലിംഗ് ആർക്ക് വേണ്ടിയിട്ടാ? കൺസ്യൂമറിന് വേണ്ടിയിട്ടാണ് അല്ലെ. ഉപഭോക്താക്കളെ സംരക്ഷിക്കാൻ വേണ്ടി ഗവൺമെന്റ് നിശ്ചയിക്കുന്ന വിലയാണ് പ്രൈസ് സീലിംഗ് എങ്കിൽ ഫ്ലോർ പ്രൈസ് തറവില ആർക്ക് വേണ്ടിയിട്ടാ? പ്രൊഡ്യൂസറിന് വേണ്ടിയിട്ടാ. നമ്മുടെ മരിയ അറിയില്ലേ? ഓക്കെ, ഫ്ലോർ പ്രൈസ് എന്ന് പറഞ്ഞാൽ ആർക്ക് വേണ്ടിയിട്ടാ? നമ്മുടെ പ്രൊഡ്യൂസർ ഇല്ലേ, ഫാർമേഴ്സ്, പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഫ്ലോർ പ്രൈസ്. മനസ്സിലായോ? അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഫിഗർ വരയ്ക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. സിമ്പിൾ സാധനമാണേ. നോക്കി, ഡിമാൻഡ് സപ്ലൈ കണ്ടോ, കൂട്ടിമുട്ടിയ പ്രൈസ് നമുക്ക് എന്ത് വിളിക്കാം? ഈക്വിലിബ്രിയം. ഇത് ഈക്വിലിബ്രിയം പ്രൈസ്, ഇത് ഈക്വിലിബ്രിയം ക്വാണ്ടിറ്റി. അപ്പോൾ മാർക്കറ്റിലെ ഡിമാൻഡിന്റെയും സപ്ലൈയുടെയും ഫലമായിട്ട് ഉണ്ടായ ഫിക്സ് ചെയ്ത വില വളരെ കുറവാണ്. ഇത് പ്രൊഡ്യൂസറിന്, ഫാർമർക്ക് അത് നഷ്ടം ഉണ്ടാക്കും. ഈ വിലയ്ക്ക് മാർക്കറ്റിൽ കൊണ്ട് വിറ്റാൽ നഷ്ടം ഉണ്ടാക്കും. ഇപ്പൊ തക്കാളി പ്രൊഡ്യൂസ് ചെയ്തു, അല്ലെങ്കിൽ കപ്പ കൃഷി ചെയ്തു. കപ്പയൊക്കെ കൃഷി ചെയ്ത് വിളവെടുത്തപ്പോഴാണ് അതിന്റെ വില കുറഞ്ഞു മാർക്കറ്റിൽ. അപ്പൊ ആ വിലയ്ക്ക് നമ്മൾ വിറ്റാൽ കർഷകർക്ക് നഷ്ടം ഉണ്ടാവില്ലേ? അപ്പൊ കർഷകരെ സംരക്ഷിക്കാൻ വേണ്ടി ഗവൺമെന്റ് ഇടപെട്ട് എന്ത് ചെയ്യും? വില കൂട്ടും. ഒരു താങ്ങ് വില പ്രഖ്യാപിക്കുക, അവരെ താങ്ങി നിർത്താൻ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫ്ലോർ പ്രൈസ്. അപ്പൊ മുകളിലേക്കാണ് വരിക കേട്ടോ പ്രൈസ്. മനസ്സിലായോ? മുകളിലേക്കാണ് പ്രൈസ് വരിക. അതാണ് PF, ഫ്ലോർ പ്രൈസ്. സെറ്റ് ആയോ മക്കളെ? ക്ലിയർ ആണോ? അപ്പൊ ഡിമാൻഡ് സപ്ലൈ എന്തിനു കാരണമാകും? എക്സസ് സപ്ലൈക്ക് കാരണമാകും. മനസ്സിലായോ? സപ്ലൈ കൂടുതൽ ഉണ്ടാവും, കാരണം വില കൂട്ടിയല്ലേ വിൽക്കുന്നത്. അപ്പൊ ആരും വാങ്ങുന്നില്ല, പക്ഷെ സപ്ലൈ ഉണ്ടാവും. ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് ആണെങ്കിൽ കഴിച്ച് കാണിച്ച ഫ്ലോർ പ്രൈസ് ഫിഗർ പഠിച്ചു വെക്കുക. കേത്തെ ക്ലിയർ ആയില്ലടാ. പ്രൈസ് സീലിംഗും ഫ്ലോർ പ്രൈസ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഈ ഒരു ഏരിയയിൽ നിന്ന് ചിലപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെ വരണമെന്നില്ല, ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരാം. പക്ഷെ ഞാൻ ഈ അടുത്ത കാലങ്ങളിൽ എക്കണോമിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടേ ഇല്ല. പക്ഷെ മേ ബി ചിലപ്പോൾ ഇതുപോലെ കഥയൊക്കെ ചോദിക്കാം. പാഡിയുടെ പ്രൈസ് കുറച്ചു എന്നൊക്കെ പറയുമ്പോൾ അതെന്താണ്? പ്രൈസ് സീലിംഗ് ആണ് കേട്ടോ. ഒന്ന് ഓർത്ത് വെക്കണം എല്ലാവരും കേട്ടോ. ഓക്കെ, ഇത് കുറച്ച് സിമ്പിൾ ആയിട്ട് ലാംഗ്വേജിൽ തരാം. സാറെ കാണിച്ചു. മാർക്കറ്റ് ഡിറ്റർമിൻ പ്രൈസ് ഈസ് വെരി ലോ. മാർക്കറ്റ് തീരുമാനിച്ച വില വളരെ കുറവാണ്. ദിസ് മേ ലീഡ് ടു ലോസ് ടു പ്രൊഡ്യൂസേഴ്സ്. ഇത് ആർക്ക് നഷ്ടം ഉണ്ടാക്കും? പ്രൊഡ്യൂസറിന് നഷ്ടം ഉണ്ടാക്കും. ദ ഗവൺമെന്റ് വിൽ ഇന്റർഫിയർ ഇൻ ദ മാർക്കറ്റ്. അപ്പൊ ഗവൺമെന്റ് ചാടി മാർക്കറ്റിലേക്ക് ഇടപെടും. എന്നിട്ട് എന്ത് ചെയ്യും? അനൗൺസ് ഫ്ലോർ പ്രൈസ്. ഒരു തറ വില പ്രഖ്യാപിക്കും, ഒരു താങ്ങ് വില പ്രഖ്യാപിക്കും. മനസ്സിലായോ? ദ ഫ്ലോർ പ്രൈസ് വിൽ ബി ഹയർ ദാൻ മാർക്കറ്റ് ഡിറ്റർമിൻ പ്രൈസ്. ഈ നിശ്ചയിച്ച വില മാർക്കറ്റ് തീരുമാനിച്ച വിലയിനേക്കാൾ കൂടുതലായിരിക്കും. ഇതാണ് ഫ്ലോർ പ്രൈസ്. മക്കളെ, എല്ലാവർക്കും ക്ലിയർ ആണെങ്കിൽ ഒന്ന് എനർജറ്റിക് ആയിട്ട് കഴിച്ച് കാണിച്ച് നമ്മുടെ ചാപ്റ്റർ ഫിനിഷ്ഡ്. ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് കേട്ടോ. ഇതാണ് മാർക്കറ്റ് ഈക്വിലിബ്രിയം. ഇത്രയും പഠിച്ചാൽ മതി മക്കൾ. ഇതിൽ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻസ് വരുള്ളൂ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാക്രോ ഇക്കണോമിക്സ് ആണ്. സാറേ മാക്രോ ഇക്കണോമിക്സ് കാണിച്ചോളൂ. മാക്രോ ഇക്കണോമിക്സിൽ നമുക്ക് ടോട്ടലി ഒരു 6 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിൽ കുറച്ച് വെയിറ്റേജ് കൂടിയ ചാപ്റ്റർ ആണ് നമ്മുടെ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങും അതുപോലെ മണി ആൻഡ് ബാങ്കിങ് ബജറ്റും കേട്ടോ. അപ്പൊ അത് നന്നായിട്ട് നോക്കേണ്ട ഒരു ഏരിയ ആണ്. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു മാക്രോ ഇക്കണോമിക്സിൽ കുഞ്ഞൊരു ചാപ്റ്റർ ആണ്. അതിൽ നിന്നും ഉറപ്പായിട്ട് വരുന്ന ഒരു 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ 3 ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചു പോയാൽ മതി കേട്ടല്ലോ. യെസ്, ആദ്യം നമുക്ക് നോക്കേണ്ടത് നമ്മുടെ ഫാദർ ഓഫ് മാക്രോ ഇക്കണോമിക്സ്. ആരാണ് മാക്രോ ഇക്കണോമിക്സിന്റെ ഫാദർ എന്നറിയപ്പെടുന്നത്? നമ്മുടെ ജെയിം കെയ്ൻസ് ആണ് അല്ലെ. ജോൺ മെയ്നാർഡ് കെയ്ൻസ് ആണ് ഫാദർ ഓഫ് മാക്രോ ഇക്കണോമിക്സ്. അദ്ദേഹം എഴുതിയ ബുക്കിന്റെ പേര് പഠിക്കുക, ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി. മക്കളെ നന്നായിട്ട് പഠിച്ചോ. ബുക്കിന്റെ പേര് പബ്ലിഷ് ചെയ്ത ഇയർ 1936 ആണ് കേട്ടോ. 1936. മാറിപ്പോവരുത്. 6ഉം 3ഉം കൂട്ടി 9 കിട്ടണം കേട്ടല്ലോ. 6 + 3 9 കിട്ടണം. ഓക്കെ അല്ലേ? മാറിപ്പോവരുത്. എല്ലാവർക്കും ഓക്കെ അല്ലേ? യെസ് യെസ്. ഇനി JBC പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്. ഇത് അങ്ങനെ ചോദിക്കാറില്ല, എന്നാലും അറിഞ്ഞു വെച്ചേക്ക് കേട്ടോ. യെസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എവല്യൂഷൻ ഓഫ് മാക്രോ ഇക്കണോമിക്സ്. എങ്ങനെയാണ് മാക്രോ ഇക്കണോമിക്സ് ഉടലെടുത്തത്? അതിന്റെ ആവിർഭാവം മനസ്സിലായോ? എമർജൻസ് എന്നായിരിക്കും ചിലപ്പോൾ ചോദിക്കാം. മക്കളെ, ഈ പറയുന്ന പേരുകളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചു. എവല്യൂഷൻ എന്ന് ചോദിക്കാം, എമർജൻസ് എന്ന് ചോദിക്കാം, ഗ്രേറ്റ് ഡിപ്രഷൻ ഓഫ് 1929. ഈ 1929 വരെ 1913 ചോദിക്കാം കേട്ടോ. കാരണം 29 ശേഷം വരുന്ന ഒരു വർഷമാണല്ലോ 1930. ഏതോ ഒരു തവണ എക്സാമിന് 1930 എന്നാണ് ചോദിച്ചത്. 1930. 1930 ചോദിച്ചാലും ഇത് തന്നെയാണ് എഴുതേണ്ടത്. ഓക്കെ അല്ലേ? ഇത് കഴിച്ച് കാണിച്ചേ. യെസ്, ഇത് പഠിക്കാൻ വളരെ സിമ്പിൾ ആണ്. ഞാൻ ഒരുപാട് വലിയൊരു എസ്സേ ഒക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, അത് പഠിച്ചവരാണെങ്കിൽ അത് എഴുതിയാൽ മതി. അത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ജസ്റ്റ് ഇതെങ്കിലും എഴുതി വയ്ക്കാം. The world economy faced a great depression in 1929. നമ്മുടെ രാജ്യം എന്നല്ല, നമ്മുടെ ലോകം തന്നെ 1929 ഒരു ഗ്രേറ്റ് ഡിപ്രഷൻ ഫേസ് ചെയ്യുണ്ടായി. ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് ഇൻ USA. അത് തുടങ്ങിയത് എവിടെയാ? USA ലാണ് അല്ലേ.
ഗ്രാജുവലി ഇറ്റ് വാസ് സ്പ്രെഡ് ടു യൂറോപ്പ് ആൻഡ് നോർത്ത് അമേരിക്ക. പിന്നീട് അത് യൂറോപ്പിലും നോർത്ത് അമേരിക്കയിലും അത് അഫക്ട് ചെയ്തു. ഓക്കെ, ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ഡിപ്രഷൻ വേർ, ഈ ഡിപ്രഷന്റെ മെയിൻ ആയിട്ടുള്ള സവിശേഷത എന്താ? ഈ പോയിന്റുകളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോ കേട്ടോ. അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മ 25% കൂടി, GDP കുറഞ്ഞു 33%, കുറേ സ്ഥാപനങ്ങളൊക്കെ അടച്ചുപൂട്ടേണ്ടി വന്നു, കൺട്രി സ്പേസ് ജനറൽ അൺഎംപ്ലോയ്മെന്റ് അല്ലെ, കൺട്രി നമ്മുടെ രാജ്യം അല്ലെങ്കിൽ ഏതോ രാജ്യം, ഈ പറയുന്ന രാജ്യങ്ങൾ, ഈ ഫേസ് ചെയ്ത രാജ്യങ്ങളൊക്കെ അൺഎംപ്ലോയ്മെന്റും ഓവർ പ്രൊഡക്ഷനും ഒക്കെ ഫേസ് ചെയ്തു. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു റെമഡി എന്ന രീതിയിലാണ് നമ്മുടെ JM കെയ്ൻസ് ഏത് ബുക്ക് എഴുതുകയുണ്ടായത്? എ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി എഴുതുകയുണ്ടായത് ഏത് വർഷം? 1936. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ മാക്രോ ഇക്കണോമിക്സ് ഉടലെടുത്തത്. ക്ലിയർ ആയോ മക്കളെ? കൈവീശി കാണിച്ച സെറ്റ് ആണെങ്കിൽ ഈ പോയിന്റുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഈ പറയുന്ന 4 പോയിന്റുകൾ ഉണ്ടായിരിക്കണം കേട്ടോ. സിമ്പിൾ ആണ്, ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് കേട്ടോ മക്കളെ. എവല്യൂഷനോ എമർജൻസിനോ ഗ്രേറ്റ് ഡിപ്രഷനോ ഒക്കെ ചോദിക്കാം. ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഈ ഒരൊറ്റ ആൻസർ എഴുതാം കേട്ടോ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ അമൽ കൃഷ്ണ? ക്ലിയർ അല്ലേ? വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുക്കട്ടെ. ഏതെങ്കിലും നോട്ട്സ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുക്കുക. എസ് ആരെ കാണിച്ചു. അടുത്ത ഗ്രേറ്റ് ഡിപ്രഷൻ ഇത് തന്നെയാണ്. ഇത് ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ് ഞാൻ ഇരുത്തി പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇത് പഠിച്ചവരാണെങ്കിൽ ഇത് എഴുതിയാലും മതി. ഞാൻ കുറച്ച് സിമ്പിൾ ആക്കിയെന്നേ, കുറച്ച് സിംഗിൾ സെന്റൻസ് ആക്കിയെന്നേ ഉള്ളൂ കേട്ടോ. അടുത്താണ് നമ്മുടെ 4 സെക്ടേഴ്സ്. ഭാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് 2 മാർക്കിന് ചോദിക്കാം. ഏതൊക്കെയാണ് 4 സെക്ടേഴ്സ് എന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാനാണ്, എക്സ്പ്ലെയിൻ ചെയ്യേണ്ട. നമ്മുടെ ടോട്ടലി ഉള്ള നമ്മുടെ ഒരു ഇക്കോണമിയിലുള്ള 4 സെക്ടർ ഏതൊക്കെയാ? ഫേം, സ്ഥാപനങ്ങൾ, ഹൗസ് ഹോൾഡ്, കുടുംബം, ഗവൺമെന്റ്, എക്സ്റ്റേണൽ സെക്ടർ. മക്കളെ, ഇതിലെ ആദ്യത്തെ 3 സെക്ടർ മാത്രമാണ് ഒരു ഇക്കോണമിയിൽ ഉള്ളതെങ്കിൽ, അതായത് ഫേമും ഹൗസ് ഹോൾഡും ഗവൺമെന്റും, ഈ 3 സെക്ടർ മാത്രമാണ് ഉള്ളതെങ്കിൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാം? ക്ലോസ്ഡ് ഇക്കോണമി എന്ന് പറയാം. ക്ലോസ്ഡ് ഇക്കോണമി. അപ്പൊ നമ്മൾ ഈ ക്ലോസ്ഡ് ഇക്കോണമി എന്താന്ന് പഠിച്ചില്ലേ? ക്ലോസ്ഡ് ഇക്കോണമി മീൻസ് എന്താണ്? 3 സെക്ടേഴ്സ് മാത്രമുള്ള ഇക്കോണമിയാണ് ക്ലോസ്ഡ് ഇക്കോണമി. ഏതൊക്കെ സെക്ടറാ? ഫേമും ഹൗസ് ഹോൾഡും ഗവൺമെന്റ് അല്ലെ. ഇനി എക്സ്റ്റേണൽ സെക്ടർ വരുമ്പോൾ ഈ പറയുന്ന 4 സെക്ടറും കൂടി ഒരുമിച്ച് വരുമ്പോഴാണ് നമ്മുടെ ഇക്കോണമി എന്താവാ? ഓപ്പൺ ഇക്കോണമി ആവാം. അതായത് ഓപ്പൺ ആവണമെങ്കിൽ നമുക്ക് ഏത് സെക്ടർ വരണം? നമ്മുടെ 4ാമത്തെ സെക്ടർ വരണം. 4ാമത്തെ സെക്ടർ പറഞ്ഞാൽ എക്സ്റ്റേണൽ സെക്ടർ ആണ്. ഇതിലാണ് എക്സ്പോർട്ടും ഇമ്പോർട്ടും വരണേ, കയറ്റുമതിയും ഇറക്കുമതിയും വരണേ. അപ്പൊ കയറ്റുമതി ഇറക്കുമതി വന്നാലല്ലേ നമ്മുടെ ഇക്കോണമി മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് ബന്ധത്തിൽ ഏർപ്പെടുള്ളൂ, ഓപ്പൺ ആവുള്ളൂ. അതാണ് ഓപ്പൺ ഇക്കോണമി. സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? നോക്കി ഒരു ക്വസ്റ്റ്യൻ നോക്കി. ഐഡന്റിഫൈ ദ സെക്ടേഴ്സ് ഓഫ് ദി ഇക്കോണമി ഫ്രം ദ സ്റ്റേറ്റ്മെന്റ് ഗിവൺ ബിലോ. താഴെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വെച്ചുകൊണ്ട് ഏത് സെക്ടർ ആണെന്നുള്ളത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. എ സബ്സിഡി ഈസ് അനൗൺസ്ഡ്. സബ്സിഡി അനൗൺസ് ചെയ്യുന്ന ഏത് സെക്ടറാ? ഏത് സെക്ടറാ നിങ്ങൾക്ക് അറിയാലോ? സബ്സിഡി അനൗൺസ് ചെയ്യുന്ന ഏത് സെക്ടറാ? ഗവൺമെന്റ് ആണെങ്കിൽ കാണിച്ചേ. യെസ്, ഗവൺമെന്റ്. പീപ്പിൾ ബൈ മോർ ഗുഡ്സ്, അത് എവിടെ നിന്നാ വരിക? ഹൗസ് ഹോൾഡിൽ നിന്നല്ല വരിക. ആണെങ്കിൽ കൈവശം കാണിച്ചേ. യെസ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ വട്ടം മോഡൽ എക്സാമിന് എന്തോ ഉണ്ടായിരുന്നു? ഏതൊരു സെക്ടർ എഴുതാനായിട്ട് ഉണ്ടായിരുന്നു മക്കളെ. അപ്പോൾ ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ അല്ലേ? ക്ലിയർ ആണെങ്കിൽ കൈവശം കാണിച്ച എല്ലാവരും. ഓക്കെ. നെക്സ്റ്റ് പഠിക്കേണ്ടതാണ് മൈക്രോ മാക്രോ തമ്മിലുള്ള ഡിഫറൻസ്. മൈക്രോ എന്ന് പറഞ്ഞാൽ എന്താ? സ്മോൾ യൂണിറ്റിനെ കുറിച്ചുള്ള പഠനമാണ് മൈക്രോ ഇക്കണോമിക്സ്. മൈക്രോ ഇക്കണോമിക്സിന് വേറൊരു പേരുണ്ട്, പ്രൈസ് തിയറി. മാക്രോ ഇക്കണോമിക്സ് പറഞ്ഞാൽ ഇക്കോണമി ആസ് എ ഹോൾ, WHOL ആണ് കേട്ടോ. ഇക്കോണമിയെ മൊത്തമായിട്ട് പഠിക്കുകയാണെങ്കിൽ മാക്രോ ആണ്. ചിലപ്പോൾ 1 മാർക്കിനൊക്കെ ചോദിക്കാം. ഇനി മൈക്രോന്റെ വേറൊരു പേര് പ്രൈസ് തിയറി ആണെങ്കിൽ മാക്രോന്റെ വേറൊരു പേര് എന്താ? അഗ്രിഗേറ്റ് എക്കണോമിക്സ് എന്നോ ഇൻകം തിയറി എന്നോ പറയാം. ഓക്കെ അല്ലേ? ഇനി മൈക്രോയിൽ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുക. പ്രൊഡ്യൂസറിനെ കുറിച്ച്, കൺസ്യൂമറിനെ കുറിച്ച്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ കുറിച്ചൊക്കെയാണ് മൈക്രോയിൽ പഠിക്കുക കേട്ടോ. മാക്രോയിലാണെങ്കിലോ ഗവൺമെന്റ്, സെൻട്രൽ ബാങ്ക്, ജനറൽ പ്രൈസ് ലെവൽ, ഇതൊക്കെ മാക്രോ ആണ്. ചിലപ്പോൾ കുറെ സാധനങ്ങളായിട്ട് ഗ്രൂപ്പ് ചെയ്യാൻ ചോദിക്കും. മൈക്രോ മാക്രോ തരംതിരിക്കാനായിട്ട് ചോദിക്കാറ് 2 മാർക്കിന്. അപ്പൊ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഇനി സബ്ജക്ട് ഡിമാൻഡിനെ കുറിച്ച്, മാർക്കറ്റ് ഇക്വിലിബ്രിയം ആണ് ഇവിടെ പഠിക്കാനുള്ളത്. ഇവിടെ മണി സപ്ലൈ, ഫിസിക്കൽ പോളിസി, മോണിറ്ററി പോളിസി ഒക്കെയാണ് മാക്രോ ഇക്കണോമിക്സിൽ വരുന്നത്. അപ്പൊ ഇത് വരാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. മൈക്രോയും മാക്രോയുടെ ഡിഫറൻസ് നന്നായിട്ട് പഠിച്ചിട്ട് പോവാം. ഓക്കെ, ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട്. ഓക്കെ, സനയ്ക്ക് ഡൗട്ട് ആണ് സന? ലാസ്റ്റ് പറഞ്ഞു സന, നോട്ട് ചെയ്ത് വെച്ചേക്ക് കേട്ടോ. ഓക്കെ ഓക്കെ യെസ്. അപ്പൊ അതിന് മുമ്പത്തെ സ്ലൈഡ് ഒന്ന് കാണിച്ചു തരും സാറേ, ക്വസ്റ്റ്യൻസ്. യെസ്, ഇതിന് ശേഷം മകളെ കണ്ടോ? ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻ ടു മൈക്രോ ഇക്കണോമിക്സ് ആൻഡ് മാക്രോ ഇക്കണോമിക്സ്. മൈക്രോ ഇക്കണോമിക്സ് എന്ന് മാക്രോ ഇക്കണോമിക്സ് തരംതിരിക്കുക കേട്ടോ. ഇങ്ങനെ വരാറുണ്ട് കേട്ടോ. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് ഈ ക്വസ്റ്റ്യൻ. ഇന്റർനാഷണൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ അല്ല, അന്തർദേശീയമാണ്. സോ അത് മാക്രോ ഇക്കണോമിക്സ്. പ്രൈസ് തിയറി അത് മൈക്രോന്റെ വേറൊരു പേരല്ലേ, ദാറ്റ് ഇസ് മൈക്രോ ഇക്കണോമിക്സ്. എക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തിക വളർച്ച, അത് മൊത്തമായിട്ട് എഫക്ട് ചെയ്യുന്നതാണ്. സോ മാക്രോ ഇക്കണോമിക്സ്. പാർഷ്യൽ ഈക്വിലിബ്രിയം എല്ലാം തന്നെ മൈക്രോ ആണ് കേട്ടോ. കാരണം മാക്രോയിൽ നമുക്ക് എവിടെയും ഈക്വിലിബ്രിയം ഇല്ല, അറിയാലോ. ഈക്വിലിബ്രിയം ഇൻകം ആണ് പഠിക്കാനുള്ളത്. ഈക്വിലിബ്രിയം ഇൻകം വന്ന മാക്രോ ആണ്. അഗ്രിഗേറ്റ് ഡിമാൻഡ്, മൊത്തം ഡിമാൻഡ് ആണ്. സോ ദാറ്റ് ഈസ് മാക്രോ. ഓക്കെ അല്ലേ? അലോക്കേഷൻ ഓഫ് റിസോഴ്സ് മൈക്രോ. ഡിമാൻഡ് ഓഫ് എ പെൻ, ഒരു പേനയുടെ വില
ഡിമാൻഡ് ഇതൊക്കെ മൈക്രോ ആണ്. ഒരു ടീച്ചറുടെ സാലറി കേട്ടോ അതൊക്കെ മൈക്രോ ആണ് കേട്ടോ, ഓർത്ത് വെച്ചോളൂ എല്ലാവരും. ഓക്കെ അല്ലേ? GDP മാക്രോ ആണ്. യെസ്, നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് പോകാം. അപ്പൊ എല്ലാവർക്കും ഈ ചാപ്റ്റർ ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഓക്കെ അല്ലേ? അപ്പൊ ചെറിയ ചാപ്റ്റർ ഞാൻ വേഗത്തിൽ പോയിട്ടുണ്ട്, നിങ്ങളത് പഠിക്കണം. ഓക്കെ, ഇനി വളരെ കൂടുതൽ വെയിറ്റേജ് കൂടിയ ഒരു ചാപ്റ്റർ ആണ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. ഓക്കെ, എല്ലാവർക്കും ഇതിലേക്ക് പോവാൻ നമുക്ക്, കാരണം പല കുട്ടികൾക്കും കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയ ഒരു ചാപ്റ്റർ ആണിത്. പക്ഷെ അത്ര ഡിഫിക്കൽട്ടി ഒന്നും ഇല്ല ഈ ചാപ്റ്റർ കേട്ടോ. ഇതിൽ ആദ്യം പഠിക്കേണ്ടത് ഫൈനൽ ഗുഡും ഇന്റർമീഡിയറ്റ് ഗുഡ്സും ആണ്. ഫൈനൽ ഗുഡ് എന്ന് പറഞ്ഞാൽ എന്താ? an item that is meant for final use. ഒരു പ്രൊഡക്റ്റ് നമ്മൾ നേരിട്ട് നമ്മൾ ഉപയോഗിക്കില്ലേ? ഇപ്പൊ എനിക്ക് ചപ്പാത്തി കഴിക്കാൻ തോന്നി, സോ ഞാൻ ചപ്പാത്തി കഴിക്കുന്നു, ദാറ്റ് ഈസ് ഫൈനൽ ഗുഡ്. ചപ്പാത്തി ഉണ്ടാക്കാൻ എന്ത് വേണം? ഗോതമ്പ് വേണം അല്ലെ, വീറ്റ് വേണം. ദാറ്റ് ഈസ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ്. ക്ലിയർ ആയോ? an item that is meant for final use and does not pass through any more stages of production. ഇനി അത് വേറൊരു സ്റ്റേജിലൂടെ കടത്തി വരേണ്ട ആവശ്യമില്ല, ഒരു കൺസ്യൂമറിനെ നേരിട്ട് ഉപയോഗിക്കാം. ഇപ്പൊ റെഡിമെയ്ഡ് ഡ്രസ്സ് ഒരു ഫൈനൽ ഗുഡും, ഈ റെഡിമെയ്ഡ് ഡ്രസ്സ് ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? കോട്ടൺ, യാണൊക്കെ വേണം. ദാറ്റ് ഈസ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ്. ക്ലിയർ ആണെങ്കിൽ കഴിച്ച് കാണിച്ച എല്ലാവരും നേരിട്ട് ഉപയോഗിക്കേണ്ട ഗുഡാണ് ഫൈനൽ ഗുഡ്. ഫൈനൽ ഗുഡ് ഉണ്ടാക്കാൻ ആവശ്യമായ ഗുഡാണ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ്. ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ 1 മാർക്കിന്റെ മോഡൽ എക്സാമിന് വന്നിരുന്നു, സോ ഇനിയും വരാം. ഓക്കെ, അടുത്തത് കൺസംഷൻ ഗുഡ്സും ക്യാപിറ്റൽ ഗുഡ്സ്. കൺസംഷൻ എന്ന് പറഞ്ഞാൽ ഇസ് സെയിം ആസ് നമ്മുടെ എന്ത് ഫൈനൽ ഗുഡ് പോലെയാണ്. കൺസംഷൻ ഗുഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് നേരിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഗുഡാണ് കൺസംഷൻ ഗുഡ്. ഇതിനെ രണ്ടായിട്ട് തരംതിരിക്കാം. ഡ്യൂറബിൾ ഉണ്ട്, നോൺ ഡ്യൂറബിൾ ഉണ്ട്. എന്താ ഡ്യൂറബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വട്ടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാലം ഉപയോഗിക്കാം അല്ലേ? ഇപ്പൊ TV ആയിക്കോട്ടെ, ഫ്രിഡ്ജ് ആയിക്കോട്ടെ, AC ആയിക്കോട്ടെ, ഇതൊക്കെ ഡ്യൂറബിൾ ആണ് അല്ലെ? നോൺ ഡ്യൂറബിൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കേടായി പോകുന്നതാണ്. മിൽക്ക്, വെജിറ്റബിൾസ്, ഇതൊക്കെയാണ് നോൺ ഡ്യൂറബിൾ ഗുഡ്സ്. ക്ലിയർ അല്ലേ? അപ്പൊ കൺസംഷൻ ഗുഡിന്റെ 2 ക്ലാസിഫിക്കേഷൻ ക്ലിയർ ആണെങ്കിൽ വീശി കാണിച്ച എല്ലാവരും. യെസ്, അടുത്താണ് ക്യാപിറ്റൽ ഗുഡ്സ്. മക്കളെ, ക്യാപിറ്റൽ നമുക്ക് എവിടെ ഉദ്ദേശിക്കുന്നത്? ക്യാപിറ്റൽ എവിടെ വേണ്ടേ? കമ്പനികളിലല്ലേ? തൊട്ടുമ്പത് ക്യാപിറ്റൽ കമ്പനികളിലല്ലേ വേണ്ടേ? അപ്പൊ കമ്പനികളിൽ നമുക്ക് മറ്റൊരു ഗുഡ് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനമില്ലേ? മെഷീനറി, അതൊക്കെയാണ് ക്യാപിറ്റൽ ഗുഡ് കേട്ടോ. വേറൊരു ഗുഡ് ഉണ്ടാക്കാൻ ആവശ്യമായ ഗുഡിനെയാണ് ക്യാപിറ്റൽ ഗുഡ് എന്ന് പറയുക. എക്സാമ്പിൾ ചെയ്താ മെഷീനറി, ബിൽഡിംഗ്, ഫാക്ടറീസ്, ഇതെല്ലാം ക്യാപിറ്റൽ ഗുഡ് ആണ്. ചില സമയങ്ങളിൽ ക്യാപിറ്റൽ ഗുഡ് എന്താവാം? കൺസ്യൂമർ ഗുഡും ആവാം. അറിയാലോ, ഒരു കാറിന്റെ കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഒരു കാറ് നമ്മൾ എന്ത് ചെയ്തു മക്കളെ? കാറ് മേടിച്ചു. കാറ് നമ്മൾ സ്വന്തം ഉപയോഗത്തിനാണ് ഉപയോഗിക്കുന്നത്. ഓൺ യൂസ് ആണെങ്കിൽ അതെന്ത് ഗുഡാ? കൺസംഷൻ ഗുഡാണ്. അറിയാലോ. ഇത് നമ്മൾ ടാക്സി ആയിട്ട് ഓടാനാണ് മേടിച്ചെങ്കിലോ അത് ക്യാപിറ്റൽ ഗുഡാണ്. ക്ലിയർ ആണെങ്കിൽ കഴിച്ച് കാണിച്ചേ. അപ്പൊ ചില ഗുഡ്സ് അതിന്റെ യൂസ് അനുസരിച്ച് എന്താവാം? കൺസംഷൻ ഗുഡും ക്യാപിറ്റൽ ഗുഡ്സും ആവാം. ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? കഴിച്ച് കാണിച്ചേ. യെസ്, അതിരാ കൈവീശാതിരാ. ഒന്ന് എനർജറ്റിക് ആയിട്ട് നിങ്ങൾ എല്ലാവരും കൈവീശാലേ എനിക്കൊരു എനർജി ഉണ്ടാവുള്ളൂ എടുക്കാൻ കേട്ടോ. യെസ്, അപ്പൊ അടുത്തതിലോട്ട് പോവാം. നമുക്ക് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ അക്കൗണ്ടൻസിൽ പഠിച്ച അതേ ഡെഫിനിഷൻ എഴുതി വെച്ചാൽ മതി. ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ്, ഫിക്സഡ് അസറ്റ് കേട്ടോ. യെസ്, നാഷണൽ ഇൻകം. വാട്ട് ഈസ് GDP എന്ന് ചോദിച്ചാലും ഇത് തന്നെയാണ്. ഇറ്റ് ഈസ് എ മണി വാല്യൂ ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ആൻ ഇക്കോണമി ഇൻ ആൻ ഇയർ അല്ലെ? ഒരു വർഷത്തിൽ ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമാണ് GDP. ഈ GDPയുടെ കൂടെ NFIA ആഡ് ചെയ്യുമ്പോഴാണ് നാഷണൽ ഇൻകം കിട്ടുക. NFIA എന്ന ഫുൾ ഫോം അറിയാലോ? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്. ഓക്കെ അല്ലേ? അബ്രോഡിൽ നിന്നുള്ള വരുമാനം കൂടി കൂട്ടിയാലേ നമുക്ക് നാഷണൽ ഇൻകം കിട്ടത്തുള്ളൂ. ഓക്കെ ആണെങ്കിൽ കഴിച്ച് കാണിച്ച എല്ലാവരും. അടുത്ത ഡബിൾ കൗണ്ടിങ്. ഡബിൾ കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ നാഷണൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ, നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചില സാധനങ്ങളുടെ, ചില കമ്മോഡിറ്റീസിന്റെ വാല്യൂ ഒന്നിൽ കൂടുതൽ തവണ അറിയാതെ കൗണ്ട് ചെയ്യാം. അതിനെയാണ് ഡബിൾ കൗണ്ടിങ് എന്ന് പറയാം കേട്ടോ. ഇറ്റ് ഈസ് ദ ആക്ട് ഓഫ് കൗണ്ടിങ് ദ വാല്യൂ ഓഫ് എ കമ്മോഡിറ്റി മോർ ദാൻ വൺസ്. കണ്ടോ? നാഷണൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ മോർ ദാൻ വൺസ്, ഒന്നിൽ കൂടുതൽ തവണ നമ്മൾ ഒരു കമ്മോഡിറ്റിയുടെ വാല്യൂ കൗണ്ട് ചെയ്താൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാം? ഡബിൾ കൗണ്ടിങ് എന്ന് പറയാം. ഓക്കെ അല്ലേ? ഇനി എന്താണ് ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ? ദ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ഓഫ് എ ഫേം ദാറ്റ് കുഡ് നോട്ട് ബി സോൾഡ് ആൻഡ് വിച്ച് ഈസ് ക്യാരിഡ് ഫ്രം 1 ഇയർ ടു നെക്സ്റ്റ് ഇയർ. ഇൻവെന്ററിയിൽ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വർഷം വിൽക്കാത്ത സ്റ്റോക്ക് നമ്മൾ അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യില്ലേ? ഈ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് അടുത്ത വർഷത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ലേ? അതിനെയാണ് ഇൻവെന്ററി എന്ന് പറയാം കേട്ടോ. ഓക്കെ ആണെങ്കിൽ കഴിച്ച് കാണിച്ച് യാതിരാ. സെറ്റ് അല്ലേ? ഓക്കെ. ചേഞ്ച് ഇൻ ഇൻവെന്ററി കാണണമെങ്കിൽ പ്രൊഡക്ഷനിൽ നിന്ന് സെയിൽ കുറയ്ക്കുമ്പോഴാണ് ചേഞ്ച് ഇൻ ഇൻവെന്ററി കിട്ടുക. ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അടുത്താണ് സ്റ്റോക്ക് ആൻഡ് ഫ്ലോ. മക്കൾ ഈ വട്ട എക്സാമിന് സ്റ്റോക്ക് ഏതാണ്, ഫ്ലോ ഏതാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരുന്നു. ക്യാപിറ്റൽ ഇതിലെ വരുന്നത്, ക്യാപിറ്റൽ സ്റ്റോക്കിലാണ്, ഇൻവെസ്റ്റ്മെന്റ് ഫ്ലോ ആണ്. മാറിപ്പോവരുത് കേട്ടോ. ക്ലിയർ അല്ലേ? യെസ്, നോട്ട് ചെയ്ത് വെച്ചോ.
സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുന്ന ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നിൽക്കുന്ന ക്വാണ്ടിറ്റിയാണ് സ്റ്റോക്ക്. ഫ്ലോ എന്ന് പറഞ്ഞാൽ എ പീരീഡ് ഓഫ് ടൈം ആണ്, ഒരുപാട് ടൈം എടുത്തുകൊണ്ട് ഫ്ലോ ചെയ്യുന്നതാണ് ഏത് ഫ്ലോ എന്ന് പറഞ്ഞാൽ. ഇതിന് ടൈം ഡയമെൻഷൻ ഇല്ല, സമയപരിധി ഇല്ല, ഇതിന് സമയപരിധി ഉണ്ട്. ഇത് സ്റ്റാറ്റിക് ആണ്. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ, ഫിക്സഡ് ആണ് അല്ലേ. പക്ഷെ ഇത് ഡൈനാമിക്, ചേഞ്ചസ് വരും, ഫ്ലെക്സിബിൾ ആണ്. ഓക്കെ അല്ലേ. എക്സാമ്പിൾ വെൽത്ത്, മണി സപ്ലൈ, ക്യാപിറ്റൽ ഈസ് എ സ്റ്റോക്ക് കോൺസെപ്റ്റ്. ഓക്കെ അല്ലേ. ഇനി ഇൻവെസ്റ്റ്മെന്റ് ഈസ് എ ഫ്ലോ കോൺസെപ്റ്റ്, മാറിപ്പോരുത് കേട്ടോ. ഇൻകം, ഇൻവെസ്റ്റ്മെന്റ്, കൺസംഷൻ ഇതെല്ലാം ഫ്ലോ ആണ്. ഈ എക്സാമ്പിൾ പഠിച്ചു വയ്ക്കുക, ചിലപ്പോൾ ഗ്രൂപ്പ് ചെയ്യാൻ ചോദിക്കും കേട്ടോ. എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ ഒന്ന് കൈവിശി കാണിച്ചേ, ഒന്ന് എനർജറ്റിക് ആയിട്ട് കൈവിശി പിള്ളേരെ. എങ്കില് വളരെ ഇമ്പോർട്ടന്റ് ആയി അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം. ഇതിലൊന്നും കളയാനില്ല കേട്ടോ മക്കൾ എക്കണോമിക്സിൽ. അതാണ് ഞാൻ ഇമ്പോർട്ടന്റ് എല്ലാം പറയണേ, കാരണം ഇതിലൊന്നും കളയാനില്ല, നമുക്ക് ഫുൾ മാർക്ക് വേണ്ടേ. സോ അതുകൊണ്ടാണ് ഞാൻ എക്കണോമിക്സിൽ എല്ലാം തന്നെ ടോപ്പിക്കിൽ നിന്നും കവർ ചെയ്യാൻ പറയുന്നത്. സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം, ഇതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പറേ ഇല്ല അല്ലെ. സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഇൻ 2 സെക്ടർ ആണ്. 2 സെക്ടറിന്റെ കേസാണ് ഇവിടെ പഠിക്കാനുള്ളത്. ഫേമും ഹൗസ് ഹോൾഡ് ഉണ്ട് അല്ലേ. അതായത് ഒരു ഫേമിന് വേണ്ട, ഒരു സ്ഥാപനത്തിന് വേണ്ട ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഏതൊക്കെയാ? ലാൻഡ്, ലേബർ, ക്യാപിറ്റല്, ഓർഗനൈസേഷൻ അല്ലെ. ഇതൊക്കെ എവിടെന്നാ വരണേ? ഹൗസ് ഹോൾഡിൽ നിന്ന് അല്ലെ. അപ്പൊ ഹൗസ് ഹോൾഡ് ഈ പറയുന്ന ലേബറും ലാൻഡും ഒക്കെ ഈ ഫേമിന് കൊടുക്കും. നേരെ തിരിച്ചു വരയ്ക്കാം കേട്ടോ. ഹൗസ് ഹോൾഡ് ഇപ്പുറത്തും ഫേം അപ്പുറത്തും അങ്ങനെ വരയ്ക്കാം, അല്ലെങ്കിൽ അടിയിലോട്ടും വരയ്ക്കാം, എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. പക്ഷേ ഈ ആരോ മാർക്ക് ഇടുമ്പോൾ ശ്രദ്ധിക്കണം മക്കളെ. ഇത് ആരോ മാർക്ക് നിങ്ങൾ കൊടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് ആരോ മാർക്ക് ഇടണം കേട്ടോ, മാറിപ്പോവരുത് കേട്ടല്ലോ. യെസ്. അപ്പൊ നമ്മുടെ ഫേം ആണ് അല്ല, ഹൗസ് ഹോൾഡ് ആണ് ഫേമിലേക്ക് എന്ത് കൊടുക്കുക? ലാൻഡും ലേബറും ക്യാപിറ്റലും ഓണ്ടർപ്രണർഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ ആർക്ക് കൊടുക്കും? നമ്മുടെ ഫേമിന് കൊടുക്കുമ്പോൾ അതിന് റിവാർഡായിട്ട്, അതിന് പ്രതിഫലമായിട്ട് എന്ത് കൊടുക്കും? ലാൻഡിന് എന്താ കൊടുക്കുക? റെന്റ് കൊടുക്കും. ലേബറിന് എന്ത് കൊടുക്കുക? വേജസ് കൊടുക്കും. ക്യാപിറ്റൽ എന്താ കൊടുക്കുക? ഇൻട്രസ്റ്റ് കൊടുക്കും. ഓർഗനൈസേഷന് പ്രോഫിറ്റ് കൊടുക്കും. ഓക്കെ അല്ലേ. അപ്പൊ നമ്മുടെ ഹൗസ് ഹോൾഡ് ഫേമിന് ഈ സാധനങ്ങളൊക്കെ കൊടുക്കുമ്പോൾ, ഏത് ലാൻഡ്, ലേബർ ഇതൊക്കെ കൊടുക്കുമ്പോൾ തിരിച്ച് നമ്മുടെ ഫേം എന്ത് ചെയ്യും? തിരിച്ച് അതിന്റെ റിവാർഡ് കൊടുക്കും. അപ്പൊ ഇത് മണി രൂപത്തിലാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇത് മണി ഫ്ലോ ആണ്, ഇത് റിയൽ ഫ്ലോ ആണ്. ഓക്കെ ആണെങ്കിൽ ഈശി കാണിച്ചേ. യെസ്. ഇനി ഫേം എന്ത് ചെയ്യുന്ന അറിയോ? സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് തിരിച്ച് ആർക്ക് കൊടുക്കും? ഗുഡ്സ് ആൻഡ് സർവീസസ് ഉണ്ടാക്കിയിട്ട് ആർക്ക് വേണ്ടിയിട്ടാണ് കൊടുക്കണേ? ഹൗസ് ഹോൾഡിനല്ലേ, കുടുംബത്തിലേക്കല്ലേ കൊടുക്കേ? നിങ്ങൾ ഇങ്ങനെ ഇമാജിൻ ചെയ്യണ്ടേ, നമ്മുടെ രാജ്യത്ത് ഒരു സ്ഥാപനവും ഒരു കുടുംബേ ഉള്ളൂ, അങ്ങനെ ചിന്തിക്കണം. അപ്പൊ ആ കുടുംബത്തിലുള്ള എല്ലാ സാധനങ്ങളും എങ്ങോട്ട് പോകും? സ്ഥാപനത്തിലേക്ക് പോകും. സ്ഥാപനം ഉണ്ടാക്കിയ സാധനങ്ങൾ എങ്ങോട്ട് പോകും? കുടുംബത്തോട്ട് പോകും. മനസ്സിലായോ? അതാണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. ഇങ്ങനെ സർക്കിൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? സെറ്റായോ മക്കളെ? കൈവശിക്കേ. യെസ്. അപ്പൊ ഫേം ഉണ്ടാക്കിയ ഗുഡ്സ് ആൻഡ് സർവീസ് ആർക്ക് കൊടുക്കും? ഹൗസ് ഹോൾഡിന് കൊടുക്കുമ്പോൾ അതിന് ചെലവ് തിരിച്ച് ആർക്ക് കൊടുക്കും? ഫേമിന് കൊടുക്കും. എക്സ്പെൻഡിച്ചർ. അപ്പൊ ഈ ഹൗസ് ഹോൾഡ് കഷ്ടപ്പെട്ട് ഈ റെന്റ് ആയിട്ടും ലേബർ ആയിട്ടൊക്കെ ഫേമിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പൈസ തിരിച്ച് എങ്ങോട്ട് തന്നെ ചെല്ലണേ? ഫേമിലോട്ട് തന്നെ തരാം. അതാണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. ഒരു ഇൻകം സർക്കിൾ ആയിട്ട് ഫ്ലോ ചെയ്യാ. കത്തിയ മക്കളെ? ക്ലിയർ ആണെങ്കിൽ കൈശി കാണിച്ചേ. യെസ്. അപ്പൊ ഇത് പൈസയുടെ രൂപത്തിലായതുകൊണ്ട് ഇത് മണി ഫ്ലോ കേട്ടോ. ഇത് മണി ഫ്ലോ, ഇത് റിയൽ ഫ്ലോ. ഓക്കെ. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇതില് ഇൻകം മെത്തേഡ് ആണ് ഈ പറയുന്ന ലേബർ അതൊക്കെ എഴുതില്ലേ, ലേബറിനൊക്കെ കൊടുക്കുന്ന റിവാർഡ്, ഈ ഒരു ഏരിയ ഇൻകം മെത്തേഡ് ആണ് കേട്ടോ. ചിലപ്പോൾ എക്സാമിന് ഇത് നാഷണൽ ഇൻകം കാണാനുള്ള ഇതിൽ ഏത് മെത്തേഡാണ് ചിലപ്പോൾ ഏതോ ഒരു തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഏന്ന് കൊടുത്തിട്ട് ഏത് മെത്തേഡാണ് എന്ന് പറഞ്ഞാൽ മറ്റേതല്ലേ, വേജസ് റെന്റ് ഒക്കെ അല്ലേ, വേജസ് റെന്റ് ഒക്കെ വരുന്ന ഇൻകം മെത്തേഡിലല്ലേ. സോ ഇൻകം മെത്തേഡ് കേട്ടോ. പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ പ്രൊഡക്റ്റ് മെത്തേഡ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണേ, മാറിപ്പോകരുത്. യെസ്. അടുത്താണ് ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ്. സാറെ കാണിച്ചു. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം മക്കളെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഡയഗ്രാം മാത്രം വരച്ചാൽ പോരാ, നിങ്ങൾ അത് എക്സ്പ്ലെയിൻ ചെയ്യണം. എന്ത് പറയാ? there are 2 sectors in an economy, firm and household. ഒരു രാജ്യത്ത് 2 സെക്ടറുകളുണ്ട്, ഫേമും ഹൗസ് ഹോൾഡും. ഫേംസ് പ്രൊവൈഡ് ഫാക്ടർ സർവീസസ് ടു ഹൗസ് ഹോൾഡ് പ്രൊവൈഡ് ഫാക്ടർ സർവീസസ് ടു ഫേം കേട്ടോ. ഏതൊക്കെയാ? ലാൻഡ്, ലേബർ, ക്യാപ്. എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല, മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തു. ഒരു രാജ്യത്ത് 2 സെക്ടറുകളുണ്ട്, സ്ഥാപനവും കുടുംബവും. കുടുംബം എന്ത് ചെയ്യുന്നു? ലാൻഡ്, ലേബർ ഒക്കെ ആർക്ക് കൊടുക്കുന്നു? സ്ഥാപനത്തിന് കൊടുക്കുമ്പോൾ സ്ഥാപനം അതിനെ തിരിച്ച് അത് പ്രതിഫലം കൊടുക്കുന്നു. മനസ്സിലായോ? അങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കിയത് കേട്ടോ. അമൽകൃഷ്ണ, നിനക്ക് വേണ്ടി മലയാളം പറഞ്ഞു കേട്ടല്ലോ. ഓക്കെ. അടുത്താണ് നമ്മുടെ ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റും നെറ്റ് ഇൻവെസ്റ്റ്മെന്റ്. ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്ഥാപനത്തിലേക്ക് നമുക്ക് ഫാക്ടറീസോ ബിൽഡിംഗ് ഒക്കെ വേണം അല്ലേ. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ചെലവാക്കുന്ന പൈസയാണ് ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ്. ഈ ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റിന് തേയ്മാനം, ഡിപ്രീസിയേഷൻ കുറച്ച് കിട്ടുന്ന എമൗണ്ടിനെയാണ്
നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാം കേട്ടോ. ഇത് വൺ വേർഡ് ചിലപ്പോൾ ചോദിക്കാം. നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഈസ് ഈക്വൽ ടു ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് മൈനസ് ഡിപ്രീസിയേഷൻ. എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ കൈവശിക്കേ. നെക്സ്റ്റ് ടോപ്പിക് ആണ് ഇൻഡയറക്ട് ടാക്സും നെറ്റ് ഇൻഡയറക്ട് ടാക്സും. Indirect taxes are taxes imposed by the government on goods and services. നിങ്ങൾക്കറിയാം സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ഗവൺമെന്റ് ചുമത്തുന്ന ടാക്സ് ആണ് ഇൻഡയറക്ട് ടാക്സ് അല്ലെ. ഏതൊക്കെയാ? GST. നിങ്ങൾ കേട്ടില്ലേ GST? അത് ഇൻഡയറക്ട് ടാക്സ് ആണ് അല്ലെ. ഇമ്പോർട്ട് ഡ്യൂട്ടി, എക്സ്പോർട്ട് ഡ്യൂട്ടി, എക്സൈസ് ഡ്യൂട്ടി, GST ഇതെല്ലാം ഇൻഡയറക്ട് ടാക്സിന് എക്സാമ്പിൾ ആണ്. നെറ്റ് ഇൻഡയറക്ട് ടാക്സ് എന്ന് പറയുന്നത് എന്താ? ചില ആളുകൾക്ക് ഈ ടാക്സ് ഫുൾ അടയ്ക്കേണ്ട, അവർക്ക് ചിലപ്പോൾ സബ്സിഡി കിട്ടും. മനസ്സിലായോ? കുറച്ച് പൈസ കുറച്ചടച്ചാൽ മതി. അപ്പൊ ആ സബ്സിഡിയും കൂടി കുറച്ച് കിട്ടുന്ന ടാക്സിനെയാണ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് എന്ന് പറയാ. അപ്പൊ നെറ്റ് ഇൻഡയറക്ട് ടാക്സ് ആണല്ലോ ഇക്വേഷൻ എന്താ? ഇൻഡയറക്ട് ടാക്സിന് സബ്സിഡി കുറയ്ക്കുക. ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇനി ഇൻഡയറക്ട് ടാക്സ് കാണാൻ പറഞ്ഞല്ലോ. നെറ്റ് ഇൻഡയറക്ട് ടാക്സ് തന്നിട്ട് ഇൻഡയറക്ട് ടാക്സ് കാണാൻ പറഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? നെറ്റ് ഇൻഡയറക്ട് ടാക്സ് പ്ലസ് സബ്സിഡി ചെയ്യണം. കത്തിയോ? നേരെ തിരിച്ചു വരും കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചോളൂ. നേരെ തിരിച്ചും പഠിച്ചു വെച്ചോളൂ. അടുത്ത ക്വസ്റ്റൻ ആണ് ട്രാൻസ്ഫർ പേയ്മെന്റ്സ്. വാട്ട് ഈസ് ട്രാൻസ്ഫർ പേയ്മെന്റ്? എന്താ ട്രാൻസ്ഫർ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ മക്കളെ? ഒരു സർവീസസ് ചെയ്യാണ്ട് വെറുതെ കിട്ടുന്ന പൈസ. ട്രാൻസ്ഫർ പേയ്മെന്റ്സ് ആർ ദ യൂണിലാറ്ററൽ പേയ്മെന്റ്സ് ഫോർ വിച്ച് നോ സർവീസസ് ആർ റെൻഡേഡ്. കണ്ടോ? ഒരു സർവീസും കൊടുക്കാതെ നമുക്ക് കിട്ടുന്ന പേയ്മെന്റിനെയാണ്, ഗവൺമെന്റിന് കിട്ടുന്ന പേയ്മെന്റ് ആണ് ട്രാൻസ്ഫർ പേയ്മെന്റ്. എക്സാമ്പിൾ ഓൾഡ് ഏജ് പെൻഷൻ. ഈ വയസ്സ ആൾക്കാർക്കൊക്കെ പെൻഷൻ കിട്ടാറില്ലേ അല്ലേ? അവരെന്തെങ്കിലും സർവീസ് കൊടുത്തിട്ടാണ്, അവർ പണ്ട് കൊടുത്തിട്ടുണ്ടാവും, ഇപ്പൊ വെറുതെ ഇരിക്കുകയാണല്ലോ. അപ്പൊ അങ്ങനെ യൂണിലാറ്ററൽ ആയിട്ട് ഗവൺമെന്റ് കൊടുക്കുന്ന പേയ്മെന്റ് ആണ് ട്രാൻസ്ഫർ പേയ്മെന്റ്. എക്സാമ്പിള് ഓൾഡ് ഏജ് പെൻഷൻ. സ്കോളർഷിപ്പ് കിട്ടാറില്ലേ 10ാം ക്ലാസ്സിലൊക്കെ ഫുൾ മാർക്ക് മേടിക്കുമ്പോൾ? അത് നിങ്ങൾക്ക് +2 കഴിഞ്ഞിട്ട് കിട്ടും. അപ്പൊ നന്നായിട്ട് പഠിച്ച് ഫുൾ മാർക്ക് മേടിക്കണം എല്ലാവരും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവരോടും പറയാം നിങ്ങൾക്ക് ട്രാൻസ്ഫർ പേയ്മെന്റ് കിട്ടിയെന്ന് പറയാം കേട്ടോ. ആതിരാ ഓക്കെ. അപ്പൊ ട്രാൻസ്ഫർ പേയ്മെന്റ് കിട്ടി എന്ന് പറയണമെങ്കിൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടണം. അപ്പൊ സ്കോളർഷിപ്പ് ഒരു ട്രാൻസ്ഫർ പേയ്മെന്റ് ആണ്. അല്ല അൺഎംപ്ലോയ്മെന്റ് പെൻഷൻ, തൊഴിലില്ലാ വേതനം. തൊഴിലില്ലാത്തവർക്ക് എന്താ ഗവൺമെന്റ് കുറേശ്ശെ പൈസ വേതനം കൊടുക്കുന്നതാണ് അൺഎംപ്ലോയ്മെന്റ് പെൻഷൻ. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആണെങ്കിൽ കൈവശം കാണിച്ച ട്രാൻസ്ഫർ പേയ്മെന്റ്. മക്കളെ ഒരു എനർജറ്റിക് ആയിട്ട് കൈവശ്. ഓക്കെ സെറ്റ്. ഇനി നമ്മുടെ GDP കാണാനുള്ള 3 മെത്തേഡിലോട്ട് പോകാം. 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. യെസ്. നാഷണൽ ഇൻകം കാണാനായിട്ടുള്ള 3 മെത്തേഡ്സ്: പ്രൊഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. മക്കൾ ഇതിൽ ഏതെങ്കിലും 2 മെത്തേഡ് ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുക എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്, ചിലപ്പോൾ 3 ചോദിക്കാം. അപ്പൊ എന്ത് ചോദിച്ചാലും ആദ്യം എന്ത് എഴുതണം? GDP എന്താണെന്ന് എഴുതിയിട്ടേ ഈ മെത്തേഡിലോട്ട് വരാവൂ. ഓക്കെ അല്ലേ? പെർഫെക്റ്റ് ആൻസർ ആയിരിക്കും. GDP എന്ന് പറയുന്നത് ദ മണി വാല്യൂ ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ആൻ ഇക്കോണമി ഇൻ ആൻ ഇയർ. അല്ലെ? ഒരു വർഷത്തിൽ ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമാണ് GDP. GDP കാണാൻ താഴെ പറയുന്ന 3 മെത്തേഡുകൾ ഉപയോഗിക്കുന്നത്. ഫോളോയിങ് മെത്തേഡ്സ് ആർ യൂസ്ഡ് ഫോർ മെഷറിംഗ് GDP. ഏതൊക്കെയാ? ഇതുപോലെ വരച്ചു വെച്ചോ. അര പേജ് ഉപയോഗിക്കാം. പ്രൊഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ. മക്കളെ എവിടേക്ക് വരയ്ക്കാൻ പറ്റുമോ അവിടേക്ക് വരച്ച ചാർട്ട്. കാരണം ഇത് ലെങ്തി ആയിട്ട് ചിലപ്പോൾ കിട്ടത്തില്ല നമുക്ക് ചെയ്തു വരുമ്പോൾ. അതുകൊണ്ട് ലെങ്തി ആക്കാനാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറയുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? യെസ്. ഇതിന് ഹെഡിങ് കൊടുക്കുക പ്രൊഡക്റ്റ് മെത്തേഡ്. എന്താണ് പ്രൊഡക്റ്റ് മെത്തേഡ്? ഫസ്റ്റ് ഹെഡിങ് കൊടുത്തോ. പ്രൊഡക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് വാല്യൂ ആഡഡ് മെത്തേഡ്. ഇതിനെ വാല്യൂ ആഡഡ് മെത്തേഡ് എന്ന് പറയാം. അണ്ടർ ദിസ് മെത്തേഡ്, ഈ മെത്തേഡ് അനുസരിച്ച് ദ അഗ്രിഗേറ്റ് ഓഫ് ദ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ആഡിംഗ് ദ ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഈച്ച് പ്രൊഡക്ഷൻ യൂണിറ്റ്. ഓരോ പ്രൊഡക്ഷൻ യൂണിറ്റും ഉണ്ടാക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസ് ആഡ് ചെയ്ത് കിട്ടുന്ന എമൗണ്ടിനെയാണ് GDP എന്ന് പറയാ. അപ്പൊ GDP കാണാൻ വാല്യൂ ആഡ് കാണാൻ ഈ വട്ടം മോഡൽ എക്സാമിന് ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നില്ലേ? ഇല്ലേ? വാല്യൂ ആഡ് കാണാൻ എന്താ ചെയ്യണ്ടേ? വാല്യൂ ഓഫ് ഔട്ട്പുട്ടിൽ നിന്ന് പ്രൊഡക്ഷനിൽ നിന്ന് എന്ത് കുറയ്ക്കുക? ഇന്റർമീഡിയറ്റ് കൺസംഷൻ കുറയ്ക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ വട്ടം എക്സാമിന് ഉണ്ടായിരുന്നില്ല ഒരു 3 ഫേം തന്നെ. ഫേം A മോർണിംഗ് നമ്മൾ ചെയ്തായിരുന്നു. ഫേം B, ഫേം C. ഔട്ട്പുട്ട് വന്നു, ഇന്റർമീഡിയറ്റ് കൺസംഷൻ വന്നു. അപ്പൊ ഈ എമൗണ്ടിൽ നിന്ന് എന്ത് ചെയ്യുക? ഈ എമൗണ്ട് കുറച്ചാൽ മതി. ആ കിട്ടുന്ന എമൗണ്ട് ആണ് നമ്മുടെ വാല്യൂ ഓഫ് ഔട്ട്പുട്ട്. വാല്യൂ ആഡ്. കത്തിയോ? കൈവിശിക്ക്. അപ്പൊ വാല്യൂ ആഡ് കാണാൻ എന്താ ചെയ്യണ്ടേ? പ്രൊഡക്ഷനിൽ നിന്ന് ഈ പറയുന്ന ഇന്റർമീഡിയറ്റ് കൺസംഷൻ കുറയ്ക്കുക. അപ്പൊ നമുക്ക് വാല്യൂ ആഡഡ് കിട്ടും കേട്ടോ. GVA, ഗ്രോസ് വാല്യൂ ആഡഡ്. അപ്പൊ പ്രൊഡക്റ്റ് മെത്തേഡ് കഴിഞ്ഞില്ലേ? അടുത്തെന്താ? ഇൻകം മെത്തേഡ്. The income method is calculated by adding together all the factor income received by the owner of factors of production. Factors of production ന്റെ ഓണറിന് കിട്ടുന്ന എല്ലാ ഫാക്ടർ ഇൻകം കൂടി കൂട്ടിക്കിട്ടുന്ന എമൗണ്ട് ആണ് GDP. എന്നിട്ട് ഇക്വേഷൻ ചെയ്താ GDP is equal to W plus R plus IN plus P. കേട്ടോ ആയുഷേ? എന്നിട്ട് ഇക്വേഷൻ ചെയ്തിട്ട് എന്തെയ്യണം അറിയോ? കഴിഞ്ഞിട്ടില്ല. W എന്താണെന്ന് അടിയിൽ എഴുതണം. W is equal to wages. കണ്ടോ? അങ്ങനെ ലെങ്തി ആക്കണം. R is equal to rent, IN is equal to interest, P is equal to profit. കണ്ടോ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് കൂടുതൽ പേജ് യൂസ് ചെയ്യാലോ. കത്തിയോ? സെറ്റ് അല്ലേ?
യെസ്. അപ്പൊ ഇക്വേഷന്റെ അവിടെ ആരും വേജസ് പ്ലസ് റെന്റ് എന്ന് എഴുതരുത്. അങ്ങനെ എഴുതിയ പിന്നെ ഈ ഒരു എഴുതാനുള്ള അവസരം കിട്ടത്തില്ല. സോ ഡബ്ല്യു തന്നെ എഴുതാം, ആൽഫബറ്റ്സ് തന്നെ എഴുതിയിട്ട് അടിയിൽ ഓരോന്നും പെറുക്കി എടുത്ത് എഴുതാം. ഓക്കെ അല്ലേ മക്കളെ, സെറ്റ് അല്ലേ ശ്രീദേവി? യെസ്. അടുത്തത് നമ്മുടെ എക്സ്പെൻഡിച്ചർ മെത്തേഡ്, മൂന്നാമത്തെ മെത്തേഡാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. അണ്ടർ ദിസ് മെത്തേഡ് GDP is calculated by adding the final expenditure in the domestic territory of a country. ഒരു രാജ്യത്തിന്റെ ഫൈനൽ എക്സ്പെൻഡിച്ചർ എല്ലാം കൂടി കൂട്ടുമ്പോഴാണ് നമുക്ക് GDP കിട്ടുക. ഫൈനൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ ഏതൊക്കെ വിടും? C പ്ലസ് I പ്ലസ് G പ്ലസ് X മൈനസ് M. ഇങ്ങനെ എഴുതിയിട്ട് ഓരോ ലെറ്ററും പെറുക്കി എടുത്ത് എഴുതണം താഴെ വിട്ടിട്ടോ, ലെങ്തി ആക്കാൻ. ഏതൊക്കെയാ? C എന്ന് പറഞ്ഞാൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ, കൺസംഷൻ എക്സ്പെൻഡിച്ചർ. I എന്ന് പറഞ്ഞാൽ എന്താ? ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ. അടുത്ത എന്താ? G എന്ന് പറഞ്ഞാൽ എന്താ? ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ. G is equal to ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ. X പറഞ്ഞാൽ എക്സ്പോർട്ട്, M എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ട്. ഈ എക്സ്പോർട്ടിൽ നിന്ന് ഇമ്പോർട്ട് കുറയ്ക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നെറ്റ് എക്സ്പോർട്ട് എന്ന് പറയാം. അതാണ് NX കിടക്കണം കേട്ടോ, നെറ്റ് എക്സ്പോർട്ട്. ഓക്കെ ആണെങ്കിൽ ഒന്ന് കൈവശി കാണിച്ച് എല്ലാവരും. യെസ്. കഴിഞ്ഞിട്ടില്ല, SA ക്വസ്റ്റിനെ ചോദിക്കണമെങ്കിൽ കഴിഞ്ഞിട്ടില്ല. ഫൈനൽ ആൻസറിലേക്ക് വരാം. 3 മെത്തേഡിൽ ചെയ്താലും വരച്ചു പറയും മക്കളെ. ഈ ഫിഗറും കൂടി വരച്ചു വെക്കാം ബോക്സ് ആയിട്ട്, പകുതി പേജ് ഉപയോഗിക്കാം. ഈ ഫിഗറുകൾ വരയ്ക്കാം. പ്രൊഡക്റ്റ് മെത്തേഡിൽ ചെയ്താലും ഇൻകം മെത്തേഡിൽ ചെയ്താലും എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ ചെയ്താലും GDP സെയിം ആയിരിക്കും. ഓക്കെ അല്ലേ? ഇതും കൂടി എഴുതിയാലേ നമ്മുടെ ഫൈനൽ കൺക്ലൂഷൻ എത്തുള്ളൂ. അക്സ സെയിം ക്ലിയർ ആയോടാ? അപ്പൊ 8 മാർക്കിന് ചോദിച്ചാൽ ഈ പറയുന്ന ഈ ഒരു ഫിഗറും കൂടി ഒരു 3 ബോക്സ് വരയ്ക്കുക, എന്നിട്ട് ഇക്വേഷൻ എഴുതി വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് GDP സെയിം ആയിരിക്കും. ഓക്കെ, ഡൗട്ട് ഉള്ള റീസെൻഡ് ചെയ്തു. ആർക്കെങ്കിലും ഈ GDP ആൻസർ എഴുതുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ റീസെൻഡ് ചെയ്തു. യെസ്, അക്സ സെയിം ചോദിച്ച മോനെ. ആ ആ അതെ, ആ സിഗ്മ GVA എന്ന് എഴുതിയാലും മതി, അല്ലെങ്കിൽ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് മൈനസ് ഇന്റർമീഡിയറ്റ് കൺസംഷൻ എഴുതിയാലും മതി കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ തവണ എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. GDP is not a good measure of welfare. കേട്ടോ, ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം. GDP is not a indicator of welfare. വെൽഫെയർ മെഷർ ചെയ്യാനായിട്ടുള്ള നല്ലൊരു ഇൻഡിക്കേറ്റർ അല്ല GDP. എന്തുകൊണ്ട്? ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ മക്കളെ ഇങ്ങനെ 2 രീതിയിൽ ചോദിക്കാം. ഇൻഡിക്കേറ്റർ എവിടെയെങ്കിലും കണ്ടാ, ഇൻഡിക്കേറ്റർ ഏതെങ്കിലും ക്വസ്റ്റിൽ കണ്ടാ അത് ഈ ക്വസ്റ്റ്യനാ കേട്ടോ. അതുപോലെ തന്നെ GDP is not a good measure of welfare. വെൽഫെയർ അളക്കാനായിട്ടുള്ള നല്ലൊരു ഉപാധിയല്ല GDP. എന്തുകൊണ്ട്? ഈ 4 പോയിന്റ് ആദ്യം എഴുതുക, ഈ 4 പോയിന്റ് ഹെഡിങ് തിരിച്ച് എഴുതുക. എന്താ? ഇൻഇക്വാലിറ്റീസ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം, GDP ആൻഡ് നോൺ മോണിറ്ററി എക്സ്ചേഞ്ചസ്, GDP ആൻഡ് ഹാംഫുൾ ഗുഡ്സ്, GDP ആൻഡ് എക്സ്റ്റേണാലിറ്റീസ്. ഓക്കെ അല്ലേ മക്കളെ? ഈ 4 പോയിന്റ് എഴുതിയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓരോ നമുക്ക് നോക്കാം. ഇൻഇക്വാലിറ്റീസ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം നമ്മുടെ രാജ്യത്തുള്ള ആളുകൾക്കെല്ലാം ഒരേപോലെയാണോ ഇൻകം കിട്ടുന്നത്? അല്ലല്ലോ, അല്ലേ? ഇപ്പൊ ഒരാൾക്ക് മാത്രം ഇൻകം കൂടുതൽ കിട്ടി, ഒരാൾക്ക് ഇപ്പൊ എനിക്ക് മാത്രം കൂടുതൽ വരുമാനം കിട്ടി, കോടികൾ എനിക്ക് വരുമാനം കിട്ടി. പക്ഷെ GDP കൂട്ടിയപ്പോൾ എന്ത് സംഭവിച്ചു? GDP കൂടിയില്ലേ? എൻ്റെ ഒരു ഇൻകം കൂടിയത് കൊണ്ട് മാത്രം GDP കൂടില്ലേ മക്കളെ? കൂടില്ലേ? കൂടും. അപ്പൊ നമുക്ക് എൻ്റെ ഇൻകം കൂടിയപ്പോൾ GDP കൂടി. അപ്പൊ GDP കൂടിയത് കൊണ്ട് എല്ലാവരുടെയും വെൽഫെയർ കൂടി എന്ന് പറയാൻ പറ്റുമോ? എൻ്റെ മാത്രമല്ലേ വെൽഫെയർ കൂടിയിട്ടുള്ളൂ, ശരിയല്ലേ? അതാണ് ഇൻഇക്വാലിറ്റീസ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ. 2, GDP ആൻഡ് നോൺ മോണിറ്ററി എക്സ്ചേഞ്ചസ്. അതായത് നോൺ മോണിറ്ററിയിലെ മണി രൂപത്തിലല്ലാത്ത എക്സ്ചേഞ്ചസ് നമ്മൾ GDP ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, അല്ലേ? ഇപ്പൊ ഹൗസ് വൈഫ് വർക്ക് ചെയ്യുന്നത്, അല്ലേ, നമ്മൾ GDP ഇൻക്ലൂഡ് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ അത് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നാൽ പോലും GDP ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പൊ അതൊരു ലിമിറ്റേഷൻ ആയിട്ട് നമുക്ക് പറയാം. 3, GDP ആൻഡ് ഹാംഫുൾ ഗുഡ്സ് ആണ് മക്കളെ. നമ്മുടെ ഹെൽത്തിന് ഹാംഫുൾ ആയിട്ടുള്ള സിഗരറ്റ്, ആൽക്കഹോള്. ഇപ്പൊ സിഗരറ്റിന്റെ ഒക്കെ ഉൽപാദനം, പ്രൊഡക്ഷൻ കൂടി. സിഗരറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗുഡ് അല്ലേ? ആൽക്കഹോൾ ഒരു ഗുഡാണ്, അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് GDP എന്ന് പറഞ്ഞാൽ എന്താ? മണി വാല്യൂ ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ്. ആ ഗുഡ്സിൽ സിഗരറ്റും ആൽക്കഹോളും പെടില്ലേ? അപ്പൊ സിഗരറ്റിന്റെയും ആൽക്കഹോളിന്റെയും ഉൽപാദനം കൂടുമ്പോൾ GDP കൂടുമല്ലോ. എന്ന് കരുതിയിട്ട് എല്ലാവരുടെയും വെൽഫെയർ കൂടി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് നമുക്ക് ഒരു വെൽഫെയർ ഉണ്ടാവുന്നില്ല, അല്ലേ? അതാണ് GDP ആൻഡ് ഹാംഫുൾ ഗുഡ്സ്. അടുത്ത GDP ആൻഡ് എക്സ്റ്റേണാലിറ്റീസ് ആണ് മക്കൾ. ഈ എക്സ്റ്റേണാലിറ്റീസ് 2 എണ്ണം ഉണ്ട് കേട്ടോ. നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. ചിലപ്പോൾ ഏതോ ഒരു തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 2 types ഓഫ് എക്സ്റ്റേണാലിറ്റീസ്. നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റീസ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. ഇപ്പൊ നിങ്ങളുടെ നാട്ടില് ഒരു ഫാക്ടറി വന്നു, അതൊരു പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി ആണ്, അല്ലെ? ഫാക്ടറി വരുമ്പോൾ ഒരുപാട് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഒരു നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റിന്റെ പൊല്യൂഷൻ വരും, അല്ലേ? ഇപ്പൊ എയർ പൊല്യൂഷൻ വരാം, എയർ അല്ല വാട്ടർ പൊല്യൂഷൻ വരാം, സൗണ്ട് പൊല്യൂഷൻ ഒക്കെ വരാം. അതൊക്കെയാണ് നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റീസ്. ക്ലിയർ ആണെങ്കിൽ കൈവശി കാണിച്ചേ.
യെസ്, നെക്സ്റ്റ് ടോപ്പിക്. ഇനി കുറച്ച് ഇക്വേഷൻസ് ആണ്. ഇത് മാച്ച് ദ ഫോളോയിങ്ങിൽ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അത് നാളെ മോർണിംഗിലേക്ക് ഞാൻ മാച്ച് ദ ഫോളോയിങ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ നിന്ന്. അപ്പോൾ എല്ലാവരും ഇത് പഠിക്കുന്ന നാളെ മോർണിംഗിൽ ആ മാച്ച് ദ ഫോളോയിങ് നിങ്ങൾ പറയണം ഉത്തരം കേട്ടോ. നോക്കി മക്കളെ, GDP-MP എന്ന് പറഞ്ഞ എന്താ? ഗ്രോസ് ആണ് അല്ലേ. ഈ ഗ്രോസ് ഇല്ലേ, ഗ്രോസ്, ഈ ജി ഇല്ലേ, ജി, ഈ ഗ്രോസിനെ നമുക്ക് നെറ്റ് ആക്കണം. ഗ്രോസിനെ എന്താക്കണം? ജി മാറ്റി നെറ്റ് ആക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? നെറ്റ് ആക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി മക്കളെ? ഡിപ്രീസിയേഷൻ കുറയ്ക്കുക. ഓക്കെ ആണെങ്കിൽ കഴിച്ച് കാണിച്ചേ. യെസ്, അപ്പൊ നെറ്റിനെ ഗ്രോസ് ആക്കാനോ ഡിപ്രീസിയേഷൻ കൂട്ടുക. സെറ്റ് അല്ലേ? അപ്പൊ GDP-MP-യിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ച് NDP-MP കിട്ടും. GDP-FC ഡിപ്രീസിയേഷൻ കുറച്ച് NDP-FC കിട്ടും. അപ്പൊ ജി മാറ്റിയിട്ട് ജി വേണ്ട, നമുക്ക് N ആക്കണം, നെറ്റ് ആക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യണം. നെറ്റിൽ നിന്ന് നേരെ തിരിച്ച് റിവേഴ്സ് ജിയിലേക്ക് വരാൻ എന്താ ചെയ്യേണ്ട സാധന? ഡിപ്രീസിയേഷൻ കൂട്ടണം, ആഡ് ബാക്ക് ചെയ്യണം. ഓക്കെ ആണെങ്കിൽ കഴിച്ച് കാണിച്ച എല്ലാവരും. അപ്പൊ ഇക്വേഷൻ സെറ്റ് ആയില്ലേ? നമ്മൾ ഇവിടെ തന്നെ 8 ഇക്വേഷൻ പഠിച്ചിട്ടോ. ഇത് 4 എണ്ണം തിരിച്ച് 4 എണ്ണം, അങ്ങനെ 8 ഇക്വേഷൻ പഠിച്ചു കേട്ടോ. 8 ഇക്വേഷൻ ക്ലിയർ ആയോ? താരിഖ് ഇയാദെ? ഓക്കെ, അടുത്ത ഇക്വേഷൻ. ഇനി ഡി ആണ് കേട്ടോ. ഡൊമസ്റ്റിക്. ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിലനിർത്താം, വിത്തിൻ നേഷൻ അല്ലെ, രാജ്യത്തിനകത്ത്. ഈ ഡൊമസ്റ്റിക്കിൽ നിന്ന് എനിക്ക് നാഷണൽ ആക്കണം, ദേശീയ രീതിയിലാക്കണം, അന്തർദേശീയ ആക്കണം. മനസ്സിലായോ? അപ്പൊ എന്ത് ചെയ്യണം? എനിക്കിനെ NFI കൂട്ടണം, പുറത്തുനിന്നുള്ള വരുമാനം കൂടി കൂട്ടിയല്ലേ നാഷണൽ ആവാം. സോ ഡൊമസ്റ്റിക് നടുക്കത്തെ ഡി മാറ്റിയിട്ട് എന്താക്കണം എനിക്ക്? നടുക്കത്തെ ഡി മാറ്റിയിട്ട് എന്താക്കണം എനിക്ക്? എന്നാക്കണം. മനസ്സിലായോ? അപ്പൊ ഡൊമസ്റ്റിക് മാറ്റി എനിക്ക് നാഷണൽ ആക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം? NFI കൂട്ടണം. ഓക്കെ ആണെങ്കിൽ കഴിച്ച് കാണിച്ചേ. ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലകത്ത് നടത്തും, പുറത്തുനിന്നുള്ള വരുമാനം കൊണ്ട് കൂട്ടുമ്പോൾ നമുക്ക് നാഷണൽ ആവുള്ളൂ കേട്ടോ. ഓക്കെ അല്ലേ? ഇനി നാഷണലിൽ നിന്ന് ഡൊമസ്റ്റിക്കിലേക്ക് വരെ എന്താ ചെയ്യണ്ടേ? NFI മൈനസ് ചെയ്യാം. അപ്പൊ 8 + 8 16 ഇക്വേഷൻ. ഓക്കെ അല്ലേ മക്കളെ? 16 ഇക്വേഷൻ പഠിച്ചോ? കഴിച്ച് കാണിച്ചേ. ഓക്കെ, അടുത്ത 8 ഇക്വേഷൻ. GDP-MP. മക്കളെ, MP-യിൽ നിന്ന് മാർക്കറ്റ് പ്രൈസ്. മാർക്കറ്റിൽ ഒരു സാധനം നമ്മൾ വിൽക്കുക, ടാക്സ് കൂട്ടിയിട്ടല്ലേ മാർക്കറ്റിൽ വിൽക്കുക. ആണെങ്കിൽ കഴിച്ച് കാണിച്ചേ. ഒരു പ്രൊഡക്റ്റ് ഞാൻ 5 രൂപയ്ക്ക് ഉണ്ടാക്കി മക്കളെ. 5 രൂപയ്ക്ക് ഉണ്ടാക്കിയ സാധനം 5 രൂപയാണ് കോസ്റ്റ് കേട്ടോ. ആലോചിച്ചോ, കോസ്റ്റ് 5 രൂപയാണേ. 5 രൂപയ്ക്ക് ഞാൻ ഈ ഒരു പേന ഉണ്ടാക്കി. ഓക്കെ അല്ലേ? ഈ പേനയ്ക്ക് ലാഭവും എല്ലാം കൂടി കൂട്ടി ടാക്സ് ഒക്കെ കൂട്ടിയിട്ടല്ലേ മാർക്കറ്റിൽ വിൽക്കുക അല്ലേ? അപ്പൊ ടാക്സ് അടയ്ക്കണം ഗവൺമെന്റിലോട്ട്. അപ്പൊ ടാക്സ് ഒരു 2 രൂപ. അപ്പൊ 7 രൂപയ്ക്കായിരിക്കും നമ്മുടെ മാർക്കറ്റിലെ വില. ഓക്കെ അല്ലേ? മാർക്കറ്റ് പ്രൈസ്. അപ്പോ മാർക്കറ്റ് വിലയിൽ നിന്ന് കോസ്റ്റിലേക്ക് വരാൻ എന്താ ചെയ്യണ്ടേ? മാർക്കറ്റ് വിലയിൽ നിന്ന് കോസ്റ്റിലേക്ക് വരാൻ എന്താ ചെയ്യണ്ടേ? മാർക്കറ്റ് വിലയിൽ നിന്ന് ഫാക്ടർ കോസ്റ്റിലേക്ക് വരാൻ എന്താ ചെയ്യണ്ടേ? മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ഫാക്ടർ കോസ്റ്റിലേക്ക് വരാൻ 7 രൂപയിൽ നിന്ന് 2 കുറയ്ക്കണം, 5 ആക്കണം അല്ലേ? അപ്പൊ ടാക്സ് കുറയ്ക്കണം. ഓക്കെ ആണെങ്കിൽ കഴിച്ച് കാണിച്ച എല്ലാവരും. യെസ്, അപ്പോൾ മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ടാക്സ് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് കോസ്റ്റിലേക്ക് വരിക. കോസ്റ്റിന്റെ കൂടെ ടാക്സ് കൂട്ടുമ്പോഴാണ് മാർക്കറ്റ് പ്രൈസിലേക്ക് വരിക. സെറ്റ് ആണെങ്കിൽ കഴിച്ച് കാണിച്ചേ. മൊത്തം ടോട്ടലി 24 ഇക്വേഷൻസ്. ഓക്കെ അല്ലേ? 24 ഇക്വേഷനിൽ ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് വരാം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? മാറിപ്പോകില്ലല്ലോ എല്ലാവർക്കും? ഓക്കെ അല്ലേ? കഴിച്ചിക്കേ. യെസ്, ഓക്കെ. നെക്സ്റ്റ് ടോപ്പിക് ആണ് നമ്മുടെ പേഴ്സണൽ ഇൻകവും പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകവും. സാറേ കാണിച്ചു. എന്താ പേഴ്സണൽ ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാഷണൽ ഇൻകം ഉണ്ട്, നെറ്റ് പ്രൊഡക്റ്റിൽ നിന്ന് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റും നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെന്റും കോർപ്പറേറ്റ് ടാക്സും കുറച്ചിട്ട് ട്രാൻസ്ഫർ പേയ്മെന്റ് കൂട്ടണം. ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചോളൂ. കാരണം എല്ലാം ഡയറക്ട്ലി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും, വെറുതെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ ഇൻട്രസ്റ്റ് പേയ്മെന്റ്, അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് ഇതൊക്കെ കുറച്ചിട്ട് ട്രാൻസ്ഫർ പേയ്മെന്റ് മാത്രം ആഡ് ചെയ്യാം കേട്ടോ. ബാക്കിയൊക്കെ കുറയ്ക്കുക, ട്രാൻസ്ഫർ പേയ്മെന്റ് മാത്രം ആഡ് ചെയ്യാം കേട്ടോ. ഇക്വേഷൻ കിട്ടിയ എല്ലാവർക്കും? യെസ് സാർ. അടുത്തത് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം കാണാൻ പേഴ്സണൽ ഇൻകത്തിൽ നിന്ന് പേഴ്സണൽ ടാക്സും പേഴ്സണൽ നോൺ ടാക്സും കുറയ്ക്കുമ്പോൾ നമുക്ക് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം കിട്ടും കേട്ടോ. പേഴ്സണൽ ടാക്സ് ഒരാൾ പേഴ്സണൽ ടാക്സ് എപ്പോഴും അടയ്ക്കുക? ഇൻകം ടാക്സ് അല്ലേ അടയ്ക്കുക? ഇനി നോൺ ടാക്സ് ആണ് ഫൈനും പെനാലിറ്റീസും കേട്ടോ. നമ്മൾ മറ്റൊരു ബജറ്റിൽ പഠിക്കുന്നുണ്ട് കേട്ടോ. റവന്യൂ റെസിറ്റ് ആണ് ഇൻകം ടാക്സും ഫൈന് പെനാൽറ്റി ഒക്കെ കേട്ടോ. അപ്പോൾ ഈ പറയുന്ന ടാക്സ് ഒക്കെ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം കിട്ടും. ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? അടുത്താണ് GDP. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ 2 വഴികളുണ്ട്. ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരാം. GDP അറ്റ് കറന്റ് പ്രൈസ് അല്ലെ, ഈ വട്ടത്തെ പ്രൈസ്, ഈ വർഷത്തെ പ്രൈസ്, അതാണ് നോമിനൽ GDP എന്ന് പറയാം കേട്ടോ. നോമിനൽ GDP എന്ന് പറയാം കറന്റ് പ്രൈസ് ആണ്. സിഗ്മ P1 നമ്മൾ പഠിച്ചിട്ടില്ലേ? P1 കറന്റ് ഇയർ പ്രൈസ്. ഇനി ബേസ് ഇയർ പ്രൈസിനെയാണ് P0 എന്ന് പറയുക. ഇതാണ് കോൺസ്റ്റന്റ് പ്രൈസ് അഥവാ റിയൽ GDP. നോക്കി, മണി വാല്യൂ ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് കറന്റ് ഇയർ പ്രൈസ്. ഈ വർഷത്തെ വിലയുടെ അടിസ്ഥാനത്തിലാണ് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മണി വാല്യൂ കണക്കാക്കുന്നതെങ്കിൽ അതിനെ നോമിനൽ GDP എന്ന് പറയും. ഇനി ബേസ് ഇയറിന്റെ വിലയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ അതിനെന്താ വിളിക്കുക? റിയൽ GDP എന്നാണ് പറയുക, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് പ്രൈസ്. ഓക്കെ അല്ലേ?
ഇത് രണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സാധനമാണ് സാർ അടുത്ത് കാണിച്ചോ GDP ഡിഫ്ലേറ്റർ. ഇതിനൊരു പ്രോബ്ലം വരാറുണ്ട്, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ വാട്ട് ഈസ് GDP ഡിഫ്ലേറ്റർ എന്ന് പറയുന്നത് പറയും നോമിനൽ GDPയും റിയൽ GDPയും തമ്മിലുള്ള പ്രൊപ്പോർഷൻ റേഷ്യോ. ഇറ്റ് ഈസ് എ റേഷ്യോ ബിറ്റ്വീൻ നോമിനൽ GDP ടു റിയൽ GDP ആണ് GDP ഡിഫ്ലേറ്റർ. മക്കൾ ഇത് രണ്ട് ക്വസ്റ്റിന്റെ ഒരു വാല്യൂ വെറുതെ ഡിവൈഡ് ചെയ്താൽ മതി കേട്ടോ. നോമിനൽ ആണ് മുകളിൽ വരണ്ടേ, അതായത് കറണ്ട് ഇയർ പ്രൈസ് മുകളിലും ബേസ് ഇയർ പ്രൈസ് അടിയിലും വരണം കേട്ടോ. ഈ വർഷത്തെ മുകളിൽ വരണം, അടിയിൽ കഴിഞ്ഞ വർഷത്തെ കേട്ടോ ബേസ് ഇയർ പ്രൈസ്. അപ്പൊ കറണ്ട് ഇയർ പ്രൈസിൽ നിന്ന് സിഗ്മ P1 ബൈ സിഗ്മ P0 പഠിച്ചിട്ടില്ലേ നമ്മൾ കഴിഞ്ഞ വർഷം? സിഗ്മ P1 ബൈ സിഗ്മ P0 ഇൻറ്റു 100 പഠിച്ചിട്ടില്ലേ ഇൻഡെക്സ് നമ്പറിൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ? അത് തന്നെ നോമിനൽ GDP ബൈ റിയൽ GDP ഇൻറ്റു 100, അല്ലെങ്കിൽ GDP അറ്റ് കറണ്ട് പ്രൈസ് ഡിവൈഡ് ബൈ GDP അറ്റ് കോൺസ്റ്റന്റ് പ്രൈസ് ഇൻ 100. ഇതിന് പകരം ഇങ്ങനെ തരാം, ക്യാപിറ്റൽ ലെറ്റർ GDP എന്ന് പറഞ്ഞാൽ അത് കറണ്ട് ഇയർ പ്രൈസാ, സ്മോൾ ലെറ്റർ GDP എന്ന് പറഞ്ഞാൽ എന്താ ബേസ് ഇയർ പ്രൈസ് ഇൻറ്റു 100. ഇത് ഇക്വേഷൻ ആണ് കേട്ടോ ഇതിന്റെ. ഓക്കെ അല്ലേ നമുക്ക്? അപ്പൊ 3 ഇക്വേഷൻസ് ഉണ്ട്. ഈ 3 ഇക്വേഷൻസും എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ ഒന്ന് ഈസി കാണിച്ചേ. അതിന്റെ ഒരു പ്രോബ്ലം കാണിക്കാം സാറേ. പ്രോബ്ലം കാണിച്ചു ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണ്. നെക്സ്റ്റ് യെസ്, ഇത് നിങ്ങളുടെ GDP കാണാനുള്ള ഒരു പ്രോബ്ലം ആണ്. അത് ഓൾറെഡി നമുക്ക് ഇക്വേഷൻ വെച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. നമുക്ക് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഉണ്ട്, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ ഉണ്ട്, എക്സ്പോർട്ട് ഉണ്ട്, ഇമ്പോർട്ട് ഉണ്ട്. അപ്പൊ ഇത് ഏത് മെത്തേഡ് വെച്ച് GDP കാണാം? ഏത് മെത്തേഡാ? C+I+G+X-M. ഏതാ? എക്സ്പെൻഡിച്ചർ മെത്തേഡ് ആണ് അല്ലേ? അപ്പൊ എക്സ്പെൻഡിച്ചർ മെത്തേഡ് നിങ്ങൾക്ക് ഇക്വേഷൻ അറിയാലോ, C+I+G+X-M. അപ്പൊ C എന്ന് പറഞ്ഞാൽ കൺസംഷൻ 6500, G എന്ന് പറഞ്ഞാൽ 5000, I 4000 പ്ലസ് എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് 600 900 കുറച്ച് -300. ചെയ്യും ആൻസർ എന്ത് കിട്ടും? 15200. ഓക്കെ അല്ലേ? ഈ പ്രോബ്ലം എങ്ങനെ ഈ അടുത്ത കാലങ്ങളിൽ ചോദിച്ചിട്ടില്ല, പക്ഷെ മേ ബി ചോദിക്കാം. ഓക്കെ അല്ലേ? ഇക്വേഷനിൽ ഡയറക്ട്ലി അപ്ലൈ ചെയ്താൽ മതി. എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ ഈസി കാണിച്ചേ. സാർ അടുത്ത് കാണിച്ചു. യെസ്, വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ചെയ്യുന്ന ഇന്റർമീഡിയറ്റ് കൺസംഷൻ കുറച്ച് എന്താ പറയാ? ഗ്രോസ് വാല്യൂ ആഡഡ്. ശരിയല്ലേ? ടേം എഴുതാൻ പറയും കേട്ടോ. വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ചെയ്യുന്ന ഇന്റർമീഡിയറ്റ് കൺസംഷൻ കുറച്ചാൽ എന്താണ് മക്കളെ? വാല്യൂ ആഡഡ് ആണ് കിട്ടുക കേട്ടോ. GDP പ്ലസ് NFI കൂട്ടി എന്താ കിട്ടുക? GDPയുടെ കൂടെ NFI കൂട്ടി എന്താ കിട്ടുക? GNP ആണെങ്കിൽ അല്ല, GNP അല്ലേ ഡൊമസ്റ്റിക്കിനാണ്. യെസ്, NP നെറ്റ് അല്ലേ വരിക? നാഷണൽ പ്രൊഡക്റ്റ് അല്ലേ വരിക? യെസ്. ഇനി അടുത്തത് GNP ഡിപ്രീസിയേഷൻ കുറച്ച് എന്താ വരിക? G മാറും അല്ലെ? ഡിപ്രീസിയേഷൻ കുറച്ച് G മാറി എന്താവും? ഗ്രോസ് മാറി N ആവും അല്ലെ? അപ്പൊ NNP വരും. കത്തിയില്ലേ? ABC കാണിച്ചേ. ഇനി NNP MP നെറ്റ് ഇൻഡയറക്ട് ടാക്സ് കുറച്ചാൽ NNP FC. ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? എനർജറ്റിക് ആയിട്ട് കഴിച്ച് കാണിച്ചേ. അപ്പൊ ഈ ടേം എഴുതാൻ വരാറുണ്ട്. ഇങ്ങനെ ടേം എഴുതാൻ വരും മക്കളെ, നന്നായി പഠിച്ചിട്ട് പോവുക. ആ ഇക്വേഷൻ ഓർമ്മ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്താ രോഹിത് ചോദിച്ചോ? ചോദിച്ചോ മോനെ? രോഹിത് വേഗം പറയൂ. അടാ ഡൊമസ്റ്റിക് അല്ലേ? ഡൊമസ്റ്റിക്കിനോട് പുറത്തുനിന്നുള്ള വരുമാനോട് കൂട്ടുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? നാഷണൽ അല്ലേ കിട്ടുക? GNP അല്ലേ കിട്ടുക? നാഷണൽ N ആവും. കത്തിയാ? ഡിപ്രീസിയേഷൻ നമുക്ക് എന്താ ചെയ്യാ? G മാറി, ഗ്രോസ് മാറി NNP ആവും, നെറ്റ് ആവും. ഓക്കെ. ഇൻഡയറക്ട് ടാക്സ് പോകുമ്പോൾ FC ആവും, ഫാക്ടർ കോസ്റ്റ്. ഓക്കെ ഓക്കെ അല്ലേ മക്കൾ? എല്ലാവർക്കും സെറ്റ് ആണെങ്കിൽ എനർജറ്റിക് ആയിട്ട് കഴിച്ച് കാണിച്ചേ. മാറിപ്പോവരുത് ഇക്വേഷൻസ്. ഓക്കെ, ഇനി നമുക്ക് സ്റ്റോക്ക് എന്നും ഫ്ലോ എന്നും തരംതിരിക്കാനായിട്ട് വരും. മൈക്രോ മാക്രോ തരംതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയും വരാം. അപ്പൊ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. വെൽത്ത് ഏതിലെ വരാന്ന് അറിയാം. ഓൾറെഡി നേരത്തെ മാച്ച് ദ ഫോളോയിങ്ങിന് പറഞ്ഞാണ്. സ്റ്റോക്കാണ്, ഇൻകം ഓഫ് എ ഹൗസ് ഹോൾഡ്, കൺസംഷൻ, ക്യാപിറ്റൽ എന്താണ്? സ്റ്റോക്കാണ്, മണി സപ്ലൈ, ക്യാപിറ്റൽ ഫോർമേഷൻ, ഇൻവെന്ററീസ്, സേവിങ്സ് ഓഫ് ഹൗസ്. ഇതൊക്കെ പഠിച്ചു വെക്കുക കേട്ടോ. അടുത്താണ് ഞാൻ പ്രോബ്ലം പറഞ്ഞത്. നമുക്ക് നോമിനൽ GDP തന്നിട്ടുണ്ട്. എത്ര? 1650. റിയൽ GDP 1100. എങ്കിൽ GDP ഡിഫ്ലേറ്റർ എങ്ങനെ കാണാം മക്കളെ? നോമിനലാണ് മുകളിൽ എഴുതേണ്ടത് കേട്ടോ. നോമിനൽ മുകളിലാണ് എഴുതേണ്ടത്. ഓക്കെ അല്ലേ? അടിയിൽ റിയൽ എഴുതണം. ഓക്കെ, അപ്പൊ നോമിനൽ 1650 ബൈ 1000. മക്കളെ ഡിവൈഡ് ചെയ്താൽ മാത്രം പോരാ, ഇൻറ്റു 100 ചെയ്യണം. കാരണം ഇതിന്റെ ആൻസർ നമ്മൾ പെർസെൻറ്റേജിലാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ 150% എന്ന് പറഞ്ഞാൽ ബേസ് ഇയറിനെ വെച്ച് നോക്കുമ്പോൾ 50% പ്രൈസ് കൂടി എന്നർത്ഥം. മനസ്സിലായോ? 100 കുറയ്ക്കുക. 150 അല്ലേ വന്നേക്കണേ? അപ്പൊ 100 കുറച്ചാൽ നമുക്ക് ആ 50 കിട്ടില്ലേ? അപ്പോൾ ബേസ് ഇയറിനെ വെച്ച് നോക്കുമ്പോൾ സാധനങ്ങളുടെ വാല്യൂ അല്ലെങ്കിൽ GDP 50% കൂടി. ഓക്കെ ആണെങ്കിൽ കൈസി കാണിച്ച എല്ലാവരും. യെസ്, അതേപോലെയുള്ള അടുത്ത ഒരു പ്രോബ്ലം ആണത്. കണ്ടോ? കറണ്ട് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ? GDP കറണ്ട് പ്രൈസ് പറഞ്ഞാൽ നോമിനൽ GDP ആണ് കേട്ടോ. ഈ വർഷത്തെ വില കോൺസ്റ്റന്റ് പ്രൈസ് പറഞ്ഞാൽ ബേസ് ഇയർ ആണ്. അപ്പൊ 8500 ബൈ 7000 ഇൻറ്റു 100 ചെയ്യുക. അപ്പൊ 121. അതിനർത്ഥം 21% പ്രൈസ് കൂടി. ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? ഓക്കെ, അപ്പൊ നാഷണൽ ഇൻകം കഴിഞ്ഞു. നമ്മുടെ ഇത്രേ നാഷണൽ ഇൻകത്തിലുള്ളൂ. ഇത് കഴിഞ്ഞപ്പോൾ ഒരു ആശ്വാസം അല്ലേ? യെസ്. അടുത്ത നമ്മുടെ മണി ആൻഡ് ബാങ്കിങ് ആണ്. മണി ആൻഡ് ബാങ്കിങ് കുറച്ചെടുത്തിട്ട് ബ്രേക്ക് തരാം കേട്ടോ. മണി ആൻഡ് ബാങ്കിങ് നമുക്ക് ആദ്യം ബാർട്ടർ സിസ്റ്റം എന്താണെന്ന് പഠിക്കണം. വാട്ട് ഈസ് ബാർട്ടർ സിസ്റ്റം? എക്സ്ചേഞ്ചിങ് വൺ കമോഡിറ്റി ഇൻ പ്ലേസ് ഓഫ് അനദർ അല്ലേ?
ഒരു കമ്മോഡിറ്റിക്ക് പകരം വേറൊരു കമ്മോഡിറ്റി നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാം? ബാർട്ടർ സമ്പ്രദായം എന്ന് പറയാം. ബാർട്ടർ സിസ്റ്റത്തിന് ലിമിറ്റേഷൻസ് എന്തൊക്കെയാ? പരിമിതികൾ എന്തൊക്കെയാ? ലാക്ക് ഓഫ് ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വൺസ് അല്ലെ, രണ്ടുപേരുടെയും ആവശ്യം കോയിൻസൈഡ് ആയിട്ട് പോയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കൈമാറ്റം ചെയ്യാൻ പറ്റുള്ളൂ. ചക്ക വേണ്ട ആൾക്ക് മാങ്ങ വേണം, അതുപോലെ മാങ്ങ വേണ്ട ആൾക്ക് ചക്ക വേണം, എന്നാലേ നമുക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. അതാണ് ലാക്ക് ഓഫ് ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വൺസ്. രണ്ടാമത്തെ പോയിന്റ് എന്താ? ലാക്ക് ഓഫ് കോമൺ മെഷർ ഓഫ് വാല്യൂ. ഏതൊരു സാധനം മെഷർ ചെയ്യാനായിട്ടുള്ള ഒരു ഉപാധി ഉണ്ടായിരുന്നില്ല അല്ലേ. ഇപ്പൊ നമ്മൾ ചിലപ്പോൾ പണ്ട് കാലങ്ങളിൽ ഈ രൂപ വരുന്നതിന് മുമ്പ്, മണി വരുന്നതിന് മുമ്പ് ചിലപ്പോൾ നമ്മൾ ഗോൾഡ് കൊടുത്ത് ചിലപ്പോൾ ചക്ക പോലും മേടിച്ചിട്ടുണ്ടാവാം. കാരണം എന്തുകൊണ്ടാ? അന്ന് ഗോൾഡിന്റെ റേറ്റ് നമുക്കറിയില്ല, ചക്കയുടെ വില അറിയില്ല. അപ്പൊ നമുക്ക് മെഷർ ചെയ്യാനായിട്ടൊരു റോഡ് ഉണ്ടായിരുന്നില്ല, ഒരു ഉപാധി ഉണ്ടായിരുന്നില്ല. അടുത്താണ് ലാക്ക് ഓഫ് പ്രോപ്പർ സ്റ്റോർ ഓഫ് വാല്യൂ. മക്കളെ സ്റ്റോർ ഓഫ് വാല്യൂമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഈ വട്ടം വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ലാക്ക് ഓഫ് പ്രോപ്പർ സ്റ്റോർ ഓഫ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റിയിരുന്നില്ല എന്ന്. ഇപ്പൊ ചക്ക എന്റെ കയ്യിലുണ്ട്, എനിക്ക് മാങ്ങ വേണം. അപ്പൊ മാങ്ങ വിൽക്കാൻ തയ്യാറായ ആളെ ഞാൻ കണ്ടുപിടിക്കണം. പക്ഷെ അയാൾ മാങ്ങ വിൽക്കാൻ തയ്യാറായാൽ മാത്രം പോരാ, എൻ്റെ കയ്യിൽ നിന്ന് ചക്കയും വാങ്ങണ്ടേ? വേണ്ടേ? എന്നാലും എനിക്ക് ചക്ക കൊടുത്ത് മാങ്ങ വാങ്ങാൻ പറ്റുള്ളൂ. പക്ഷെ ഞാൻ കുറേ കാലം ഞാൻ നടന്നു, 1 മാസത്തോളം നടന്നു. അപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? എൻ്റെ കയ്യിലെ ചക്ക കേടായിപ്പോയി അല്ലേ. അപ്പോൾ അത് നമ്മുടെ ബാർട്ടർ സമ്പ്രദായത്തിന്റെ ഏറ്റവും വലിയ ലിമിറ്റേഷൻ ആണ്. പക്ഷെ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ചക്ക കൊണ്ട് മാർക്കറ്റിൽ കൊണ്ട് വിറ്റിട്ട് പൈസ സൂക്ഷിച്ചു വെക്കാം, ആവശ്യമുള്ളപ്പോൾ മാങ്ങാൻ മേടിക്കാം. ശരിയല്ലേ? അതാണ് ലാക്ക് ഓഫ് പ്രോപ്പർ സ്റ്റോർ ചെയ്യാൻ പറ്റില്ലയാണ്. ഉണ്ട്, മനസ്സിലായോ? ചക്ക, മാങ്ങ, തേങ്ങ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ നമുക്ക് മണി വേണമെങ്കിൽ സ്റ്റോർ ചെയ്യാം. അതാണ് ഈ വട്ടത്തെ മോഡൽ എക്സാമിന് ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഈ പ്രോബ്ലം ഓഫ് ഡിവിസിബിളിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഒരു ചാക്ക് നെല്ല് കൊടുത്താൽ ചിലപ്പോൾ ഒരു ആടിനെ നമുക്ക് കിട്ടും. എൻ്റെ കയ്യിൽ അരച്ചാക്ക് നെല്ലേ ഉള്ളൂ എന്ന് കരുതിയിട്ട് എനിക്ക് ആടിനെ മുറിച്ച് വാങ്ങാൻ പറ്റുമോ? അതുകൊണ്ട് വല്ല ബെനിഫിറ്റ് എനിക്കുണ്ടോ? അതാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, പ്രോബ്ലം ഓഫ് ഡിവിസിബിലിറ്റി. അപ്പൊ ആ എക്സാമ്പിൾ ഒക്കെ ഒന്ന് ഓർത്ത് വെക്കുക. കാരണം എക്സാമ്പിൾ തന്നിട്ട് അത് ഏത് ലിമിറ്റേഷൻ ആണെന്ന് ചോദിച്ചു ഈ വട്ടം. അതുകൊണ്ട് എക്സാമ്പിൾ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. എല്ലാവർക്കും ഓക്കെ അല്ലേ? കൈവശിക്കേ ഓക്കെ. അപ്പൊ ബാർട്ടർ സമ്പ്രദായത്തിന് ഒരുപാട് പരിമിതി ഉള്ളത് കൊണ്ട് ഞാൻ എന്ത് കണ്ടുപിടിച്ചു? മണി കണ്ടുപിടിച്ചു. അപ്പൊ മണിയുടെ ഫംഗ്ഷൻസ് എന്തൊക്കെയാ നോക്കാം. മണിയുടെ ഫംഗ്ഷൻസ് ആണ് പ്രൈമറി ഫംഗ്ഷനും ഉണ്ട്, സെക്കൻഡറി ഫംഗ്ഷനും ഉണ്ട്. പ്രൈമറി ഏതൊക്കെയാ? മീഡിയം ഓഫ് എക്സ്ചേഞ്ചും മെഷർ ഓഫ് വാല്യൂ. സെക്കൻഡറി ഫംഗ്ഷൻ സ്റ്റാൻഡേർഡ് ഓഫ് ഡെഫേർഡ് പേയ്മെന്റ്, സ്റ്റോർ ഓഫ് വാല്യൂ ഒക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. എന്താ മണി എന്ന് പറഞ്ഞാൽ? മണി മീൻസ് വാട്ട് മണി ഡസ്. എന്താണോ പണം ചെയ്യുന്നത് അതാണ് പണം. ഓക്കെ അല്ലേ? വാട്ട് മണി ഡസ്, ദാറ്റ് ഈസ് മണി. ഓക്കെ. അടുത്ത നമുക്ക് സെൻട്രൽ ബാങ്കിന്റെ ഫംഗ്ഷൻ ആണ് പഠിക്കാനുള്ളത്. സെൻട്രൽ ബാങ്ക് ഏതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പൊ എക്സാമിന് ചിലപ്പോൾ സെൻട്രൽ ബാങ്കിന്റെ ഫംഗ്ഷൻ എന്ന് എടുത്ത് ചോദിക്കണം എന്നില്ല. അതിന് പകരം എന്ത് ചോദിക്കാം? ഫംഗ്ഷൻസ് ഓഫ് RBI എന്ന് ചോദിക്കാം. അപ്പൊ RBIയുടെ ഫംഗ്ഷൻ ചോദിച്ചാലും സെൻട്രൽ ബാങ്കിന്റെ ഫംഗ്ഷൻ ചോദിച്ചാലും ബോത്ത് ആർ സെയിം. എന്താ? ഇഷ്യൂ ഓഫ് കറൻസി നോട്ട് അല്ലെ. കറൻസി നോട്ട് അച്ചടിക്കുന്നത് സെൻട്രൽ ബാങ്ക് ആണ്. അതുപോലെ തന്നെ ബാങ്കർ ടു ഗവൺമെന്റ്, ഗവൺമെന്റിന്റെ ബാങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്നു. ബാങ്കേഴ്സ് ബാങ്ക്, ബാങ്കുകളുടെ ബാങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്നു. കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്, ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ആയിട്ട് പ്രവർത്തിക്കുന്നു. ലെൻഡർ ഓഫ് ദി ലാസ്റ്റ് റിസോർട്ട്, അവസാനം അഭയം പ്രാപിക്കുന്ന എവിടെയാ? സെൻട്രൽ ബാങ്കിനാ. ആരുടെ കയ്യിലും പൈസ ഇല്ലാത്തപ്പോൾ അവസാനം ആരുടെ വാതിൽക്കൽ വന്ന് മുട്ടും? സെൻട്രൽ ബാങ്കിന്റെ വാതിൽക്കൽ വന്ന് മുട്ടും. അതാണ് ലെൻഡർ ഓഫ് ദ ലാസ്റ്റ് റിസോർട്ട്. ഇനി മണി സപ്ലൈ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ സെൻട്രൽ ബാങ്ക് ആണ് കേട്ടോ. മക്കൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും. അപ്പൊ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ, വെറുതെ പോയിന്റ് മാത്രം എഴുതിയാൽ പോരാ. അപ്പൊ സെൻട്രൽ ബാങ്ക് എഴുതാ നിങ്ങൾ. സെൻട്രൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സെൻട്രൽ ബാങ്ക് നമ്മുടെ ഏതാണെന്ന് പറയാ? RBI ആണ്. ദ ഫോളോയിങ് ആർ ദ ഫംഗ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ ആദ്യം പോയിന്റ് എഴുതാം, എന്നിട്ട് പോയിന്റ് ഹെഡിങ് തിരിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. അങ്ങനെ വൃത്തിയായിട്ട് ആൻസർ എഴുതണം കേട്ടല്ലോ. അങ്ങനെ എഴുതിയാലും കുറച്ച് ലെങ്തി ആക്കാൻ പറ്റില്ല ആൻസർ കേട്ടോ. അപ്പൊ ആദ്യം പോയിന്റ് എഴുതാം, സോ ഹെഡിങ് കൊടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ ആണെങ്കിൽ കഴിച്ച് കാണിച്ച എല്ലാവരും രോഹിത്തെ ക്ലിയർ ആയില്ലേ? യെസ്. അപ്പൊ നമുക്ക് ഫംഗ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് കൂടി പറയാം. കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫംഗ്ഷൻസ് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമേ ഇല്ല, കാരണം +1 ബിസിനസ് സ്റ്റഡീസ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. പ്രൈമറി ഫംഗ്ഷൻ ഉണ്ട്, സെക്കൻഡറി ഫംഗ്ഷൻ. മക്കളെ ഇതും ചാർട്ട് നിർബന്ധമായിട്ട് വരയ്ക്കുക. 1/2 പേജ് ചാർട്ടിന് ഉപയോഗിക്കുക. 1/2 പേജോ 1 പേജോ ഉപയോഗിച്ചു കേട്ടല്ലോ, എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക കേട്ടല്ലോ. ചാർട്ട് നിർബന്ധമായിട്ട് വരയ്ക്കുക. പ്രൈമറി ഫംഗ്ഷൻസിൽ 2 എണ്ണം ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റും ലെൻഡിങ് മണിയും. സെക്കൻഡറി ഫംഗ്ഷനിൽ 2 എണ്ണം ഏജൻസി ഫംഗ്ഷനും ജനറൽ യൂട്ടിലിറ്റി ഫംഗ്ഷനും പിന്നെ ഡെവലപ്മെന്റൽ ഫംഗ്ഷൻ. ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് പറയുമ്പോൾ കണ്ണിക്കണ്ട ഡെപ്പോസിറ്റ് ഒക്കെ എഴുതിക്കോ. സേവിംഗ് ഡെപ്പോസിറ്റ്, കറന്റ് ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ് അറിയാലോ, അതൊക്കെ എഴുതാം. പിന്നെ ലെൻഡിങ് മണി എന്ന് പറഞ്ഞാൽ ബാങ്ക് കടം കൊടുക്കുന്നു, ലോൺ കൊടുക്കുന്നു. ഓക്കെ. ഈ സെക്കൻഡറി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ബാങ്കിന് 2 സെക്കൻഡറി ഫംഗ്ഷൻ ആണ്. ബാങ്ക് ഒരു ഏജന്റായി പ്രവർത്തിക്കും. എന്തൊക്കെയാ? എല്ലാവരും നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല്, ടെലിഫോൺ ബില്ല്, ഇൻഷുറൻസ് പ്രീമിയം ഒക്കെ എവിടെ കൊണ്ടടയ്ക്കാം? ബാങ്കിൽ കൊണ്ടടയ്ക്കാം അല്ലേ. അപ്പൊ ബാങ്ക് ഒരു ഏജന്റ് ആയിട്ട് പ്രവർത്തിക്കുകയാണ്. അതാണ് ഏജൻസി ഫംഗ്ഷൻ. ജനറൽ യൂട്ടിലിറ്റി പറഞ്ഞാൽ ജനറൽ ആയിട്ട് ബാങ്ക് എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. എന്താ? ലോക്കർ ഫെസിലിറ്റി. നമ്മുടെ വീട്ടിലൊക്കെ ഗോൾഡ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ വെക്കാതെ സുരക്ഷിതമായിട്ട് ബാങ്കിൽ കൊണ്ടുവയ്ക്കാം അല്ലേ. അതാണ് ജനറൽ യൂട്ടിലിറ്റി ഫംഗ്ഷൻ. അടുത്താണ് ഡെവലപ്മെന്റ് അല്ലെ. പേരിൽ തന്നെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്. ആരുടെ? പാവങ്ങളുടെ. മനസ്സിലായോ? അപ്പൊ ബാക്ക്വേർഡ് ആയിട്ട് പുവർ പീപ്പിൾസിന് കുറഞ്ഞ പലിശ നിരക്കിൽ ലോണും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ബാങ്ക് കൊടുക്കുന്നുണ്ട്. ആ ഫംഗ്ഷനെയാണ്
ഡെവലപ്മെന്റൽ ഫംഗ്ഷൻ എന്ന് പറയാം. ഓക്കെ ആണെങ്കിൽ ഒന്ന് കൈ കാണിച്ച എല്ലാവരും. യെസ്. അടുത്ത ടോപ്പിക് നമ്മുടെ ഹൈ പവേർഡ് മണിയാണ്. നമുക്കത് ബ്രേക്ക് കഴിഞ്ഞ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു 10 minutes ബ്രേക്ക് എടുത്തോളൂ. ബ്രേക്ക് എടുത്തിട്ട് വേഗം വരും. ആവട്ടെ, എല്ലാവരും വേഗം തിരിച്ചു വരൂ. വേഗം 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 ഓടിവായോ, ഓടിവാ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് ഹൈ പവേർഡ് മണി. വാട്ട് ഈസ് ഹൈ പവേർഡ് മണി? എന്താണ് ഹൈ പവേർഡ് മണി? എന്താണ് ഹൈ പവേർഡ് മണി? നമുക്ക് നോക്കാം. ടോട്ടൽ ലയബിലിറ്റി ആണ് കേട്ടോ. അതായത് നമ്മുടെ RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മൊത്തം ബാധ്യതകളെ നമ്മൾ പറയുന്ന പേരാണ് ഹൈ പവേർഡ് മണി. ടോട്ടൽ ലയബിലിറ്റി ഓഫ് ദ മോണിറ്ററി അതോറിറ്റി ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തിന്റെ മോണിറ്ററി അതോറിറ്റി ആരാ? RBI ആണ് അല്ലെ. RBIന്റെ മൊത്തം ലയബിലിറ്റിനെ നമ്മൾ ഹൈ പവേർഡ് മണി എന്ന് പറയുന്നത്. കാണുന്ന ഇക്വേഷൻ എന്താ? H എന്ന് പറഞ്ഞാൽ ഹൈ പവേർഡ് മണി. CU + R + G. CU എന്ന് പറഞ്ഞാൽ കറൻസി ആൻഡ് കോയിൻസ് ഹെൽഡ് ബൈ ദ പബ്ലിക്. പബ്ലിക്കിന്റെ കയ്യിലുള്ള കറൻസി ആൻഡ് കോയിൻസ് ആണ് നമ്മുടെ CU എന്ന് പറഞ്ഞാൽ. R എന്ന് പറഞ്ഞാൽ റിസർവ്, G എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഡെപ്പോസിറ്റ്. ഓക്കെ അല്ലേ? ഇതെല്ലാം കൂടി കൂട്ടുമ്പോഴാണ് നമുക്ക് ഹൈ പവേർഡ് മണി കിട്ടുക. വാട്ട് ഈസ് മണി സപ്ലൈ? എന്താ മണി സപ്ലൈ? ടോട്ടൽ സ്റ്റോക്ക് ഓഫ് മണി ഹെൽഡ് ബൈ ദ പബ്ലിക് അറ്റ് എ പർട്ടിക്കുലർ ടൈം. ഒരു പർട്ടിക്കുലർ ടൈമില് പബ്ലിക്കിന്റെ കയ്യിലുള്ള മൊത്തം എമൗണ്ട് ഓഫ് മണീനെയാണ് നമ്മൾ മണി സപ്ലൈ എന്ന് പറയുക. കത്തിങ്ങനെ കഴിച്ച് കാണിച്ച എല്ലാവരും. അടുത്ത മണി മൾട്ടിപ്ലയർ ആണ് മക്കളെ. ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും വരാറുണ്ട്. ഈ അടുത്ത കാലങ്ങളിൽ 20% ഒരു ക്വസ്റ്റ്യൻ വരാറില്ലേ? ആ സാധനം. ദ പ്രോസസ് ബൈ വിച്ച് മണി ഈസ് മൾട്ടിപ്ലൈഡ് ബൈ ദ ബാങ്കിങ് സിസ്റ്റം ഈസ് നോൺ ആസ് മണി മൾട്ടിപ്ലയർ. അത് കാണുന്ന ഇക്വേഷൻ എന്താ? 1/CRR. CRR എന്ന് പറഞ്ഞാൽ ക്യാഷ് റിസർവ് റേഷ്യോ. ഇത് തരും. CRR എന്നൊക്കെ ക്വസ്റ്റ്യൻ തരും കേട്ടോ. മണി മൾട്ടിപ്ലയർ കാണാൻ വേറൊരു ഇക്വേഷൻ ഉണ്ട് കേട്ടോ. M/H എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. M എന്ന് പറഞ്ഞാൽ എന്താ? മണി സപ്ലൈ. H എന്ന് പറഞ്ഞാൽ ഹൈ പവേർഡ് മണി. ഇങ്ങനെയും ഒരു ഇക്വേഷൻ ഉണ്ട്, ഇങ്ങനെയും ഒരു ഇക്വേഷൻ ഉണ്ട് കേട്ടോ. മണി മൾട്ടിപ്ലയർ പറഞ്ഞാൽ K എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാം കേട്ടോ. K എന്ന് പറഞ്ഞാൽ മണി മൾട്ടിപ്ലയർ എന്നാണ് അർത്ഥം കേട്ടോ. അപ്പൊ K കാണാൻ പറഞ്ഞാൽ അത് 1/CRR ആണ്. ഇവിടെ ക്വസ്റ്റ്യൻ നോക്കി. കാൽക്കുലേറ്റ് മണി മൾട്ടിപ്ലയർ ഇഫ് CRR ഈസ് ഈക്വൽ ടു 20%. അപ്പൊ എങ്ങനെ കാണാം? 1/CRR അല്ലേ? മോഡൽ എക്സാമിനും ക്രിസ്മസ് എക്സാമിനും ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 20% CRR എങ്കിൽ മണി മൾട്ടിപ്ലയർ എത്ര? അപ്പൊ 1/CRR എന്ന് പറഞ്ഞാൽ 20% ആണ് കേട്ടോ. സോ 1/0.2. 20% എന്ന് പറഞ്ഞാൽ 20/100 ആണ്. 20/100 എത്രയാ? 0.2. അപ്പൊ 1നെ 0.2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5 എന്ന് കിട്ടും. 5 ആണ് മണി മൾട്ടിപ്ലയർ. ക്ലിയർ ആയോ? സെറ്റ് അല്ലേ? കൈവിശിക്ക്. അപ്പൊ ചിലപ്പോ 20% 25% തരും. അപ്പൊ എന്ത് വരും? 1/0.25. 25% ആണെങ്കിൽ എന്താ വരിക? 1/0.25 ആണ്. ആൻസർ ഈസ് 4. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? 25% വന്നാൽ ഇങ്ങനെയാണ് ഇട്ട് കൊടുക്കണ്ടേ കേട്ടോ. ഓക്കെ ആണെങ്കിൽ കഴിച്ച് കാണിച്ച എല്ലാവരും. യെസ്. ഇനി ഈ വട്ടം മോഡൽ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, പലർക്കും കിട്ടാതിരുന്നാണ്. ഞാൻ ഇന്ന് മോർണിംഗിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എ പേഴ്സൺ ഡെപ്പോസിറ്റ് ₹10,000 ഇൻ എ ബാങ്ക് അല്ലെ. ഒരു ബാങ്കിനകത്ത് ഒരു 10,000 രൂപ ഒരു വ്യക്തി എന്ത് ചെയ്തു? ഡെപ്പോസിറ്റ് ചെയ്തു. ബാങ്ക് റിക്വയർഡ് ടു കീപ് 20% ഓഫ് ദ ഡെപ്പോസിറ്റ് എ ക്യാഷ് റിസർവ് റേഷ്യോ അല്ലെ. എന്ത് ചെയ്യണം ബാങ്ക്? എത്ര ഡെപ്പോസിറ്റ് കിട്ടിയാലും അതിൽ 20% പൈസ എന്തായിട്ട് മാറ്റിവെക്കണം? റിസർവ് ആയിട്ട് മാറ്റിവെക്കണം. എങ്കിൽ പ്രിപ്പയർ എ സിമ്പിൾ ബാലൻസ് ഷീറ്റ് ഓഫ് ബാങ്ക് യൂസിങ് ടേബിൾ ഉപയോഗിച്ച് എന്ത് ചെയ്യുക? ഒരു സിമ്പിൾ ബാലൻസ് ഷീറ്റ് വരയ്ക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ ബാലൻസ് ഷീറ്റ് വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ് അറിയാം അല്ലെ. ലയബിലിറ്റീസ്, എമൗണ്ട്, അസെറ്റ്, എമൗണ്ട് അല്ലെ. ലയബിലിറ്റീസ്, എമൗണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ അസെറ്റ് ഇപ്പുറത്തെ കിടക്കണേ കേട്ടോ. അസെറ്റ്, എമൗണ്ട്. നിങ്ങൾ ഇങ്ങനെ തന്നെ വരച്ചാൽ മതി. ഇത് ബാങ്കിന്റെ പോയിന്റ് ഓഫ് വ്യൂലാണ് ചിന്തിക്കേണ്ടത്. അപ്പൊ ബാങ്കിന്റെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുമ്പോൾ ഈ ഡെപ്പോസിറ്റ് ബാങ്കിനെ സംബന്ധിച്ച് ഒരു ലയബിലിറ്റിയാണ്, തിരിച്ചു കൊടുക്കേണ്ടതല്ലേ ഡെപ്പോസിറ്റ്. സോ ലയബിലിറ്റി സൈഡിലാണ് ഡെപ്പോസിറ്റ് എഴുതേണ്ടത് കേട്ടോ. മാറിപ്പോവരുത്. ഡെപ്പോസിറ്റ്സ് എവിടെ എഴുതണം? ലയബിലിറ്റി സൈഡിൽ ₹10,000. പിന്നെ റിസർവ് എവിടെ എഴുതണം? അസറ്റ് സൈഡിലാണ് കേട്ടോ. CRR. റിസർവ് എന്ന് പറഞ്ഞാൽ ഭാവിയിലേക്ക് വേണ്ടി മാറ്റി വെക്കുന്നില്ല, നമുക്കൊരു അസറ്റ് ആണ് അല്ലേ. അപ്പൊ എത്ര ശതമാനം? 10,000ന്റെ 20% എന്ന് പറയുമ്പോൾ എത്ര വരും? 2,000 രൂപ. ഓക്കെ ആണെങ്കിൽ ഏഷ്യ കാണിച്ച എല്ലാവരും. യെസ്. അപ്പൊ ഈ 2,000 രൂപ 10,000 റിസർവ് ആയിട്ട് മാറ്റി വെച്ചാൽ ബാക്കി ഒരു 8,000 രൂപ ഇല്ലേ? ഇതെന്താ ചെയ്യാ? ബാങ്ക് ലോൺ കൊടുക്കാൻ ഉപയോഗിക്കും. അപ്പൊ ലോൺ എന്ന് പറഞ്ഞാൽ നമുക്കാണ് ഒരു ലയബിലിറ്റി, ബാങ്കിന് ഒരു അസറ്റാ. കൊടുത്ത പൈസ തിരിച്ചു കിട്ടേണ്ടതല്ലേ. ഓക്കെ ആണെങ്കിൽ കഴിച്ച് കാണിച്ച എല്ലാവരും. യെസ്. അപ്പൊ ബാങ്കിന്റെ പോയിന്റ് ഓഫ് വ്യൂ ബാലൻസ് ഷീറ്റ് വരയ്ക്കാൻ രണ്ട് സൈഡ് ഈക്വൽ ആയില്ലേ? ₹10,000. യെസ് മക്കളെ, എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? ₹10,000 കിട്ടിയല്ലോ.
ഡൗട്ട് ഇല്ലല്ലോ? സെറ്റ് അല്ലേ? ബാലൻസ് ഷീറ്റ് വരയ്ക്കാൻ പറഞ്ഞാൽ ഇങ്ങനെയാണ് ബാലൻസ് ഷീറ്റ് വരയ്ക്കേണ്ടത്. ലൈബിലിറ്റീസ് എമൗണ്ട്, അസറ്റ്സ് എമൗണ്ട്. ലൈബിലിറ്റീസ് അതിൽ ഡെപ്പോസിറ്റ് ചെയ്താ, റിസർവ് അസറ്റ്സ് അതിൽ ചെയ്താ, ലോൺ എഴുതാം കേട്ടോ. സെറ്റ് അല്ലേ? നാളെ എക്സാം കഴിഞ്ഞ് വന്നിട്ട് എല്ലാ കുട്ടികളും നിർബന്ധമായിട്ടും ഫീഡ്ബാക്ക് പറയണം കേട്ടല്ലോ. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു, ടഫ് ആണെങ്കിലും ഈസി ആണെങ്കിലും പറയണം കേട്ടല്ലോ. എല്ലാവരും പറയണം. യെസ്. അടുത്താണ് മെഷേഴ്സ് ഓഫ് മണി സപ്ലൈ. മണി സപ്ലൈ നമ്മൾ ഇന്ത്യയിൽ മെഷർ ചെയ്യുന്നത് എങ്ങനെയാ? അതിന് ചില മെഷർമെന്റ് ഉണ്ട്. ഇത് ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. M1, M2, M3, M4. ഈ അടുത്ത കാലങ്ങളിൽ ചോദിക്കാത്തതുകൊണ്ട് ചിലപ്പോൾ ഇത് മാച്ച് ദ ഫോളോയിങ് വരാൻ ചാൻസ് ഉണ്ട്. M1 കാണാൻ ഇക്വേഷൻ എന്താ? CU + DD. M2 കാണാൻ M1നോടൊപ്പം പോസ്റ്റ് ഓഫീസിലെ സേവിങ്സ് ഡെപ്പോസിറ്റ് കൂട്ടണം. ഓക്കെ അല്ലേ? M3 കാണാനായിട്ടോ M1നോടൊപ്പം കൊമേഴ്ഷ്യൽ ബാങ്കിലെ ടൈം ഡെപ്പോസിറ്റ് കൂട്ടാം. M4 കാണാനോ M3ക്കൊപ്പം, മറ്റേത് രണ്ട് M1നോടൊപ്പമാണ് കേട്ടോ, M2, M3. M4 M3ന്റെ കൂടെ ടോട്ടൽ ഡെപ്പോസിറ്റ് കൂട്ടാം പോസ്റ്റ് ഓഫീസിൽ. ഓക്കെ അല്ലേ? ഇതിൽ M1ഉം M2 നാരോ മണിയാണ്, M3ഉം M4ഉം ബ്രോഡ് മണിയാണ്. ഓക്കെ ആണല്ലോ? അറിയാലോ? ഇതിലെ മോണിറ്ററി അഗ്രിഗേറ്റ് റിസോഴ്സ് ചെയ്താ M3 ആണ് കേട്ടോ. ചോദിക്കാറുണ്ട് 1 മാർക്കിന്. മോണിറ്ററി അഗ്രിഗേറ്റ് റിസോഴ്സ് M3 ആണ്. അപ്പൊ എല്ലാവരും ഇത് പഠിച്ചിട്ട് പോവാ. ചിലപ്പോൾ മേ ബി മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഇതിപ്പോ 2 ദിവസങ്ങളായിട്ട് എന്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഈ ക്വസ്റ്റ്യൻ ചിലപ്പോൾ വരാമെന്ന്. കാരണം ഈ അടുത്ത കാലത്ത് വരാത്തതുകൊണ്ടാണ്. സാർ അടുത്ത് കാണിച്ചു. ഡിമാൻഡ് ഫോർ മണി കേട്ടോ. സാധാരണ ആളുകള്, പീപ്പിൾസ് എന്ത് ചെയ്യും? പൈസ ഹോൾഡ് ചെയ്ത് വെക്കും അല്ലെ? എന്തിനൊക്കെ വേണ്ടിയിട്ട് ഹോൾഡ് ചെയ്ത് വെക്കുക ആളുകൾ? യെസ്, 3 കാര്യങ്ങൾക്ക്, 3 മോട്ടീവ്. ചിലപ്പോൾ 3 മോട്ടീവ്സ് ചെയ്താൽ പറയാം കേട്ടോ. 3 മോട്ടീവ്സ് ചെയ്തേക്കുക. പ്രിക്കോഷണറി മോട്ടീവ്, ട്രാൻസാക്ഷൻ മോട്ടീവ് ആൻഡ് സ്പെക്കുലേറ്റീവ് മോട്ടീവ്. ഓക്കെ, ഇത് ഇങ്ങനെ തന്നെ എഴുതാം. ഡിമാൻഡ് ഫോർ മണി ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ ഡിസയർ ഓഫ് ദ പീപ്പിൾ ടു ഹോൾഡ് മണി ഇൻ ഹാൻഡ് അല്ലേ? അതായത് ആളുകളുടെ ആവശ്യപ്രകാരം ആളുകൾ കയ്യിൽ പൈസ ഹോൾഡ് ചെയ്ത് വെക്കുന്നതിനെയാണ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയാ. 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആളുകൾ പൈസ ഹോൾഡ് ചെയ്ത് വെക്കുക. ഏതൊക്കെയാ? പ്രിക്കോഷണറി, പ്രിക്കോഷൻ, മുൻകരുതൽ എടുക്കുക. അതായത് ആളുകൾക്ക് എമർജൻസി സിറ്റുവേഷനിലൊക്കെ വരികയാണെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ മാറ്റി വെക്കും. അതിനെയാണ് പ്രിക്കോഷണറി മോട്ടീവ് എന്ന് പറയാ. 2 ട്രാൻസാക്ഷൻ, പേരിൽ തന്നെ ഇടപാടുകൾക്ക് വേണ്ടിയിട്ട്, ഡേ ടു ഡേ ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് പൈസ ഹോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് ട്രാൻസാക്ഷൻ മോട്ടീവ്. സ്പെക്കുലേറ്റീവ് മോട്ടീവ് എന്ന് പറഞ്ഞാൽ ഇൻ ഓർഡർ ടു മേക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ബോണ്ടുകൾ വാങ്ങാനും വിൽക്കാനും വേണ്ടി പൈസ മാറ്റി വെക്കുകയാണെങ്കിൽ സ്പെക്കുലേറ്റീവ് മോട്ടീവ്. ഓക്കെ ആണെങ്കിൽ കഴിച്ച് കാണിച്ച 3 കാര്യങ്ങൾക്കാണ് പൈസ ഹോൾഡ് ചെയ്ത് വെക്കുക. സാറേ കാണിച്ച ഓരോ മോട്ടീവും കണ്ടോ? പ്രിക്കോഷണറി, ദ ഡിസയർ ഓഫ് പീപ്പിൾ ടു ഹോൾഡ് ലിക്വിഡ് ക്യാഷ് ഇൻ ഓർഡർ ടു മീറ്റ് അൺഎക്സ്പെക്റ്റഡ് കണ്ടിജൻസീസ് ഓഫ് ലൈഫ്. നമ്മുടെ ലൈഫിൽ, നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ പൈസയ്ക്ക് ആവശ്യം വരൂലേ? അപ്പൊ അത് മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പൈസ മാറ്റി വെക്കില്ലേ? ഈ അരിയുടെ ഉള്ളിലും എല്ലാ ടിന്നിന്റെ ഉള്ളിലൊക്കെ മാറ്റി വെക്കില്ലേ നമ്മൾ? അതാണ് പ്രിക്കോഷണറി മോട്ടീവ്. ട്രാൻസാക്ഷൻ മോട്ടീവ് എന്ന് പറഞ്ഞാൽ ഡേ ടു ഡേ ട്രാൻസാക്ഷൻ വേണ്ടി, ദൈനംദിന ഇടപാടുകൾക്ക് വേണ്ടിയിട്ട് പൈസ ഹോൾഡ് ചെയ്ത് വെക്കുന്നതിനാണ് ട്രാൻസാക്ഷൻ മോട്ടീവ്. സ്പെക്കുലേറ്റീവ് എന്ന് പറഞ്ഞാൽ ദ ഡിസയർ ഓഫ് പീപ്പിൾ ടു ഹോൾഡ് ക്യാഷ് ഇൻ ഓർഡർ ടു മേക്ക് പ്രോഫിറ്റ് ഫ്രം ദ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ബോണ്ട്. കണ്ടോ? ബോണ്ടുകൾ വാങ്ങാനും വിൽക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പൈസ ഹോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് സ്പെക്കുലേറ്റീവ് മോട്ടീവ് ആണ്. മകളെ, ഈ 3 മോട്ടീവ് ചോദിക്കുമ്പോൾ നിർബന്ധമായിട്ടും അതിൽ ലിക്വിഡിറ്റി ട്രാപ്പും കൂടി 8 മാർക്കിനാണെങ്കിൽ കേട്ടോ. സാറെ കാണിച്ചു. സന വെയിറ്റ് ഇടാം. ലിക്വിഡിറ്റി ട്രാപ്പും കൂടി എഴുതണേ. ഇതാണ് ലിക്വിഡിറ്റി ട്രാപ്പിന്റെ ഫിഗർ കേട്ടോ. സന ഡൗട്ട് ആണോ? ഇത് തന്നെയാണോ ഡൗട്ട് ആയിരുന്നേ? സനയെ വിളിക്കുന്നു. പറഞ്ഞോടാ. ഗുഡ് ഈവനിങ് ഡാ. പ്രോബ്ലം ഉണ്ട്. ആ പ്രോബ്ലം പഠിക്കണ്ട കേട്ടോ. അത് വരാറില്ല പ്രോബ്ലം. അത്ര അത് വേണമെങ്കിൽ പറയാം. പ്രസന്റ് വാല്യൂ ബോണ്ട് എന്ന് പറഞ്ഞാൽ ബോണ്ടിന്റെ ഇപ്പോഴത്തെ നിലവിലെ പ്രൈസ് കണ്ടുപിടിക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. ഈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി തമ്മിൽ നെഗറ്റീവ് റിലേഷൻ ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയുമ്പോൾ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്താവും? എക്സ് ആക്സിന് പാരലൽ ആവും. ആ ട്രാപ്പിനെയാണ് നമ്മൾ ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയാം. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഏറ്റവും ടോപ്പിലെത്തുമ്പോൾ ഇത് 0 ആയിരിക്കും കേട്ടോ. അതാണ് ഇവിടെ വരുമ്പോൾ 0 ആവണം കേട്ടോ. അപ്പൊ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എപ്പോഴും നെഗറ്റീവ് ആണ് കേട്ടോ. 1 കൂടുമ്പോൾ മറ്റേത് കുറയും. അപ്പൊ ഇത് കുറഞ്ഞ് വരുമ്പോൾ ഇത് പാരലൽ ടു എക്സ് ആക്സിന് പാരലൽ ആവും കേട്ടോ. അത് പഠിച്ചു വെക്കണേ. യെസ്. അടുത്തത് നമ്മുടെ ഇക്കോണമിയിൽ യൂസ് ചെയ്യുന്ന ഒരു പോളിസിയാണ്. ഈ പോളിസി മാത്രമല്ല, വേറൊരു പോളിസി കൂടി, മോണിറ്ററി പോളിസി ഉണ്ട്, ഫിസിക്കൽ പോളിസി ഉണ്ട്. 2 ഏകദേശം സെയിം ആണ്. ദ പോളിസി അഡോപ്റ്റഡ് ബൈ RBI ടു റെഗുലേറ്റ് ദ ഫ്ലക്ച്വേഷൻസ് ഇൻ ദ ഇക്കോണമി. ഇക്കോണമിയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ, ഫ്ലക്ച്വേഷൻസ് ഇല്ലേ, അതിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ, അതിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് RBI ഇംപ്ലിമെന്റ് ചെയ്യുന്ന, നടപ്പിലാക്കുന്ന പോളിസി ഏതാണെന്ന് ചോദിച്ചാൽ മോണിറ്ററി പോളിസിയാണ്. ഈ മോണിറ്ററി പോളിസിയുടെ ഇൻസ്ട്രുമെന്റ് ഷുവർ ക്വസ്റ്റൻ ആണ് എക്സാമിന്. ആരെ കാണിച്ചോ? ഇൻസ്ട്രുമെന്റ്സ് ഓഫ് മോണിറ്ററി പോളിസി ടു കൺട്രോൾ മണി സപ്ലൈ. മണി സപ്ലൈ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള
ഇൻസ്ട്രുമെന്റ് ഏതൊക്കെയാ? ക്വാണ്ടിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റും ഉണ്ട്, ക്വാളിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റും ഉണ്ട്. അതിൽ ക്വാണ്ടിറ്റേറ്റീവ് ആണ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ക്വാളിറ്റേറ്റീവ് ജസ്റ്റ് പേരെങ്കിലും പഠിച്ചു വെക്കുക. ഓക്കെ അല്ലേ? ക്വാണ്ടിറ്റേറ്റീവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് എങ്ങനെ പോയാലും ക്വസ്റ്റ്യൻസ് വരും. ഏതൊക്കെയാ? OMO ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, ബാങ്ക് റേറ്റ്, CRR ആൻഡ് SLR, റെപ്പോ റേറ്റ്, റിവേഴ്സ് റെപ്പോ റേറ്റ്. ഇത് പഠിക്കാതെ പോകരുത്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, എന്താണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ മണി സപ്ലൈ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ ബോണ്ടുകളൊക്കെ വാങ്ങുക അല്ലേ? ദ പ്രോസസ് ഓഫ് പർച്ചേസിംഗ് ഓർ സെല്ലിംഗ് ഓഫ് ഗവൺമെന്റ് ബോണ്ട് ആൻഡ് സെക്യൂരിറ്റീസ് അല്ലേ? ഇൻഫ്ലേഷൻ വരുമ്പോൾ, പണപ്പെരുപ്പം വരുമ്പോൾ പണം ഒരുപാടുണ്ടല്ലോ പബ്ലിക്കിന്റെ കയ്യിൽ. അപ്പൊ അവരുടെ പണം എങ്ങനെയെങ്കിലും RBIയുടെ കയ്യിലോട്ട് എത്താൻ RBI എന്ത് ചെയ്യും? ഗവൺമെന്റ് സെക്യൂരിറ്റി വിൽക്കും. അപ്പൊ ആളുകൾ ഇത് വാങ്ങില്ലേ? അപ്പൊ ആ പൈസ RBIയുടെ കയ്യിലോട്ട് എത്തും. എത്തിയില്ലേ? ഇനി ഡിഫ്ലേഷൻ വരുമ്പോൾ പണം ഇല്ല ആരുടെ കയ്യിൽ, അപ്പൊ അവരുടെ കയ്യിലേക്ക് പണം എത്തിക്കണ്ടേ? അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യും? RBI അവരുടെ കയ്യിലുള്ള സെക്യൂരിറ്റി വാങ്ങും, പൈസ കൊടുത്ത് വാങ്ങും. അപ്പൊ RBIയുടെ കയ്യിലെ പൈസ പബ്ലിക്കിന്റെ കയ്യിലെത്തും. ഇതാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? ചിലപ്പോൾ എക്സാമിന് ഇങ്ങനെ ചോദിക്കാം കേട്ടോ, ഗവൺമെന്റ് ബോണ്ടുകൾ പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് വാങ്ങുകയും വിൽക്കുകയും ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണ്? ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. ഏതൊരു തവണ എക്സാമിന് 1 മാർക്കിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ആണ്. ഇനി ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് റേറ്റ് അറ്റ് വിച്ച് സെൻട്രൽ ബാങ്ക് ലെൻഡ് മണി ഫോർ ലോങ് ടേം ടു കൊമേഴ്ഷ്യൽ ബാങ്ക്. കണ്ടോ, കൊമേഴ്ഷ്യൽ ബാങ്കിന് ഒരുപാട് കാലത്തേക്ക് ലോൺ പൈസ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ സെൻട്രൽ ബാങ്ക് കൊടുക്കും. അപ്പൊ അതിന് ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ബാങ്ക് റേറ്റ് കേട്ടോ. നെക്സ്റ്റ് വേരിങ് റിസർവ് റേഷ്യോ. റിസർവ് റേഷ്യോ 2 ഉണ്ട്, CRR ഉണ്ട്, SLR ഉണ്ട്. CRR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാഷ് ആയിട്ട് റിസർവ് മാറ്റി വയ്ക്കുകയാണെങ്കിൽ CRR ആണ്. ലിക്വിഡ് അസറ്റിലാണ് മാറ്റി വയ്ക്കുന്നെങ്കിൽ അത് SLR ആണ് കേട്ടോ. അപ്പൊ റിസർവ് നമ്മൾ ക്യാഷിന്റെ രൂപത്തിലാണ് റിസർവ് മാറ്റി വയ്ക്കുന്നെങ്കിൽ CRR, ലിക്വിഡ് അസറ്റ് ആയിട്ടുള്ള ഗോൾഡ്, സെക്യൂരിറ്റീസ് അതിലൊക്കെയാണ് നമ്മൾ റിസർവ് മാറ്റി വയ്ക്കുന്നെങ്കിൽ അത് SLR ആണ്. ഇനി റെപ്പോ റേറ്റും റിവേഴ്സ് റെപ്പോ റേറ്റ് ഏകദേശം ബാങ്ക് റേറ്റ് പോലെയാണ്. അതായത് നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കിന് ആര് ലോൺ കൊടുക്കുക, നമ്മുടെ സെൻട്രൽ ബാങ്ക് ലോൺ കൊടുക്കുമ്പോൾ അതിന് ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് ആണ് റെപ്പോ റേറ്റ്. നേരെ തിരിച്ച്, അതായത് റേറ്റ് അറ്റ് വിച്ച് RBI ബോറോ മണി ഫ്രം കൊമേഴ്ഷ്യൽ ബാങ്ക്. RBIക്ക് പൈസ വേണമെങ്കിൽ ചിലപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ കയ്യിൽ നിന്ന് എടുക്കാം. അപ്പോൾ RBI തിരിച്ച് ആർക്ക് കൊടുക്കുക? കൊമേഴ്ഷ്യൽ ബാങ്കിന് കൊടുക്കുന്ന പലിശ നിരക്കാണ് റിവേഴ്സ് റെപ്പോ റേറ്റ്. ഓക്കെ ആണ് കഴിച്ച് കാണിച്ചേ. യെസ്. അടുത്ത ക്വാളിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ് ആണ്. ഞാൻ പറഞ്ഞു ജസ്റ്റ് പേരെങ്കിലും പഠിച്ചു വെക്കുക. ഇതാണ് അതിന്റെ എക്സ്പ്ലനേഷൻ. വേണമെങ്കിൽ എക്സ്പ്ലനേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇതാണ് ക്വാളിറ്റേറ്റീവ് ഇൻസ്ട്രുമെന്റ്സ്. അടുത്ത സ്പ്രെഡ് എന്താണെന്ന് പഠിക്കുക. ഏതൊരു തവണ സ്പ്രെഡ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ ബോറോയിങ് റേറ്റും ലെൻഡിങ് റേറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഒരു ബാങ്കിനെ സംബന്ധിച്ച് ബാങ്ക് ഡെപ്പോസിറ്റുകാർക്ക് കൊടുക്കുന്ന പലിശ നിരക്കും ബാങ്കിന് ലോൺ കൊടുക്കും. ബാങ്ക് ലോൺ കൊടുക്കില്ലേ പബ്ലിക്കിന്, ആ ലോൺ അടയ്ക്കുമ്പോൾ അവരടയ്ക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ബാങ്കിന്റെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ. ഈ ബാങ്കിന്റെ പ്രോഫിറ്റിനെ നമ്മൾ എക്കണോമിക്സ് ഭാഷയിൽ വിളിക്കുന്ന പേരാണ് സ്പ്രെഡ് കേട്ടോ. SPREAD. ഓക്കെ ആണോ? ഇറ്റ് ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ബോറോയിങ് റേറ്റ് ആൻഡ് ലെൻഡിങ് റേറ്റ്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമുക്ക് മണി ആൻഡ് ബാങ്ക് എന്ന ചാപ്റ്ററിൽ നമ്മൾ ഇത്രയാണ് പഠിക്കേണ്ടത്. ഓക്കെ അല്ലേ? ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ലിമിറ്റേഷൻ ഓഫ് ബാർട്ടർ സിസ്റ്റം, ഫംഗ്ഷൻസ് ഓഫ് മണി. ഈ ടോപ്പിക്സ് എല്ലാം പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുക കേട്ടോ നിങ്ങൾ. ഓക്കെ അല്ലേ? യെസ്. അടുത്താണ് അതിൻ്റെ ഒരു പ്രോബ്ലം ആണ്. CRR ഓൾറെഡി നമ്മൾ പറഞ്ഞാണ് ആ പ്രോബ്ലം, ഞാൻ വീണ്ടും പറയുന്നില്ല കേട്ടോ. യെസ്. അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. യെസ്, നെക്സ്റ്റ് ചാപ്റ്റർ ആണ് ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ്. നമ്മുടെ 4th ചാപ്റ്റർ ആണ് മാക്രോ ഇക്കണോമിക്സിൽ. അതിലാരും എക്സ് ആൻഡും എക്സ്പോസ്റ്റും എന്നാണ് പഠിക്കുക. എക്സ് ആൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്യുന്ന വാല്യൂ ആണ് എക്സ് ആൻഡ്. ആക്ച്വലി സംഭവിക്കുന്ന വാല്യൂവിനെ നമുക്ക് എക്സ്പോസ്ഡ് എന്ന് പറയാം. ഓക്കെ അല്ലേ? ഇതിൽ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് MPC MPS ആണ്. സാറേ കാണിച്ചു. ഇതിന് എന്തായാലും MPC ന്നും MPSC ന്നും ഒരു പ്രോബ്ലം എന്തായാലും വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ MPC എന്ന് പറഞ്ഞാൽ മക്കളെ നോട്ട് ചെയ്യാം. MPC C അല്ലേ? അപ്പൊ ഇത് കൺസംഷനാ, മനസ്സിലായോ? അപ്പൊ ഇറ്റ് ഈസ് എ റേഷ്യോ ബിറ്റ്വീൻ കൺസംഷൻ ടു ഇൻകം ആണ് കേട്ടോ. കൺസംഷനും ഇൻകവും തമ്മിലുള്ള റേഷ്യോ ആണ്. അതായത് ചേഞ്ച് ഇൻ കൺസംഷൻ ടു ചേഞ്ച് ഇൻ ഇൻകം കേട്ടോ. ഇക്വേഷൻ എന്താ? ഡെൽറ്റ C ഡിവൈഡഡ് ബൈ ഡെൽറ്റ Y. MPCക്ക് പകരം MPS വരാം. അപ്പൊ S അല്ലേ? അപ്പൊ സിക്ക് പകരം നിങ്ങൾ എന്ത് കൊടുക്കുക? S എന്ന് കൊടുക്കുക. അപ്പൊ ഡെൽറ്റ S ബൈ ഡെൽറ്റ Y. Y എന്ന് പറഞ്ഞാൽ ഇൻകം എന്നാണ് അർത്ഥം കേട്ടോ. അപ്പൊ MPC കാണാനുള്ള ഇക്വേഷൻ എന്താ? മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം കാണണമെങ്കിൽ ഡെൽറ്റ C ബൈ ഡെൽറ്റ Y. ഈ MPCനെ നമ്മൾ സ്മോൾ ലെറ്റർ C ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യും. സ്മോൾ ലെറ്റർ C എന്ന് പറഞ്ഞാൽ MPC ആണ് കേട്ടോ. ഓക്കെ അല്ലേ? സ്മോൾ ലെറ്റർ C ആണേ. യെസ്. MPS എന്ന് പറഞ്ഞാൽ ഡെൽറ്റ S ബൈ ഡെൽറ്റ Y. ഈ MPCയും MPS കൂടി കൂട്ടുമ്പോൾ 1 കിട്ടും കേട്ടോ. അത് 1 മാർക്കിന് ചിലപ്പോൾ ചോദിക്കും കേട്ടോ. MPC പ്ലസ് MPS ഈസ് ഈക്വൽ ടു 1 ആണ്. ഓക്കെ അല്ലേ? ചിലപ്പോൾ 1 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പൊ 1 ആണ് കേട്ടോ. അപ്പൊ MPCയും MPS ഒരിക്കലും 1നേക്കാൾ കൂടുതൽ പോകത്തില്ല കേട്ടല്ലോ. രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് 1 ആണ് കിട്ടുക. അതുപോലെ തന്നെ APCയും APS കൂടി കൂട്ടുമ്പോൾ 1 ആണ്. അത് ഡെൽറ്റ ഇല്ല, C ബൈ വൈയും S ബൈ വൈയും. അപ്പൊ അതിന്റെ പ്രോബ്ലം ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം കേട്ടോ. When the income of a household
ഇൻക്രീസസ് ഫ്രം 100 to 120. കണ്ടോ, ഇൻകത്തിന് എന്താ സംഭവിച്ചത്? ഇൻകം എന്ന് പറയുന്നത് y ആണ്. y 100-ൽ നിന്ന് 120 രൂപയായി. അപ്പൊ കൺസംഷൻ എന്ത് സംഭവിച്ചു? 80-ൽ നിന്ന് 95 ആയി അല്ലേ? അപ്പോ കൺസംഷൻ ഉണ്ടായ മാറ്റമല്ലേ നമ്മൾ ആദ്യം ഇതിന്റെ MPC കാണാൻ എന്താ ചെയ്യണ്ടേ? ഡെൽറ്റ സി ബൈ ഡെൽറ്റ വൈ. കൺസംഷൻ ഉണ്ടായ മാറ്റം 80-ൽ നിന്ന് 95 അല്ലേ ആയത്? അപ്പൊ ഡിഫറൻസ് എത്രയാ? 15 ബൈ ഇൻകോ 100-ൽ നിന്ന് 120 ആയി. അപ്പൊ എത്ര ചേഞ്ച്? 20. അപ്പൊ 15 ബൈ 20 0.75. ക്ലിയർ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? അപ്പൊ MPC 0.75 ആണെങ്കിൽ MPS എത്രയായിരിക്കും? 0.25. എന്നാലും നമുക്ക് 1 കിട്ടാം. അപ്പൊ 1-ൽ നിന്ന് ഇത് കുറച്ച് നമുക്ക് MPS കിട്ടും. ഓക്കെ ആണെങ്കിൽ കൈസി കാണിച്ച എല്ലാവരും MPC കിട്ടിയാൽ MPS കാണാൻ 1-ൽ നിന്ന് അത് കുറച്ചാൽ മതി. ഇനി MPS വന്നിട്ട് MPC കാണാൻ അത് 1-ൽ നിന്ന് കുറയ്ക്കാം. എന്തായാലും 1-ൽ നിന്ന് കുറയ്ക്കാം കേട്ടോ. SR അടുത്ത ക്വസ്റ്റ്യൻ. ഇത് ഒരു എക്സാമിന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതോ ഒരു വർഷം എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇൻകം തന്നിട്ടുണ്ട്, കൺസംഷൻ തന്നിട്ടുണ്ട്, സേവിങ്സ് കാണണം, APC കാണണം, MPC കാണണം, APS കാണണം, MPS കാണണം കേട്ടോ. അപ്പൊ ഇത് ഒരു തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആണ്. അപ്പൊ ആദ്യം ഇൻകം തന്നപ്പോൾ 1500 രൂപ നമ്മുടെ വരുമാനം ഉണ്ട്. അതിൽ 15,000 രൂപയും നമ്മൾ ചെലവാക്കി. അപ്പൊ സേവിങ്സ് വല്ലതുണ്ടോ മക്കളെ? സേവിങ്സ് വല്ലതുണ്ടോ? സേവിങ്സ് ഒന്നും തന്നെ ഇല്ല അല്ലേ? സോ നമുക്ക് അവിടെ 0 എന്ന് എഴുതാം കേട്ടോ. നമുക്ക് എന്ത് എഴുതാം? 0. മനസ്സിലായോ? അപ്പൊ കുറച്ചാൽ മതി. ഇൻകത്തിന്ന് നമുക്ക് ഈ പറയുന്ന കൺസംഷൻ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? സേവിങ്സ് കിട്ടും. അപ്പൊ ഇൻകത്തിന് എന്ത് കുറയ്ക്കണം? കൺസംഷൻ കുറച്ചാൽ നമുക്ക് സേവിങ്സ് കിട്ടും. അപ്പൊ ഫസ്റ്റത്തേൽ നമുക്ക് എന്താണ് സേവിങ്സ് വരിക? സേവിങ്സ് നില്ലായിരിക്കും അല്ലെ? ഒന്നും ഉണ്ടാകത്തില്ല. അടുത്തതോ 20,000 രൂപയാണ് വരുമാനം, 18,000 ചെലവാക്കി. അപ്പൊ ബാക്കി 2,000 രൂപ നമ്മുടെ സേവിങ്സ്. ഓക്കെ ആണെങ്കിൽ കൈവശം കാണിച്ച് എല്ലാവരും സെറ്റ് ആണെങ്കിൽ കൈവശം കാണിച്ച്. യെസ്. അടുത്തത് 25,000 രൂപ വരുമാനം ഉണ്ട്. ആ 25,000 രൂപയിൽ 21,000 രൂപയെ ചെലവാക്കിയുള്ളൂ, കൺസംഷൻ ചെയ്തുള്ളൂ. ബാക്കി എത്ര രൂപ കാണിച്ചു എല്ലാവരും സ്ക്രീനിൽ? 25-ന് 21 കുറച്ച് 4 അല്ലേ? യെസ്. 4,000 രൂപ നമ്മുടെ സേവിങ്സ്, 4,000. അടുത്ത് 23,500 ചെലവാക്കി. അപ്പൊ എത്ര വരിക? 6,500 ആണെങ്കിൽ കൈവശം കാണിച്ച 6,500 അല്ലേ? യെസ്. 6,500. കണ്ടോ? സിമ്പിൾ ആണ്. ഇനി APC എങ്ങനെ കാണാം? APC കാണാനായിട്ട് നമ്മൾ C/Y അല്ലെ? C/Y അല്ലേ ചെയ്യണ്ടേ? അപ്പൊ 15,000 ബൈ 15,000 നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. അതിനില്ലാതെ ഇട്ടേക്കണം, അത് ഇടണമെന്നില്ല. 18,000 ബൈ 20,000. അങ്ങനെ C/Y ചെയ്താൽ നമുക്ക് APC കിട്ടും. APC കാണണമെങ്കിൽ എന്താ ചെയ്യണ്ടേ? C/Y. ഇനി APS കാണാൻ എന്താ ചെയ്യണ്ടേ? APS കാണാൻ ഒന്നിൽ S/Y ചെയ്യാം, അല്ലെങ്കിൽ 1 - APC ചെയ്താലും വളരെ സിമ്പിൾ കേട്ടോ. ഒന്നിന് APC കുറച്ചാൽ മതി. അപ്പൊ APS കിട്ടും. ഇനി MPC എങ്ങനെ കാണാം? MPC കാണണമെങ്കിൽ ഡെൽറ്റ സി ബൈ ഡെൽറ്റ വൈ. ഡെൽറ്റ സി എന്ന് പറഞ്ഞാൽ കൺസംഷൻ ഉണ്ടായ മാറ്റം. അപ്പൊ ആദ്യം 15,000 ആയിരുന്നു കൺസംഷൻ, പിന്നെ 18,000 ആയില്ലേ? അപ്പൊ എത്ര ചേഞ്ച്? എത്ര ചേഞ്ച്? 3,000 അല്ലേ ചേഞ്ച്? ആണോ? അപ്പൊ 3,000 ഡിവൈഡഡ് ബൈ എന്ത് വരും? ഇൻകോ 15,000 എന്നുള്ള ഇൻകം 20,000 ആയില്ലേ? അപ്പൊ എത്ര ചേഞ്ച്? 5,000. അപ്പൊ 3,000 ബൈ 5,000 ചെയ്യുക. അതാണ് നമ്മുടെ ഒന്നാമത്തെ, അതായത് ഒന്നാമത്തെ ഡാഷ് ആണ് രണ്ടാമത്തെ ആൻസർ. കത്തിങ്ങൾ കൈശി കാണിച്ച എല്ലാവരും ക്ലിയർ ആയില്ലേ? അതേപോലെ അടുത്തത് 18,000 21,000 ആയി. അപ്പൊ എത്ര ചേഞ്ച്? 3,000. അത് 3,000 തന്നെയാണ്. 3,000 ഡിവൈഡഡ് ബൈ 20,000 25,000 ആയി. അതും 5,000. കത്തിയില്ലേ? അപ്പൊ നമുക്ക് ഇവിടുത്തെ ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? അടുത്ത് 21,000 23,500 ആയി. അപ്പൊ എത്ര വരിക? 2,500. 21 22 23 അല്ലെ? 2,500. ഇവിടെ 5,000. അപ്പൊ 2,500 ബൈ 5,000. കത്തിയില്ലേ മക്കളെ? കൈശി കാണിച്ച എല്ലാവരും? യെസ്. അപ്പൊ MPC കിട്ടിയാൽ പിന്നെ MPS കാണാൻ എന്ത് ചെയ്താൽ മതി? 1 - MPC ചെയ്താൽ മതി. സിമ്പിൾ അല്ലേ? 1-ൽ നിന്ന് MPC കുറച്ചാൽ മതി. അപ്പൊ ഈ ടേബിൾ ചിലപ്പോൾ 4 മാർക്കിനൊക്കെ ചോദിക്കാം, 4-5 മാർക്കിനൊക്കെ ചോദിക്കാം. വന്നാൽ രക്ഷപ്പെട്ടു. ഇതാണ് നമ്മുടെ സാധനം. വേറെ ഒറ്റ കുട്ടികളും കിട്ടത്തില്ല, നിങ്ങൾക്ക് കിട്ടും കേട്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഇത് പഠിച്ചിട്ട് പോവാ. APC MPC MPS കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? എല്ലാവർക്കും ഓക്കെ അല്ലേ? എക്സസൈസ് ക്ലിയർ ആയില്ലേ? ഓക്കെ. അടുത്ത ടോപ്പിക്കാണ് കൺസംഷൻ ഫംഗ്ഷൻ. എന്താണ് കൺസംഷൻ ഫംഗ്ഷൻ? ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് കൺസംഷൻ അല്ലെ? ഒരു കൺസ്യൂമറിന്റെ, ഒരു ഉപഭോക്താവിന്റെ കൺസംഷനും ഇൻകവും അല്ലെ, അതായത് ഉപഭോഗവും വരുമാനവും തമ്മിലുള്ള ബന്ധമാണ് കൺസംഷൻ ഫംഗ്ഷൻ. അത് കാണാനുള്ള ഇക്വേഷൻ എന്താ? C = C bar + CY. മക്കളെ ഈ C ബാർ എന്താന്ന് ചോദിക്കാറുണ്ട്. അതല്ലേ ഈ വട്ടം ചോദിച്ച മോഡൽ എക്സാമിന്. C bar എന്ന് പറഞ്ഞാൽ ഓട്ടോണോമസ് കൺസംഷൻ. ഓക്കെ അല്ലേ? ഓട്ടോണോമസ് കൺസംഷൻ പറയുന്നത് ദ കൺസംഷൻ വെൻ ഇൻകം ഈസ് 0. കണ്ടോ? വരുമാനം 0 ആകുമ്പോൾ, വരുമാനം ഒന്നുമില്ല മക്കളെ, പക്ഷെ അവിടെ ചെലവുണ്ട്, കൺസംഷൻ ഉണ്ട്. ആ കൺസംഷനെ വിളിക്കുന്ന പേരാണ് ഓട്ടോണോമസ് കൺസംഷൻ. അതിനെ C bar എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാം കേട്ടോ. C bar എന്ന് പറയുന്ന എന്താ സാധനം? ഓട്ടോണോമസ് കൺസംഷൻ. C ഇട്ടിട്ട് മോളൊരു ബാർ ഇട്ടാൽ C bar എന്നാണ് വായിക്കുക. C bar എന്ന് പറഞ്ഞാൽ ഓട്ടോണോമസ് കൺസംഷൻ. ഇൻകം 0 ആകുമ്പോൾ ഉണ്ടാകുന്ന കൺസംഷൻ ആണ് ഓട്ടോണോമസ് കൺസംഷൻ. അടുത്താണ് ഷോ.
അടുത്ത നമ്മുടെ കമ്പോണന്റ് ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ആണ്. ഇത് ഈ തവണ എക്സാമിന് ഉണ്ടായിരുന്നു. അതായത് കമ്പോണൻസ് ചോദിക്കും. 2 സെക്ടർ ഇക്കോണമിയിലെ കമ്പോണന്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഹൗസ് ഹോൾഡും അതുപോലെ ഹൗസ് ഹോൾഡ് കൺസംഷൻ എക്സ്പെൻഡിച്ചറും ഫേംസിൽ വരുന്ന ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചറും. 2 സെക്ടർ എന്ന് പറഞ്ഞാൽ ഹൗസ് ഹോൾഡ് ഫേം അല്ലേ ഉണ്ടാവുക. അപ്പൊ ഹൗസ് ഹോൾഡിൽ ഏത് സെക്ടർ വരിക, ഏത് ഇതാ വരിക, കമ്പോണന്റ് വരിക, കൺസംഷൻ എക്സ്പെൻഡിച്ചർ കേട്ടോ. കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആണ് ഒന്നാമത്തെ കമ്പോണന്റ്. ഫേം ആണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ. ഇനി 3 സെക്ടർ ചോദിച്ചാലോ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ. അതെയോ? അപ്പൊ കമ്പോണൻസ് ഓഫ് 2 സെക്ടർ ഇക്കോണമി ചോദിച്ചാൽ ഇത് രണ്ടും എഴുതാം. 3 സെക്ടർ ആണെങ്കിൽ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ കൂടി എഴുതാം. സെറ്റ് അല്ലേ മക്കളെ? എല്ലാവരും കൈവശി കാണിച്ചേ. യെസ്. അപ്പൊ ഇവിടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കാണുന്ന ഇക്വേഷൻ എന്താ? സി പ്ലസ് ഐ. സി എന്ന് പറഞ്ഞാൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആണ്, ഐ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ്സ്. കൺസംഷൻ എക്സ്പെൻഡിച്ചർ എങ്ങനെ കാണാം? സി ബാർ പ്ലസ് സി വൈ അല്ലേ. അപ്പൊ സി ബാർ പ്ലസ് സി വൈയും ഐയും കൂടി കൂട്ടുമ്പോഴാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് കിട്ടുക കേട്ടോ. സാർ അടുത്ത ക്വസ്റ്റ്യൻ. ചിലപ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് കാണാൻ ചോദിക്കും 2 സെക്ടർ ഇക്കോണമിയിൽ. അപ്പൊ സിയും ഐയും കൂടി കൂട്ടിയാൽ മതി. അപ്പൊ നമുക്ക് അഗ്രിഗേറ്റ് ഡിമാൻഡ് കിട്ടും കേട്ടോ. അപ്പൊ ഇവിടെ സി എന്ന് പറഞ്ഞാൽ 65 പ്ലസ് 0.75 ഐ ആണ്. അപ്പൊ 65 പ്ലസ് 0.75 ഐന്റെ കൂടെ ഐ ഇൻവെസ്റ്റ്മെന്റ് 35 കൂട്ടാം. അപ്പൊ ഈ 65 35 കൂടി കൂട്ടുമ്പോൾ 100 കിട്ടും. അപ്പൊ 100 പ്ലസ് 0.75 ഐ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ അഗ്രിഗേറ്റ് ഡിമാൻഡ് കാണാൻ ആ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെക്കുക. ഇക്വേഷനിൽ വെറുതെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എസ് സാർ അടുത്ത് കാണിച്ചു. അടുത്താണ് അഗ്രിഗേറ്റ് സപ്ലൈ ആണ് മക്കളെ. അഗ്രിഗേറ്റ് സപ്ലൈ എപ്പോഴും ഏത് ഷേപ്പിലായിരിക്കുക? 45 ഡിഗ്രി ആംഗിളിൽ വരുന്ന കർവാണ് അഗ്രിഗേറ്റ് സപ്ലൈ കർവ്. 45 ഡിഗ്രി ആംഗിളില് 45 ഡിഗ്രി ആംഗിളിൽ വരുന്ന വേറൊരു കർവ് ഉണ്ടല്ലോ മൈക്രോ എക്കണോമിക്സിൽ. ഏതാ? ആര് പറയും? ഇന്നലെ പറഞ്ഞതാ. 45 ഡിഗ്രി ആംഗിളിൽ വരുന്ന വേറൊരു കർവ് ഏതാ? അക്സസൈൻ. തല പോകുകയാണ്. എന്ത് അറിയത് പറഞ്ഞു എല്ലാം കൂടി ആയപ്പോ എല്ലാം കൂടി കൺഫ്യൂഷൻ ആയിരുന്നു. ഓർക്കുന്നുണ്ട് ആരെങ്കിലും? 45 ഡിഗ്രി ആംഗിളിൽ വരുന്ന മൈക്രോ എക്കണോമിക്സിൽ ഒരു കർവ് ഉണ്ടല്ലോ. യെസ്. അവനിത് ഏതാടാ ആ കർവ്? ടി ആർ കർവ് അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ വരുന്ന ടി ആർ കർവ് 45 ഡിഗ്രി ആംഗിളിലാണ്. എല്ലാവർക്കും ഓക്കെ അല്ലേ മക്കളെ? കൈവശം കാണിച്ചേ. യെസ്. അടുത്ത ടോപ്പിക്കിലോട്ട് പോ സാർ. നെക്സ്റ്റ് ടോപ്പിക് ഡിറ്റർമിനേഷൻ ഓഫ് ഈക്വിലിബ്രിയം ഇൻകം ആണ്. ഈക്വിലിബ്രിയം ഇൻകം ആണ് ഇക്വേഷൻ പഠിച്ചു വെക്കാൻ ചോദിക്കാറുണ്ട്. വൈ സ്റ്റാർ. ഇത് 2 സെക്ടർ ഇക്കോണമി ആണ്. 2 സെക്ടറിൽ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? കൺസംഷനും ഇൻവെസ്റ്റ്മെന്റും മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ഈക്വിലിബ്രിയം ഇൻകം കാണാനുള്ള ഇക്വേഷൻ എന്താ വരിക? സി ബാർ പ്ലസ് ഐ ബാർ ഡിവൈഡ് ബൈ 1 മൈനസ് സി. മക്കളെ ഈ സി ബാറിനെയും ഐ ബാറിനെയും കൂടി കൂട്ടിച്ചേർത്ത് നമുക്ക് വേണമെങ്കിൽ എ ബാർ എന്ന് പറയാം കേട്ടോ. എ ബാർ. ബാറുകളെല്ലാം കൂട്ടി എ ബാർ എന്ന് പറയാം കേട്ടോ. അപ്പൊ സി ബാറും ഐ ബാറും കൂട്ടിയാൽ നമുക്ക് വേണമെങ്കിൽ എ ബാർ എന്ന് പറയാം. ഈ സി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ എം പി സി ആണ്. സി എന്ന് പറയുന്നത് എം പി സി, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ആണ്. വെറുതെ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. ഇവരുടെ എക്സാമിന് ഉണ്ടായിരുന്നില്ലേ? സി ബാറും ഐ ബാറും തന്നിട്ട് എം പി സി സി തന്നിട്ട് കാണാം. സിമ്പിൾ ആണ് കേട്ടോ. വൈ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഈക്വിലിബ്രിയം ഇൻകം എന്നാണ് അർത്ഥം. സാറെ കാണിച്ചു. അതിന്റെ ഗ്രാഫ് വരയ്ക്കാനുണ്ടായിരുന്നില്ലേ? ഗ്രാഫ് മക്കളെ ഒന്നുമില്ല. പ്ലെയിൻ ആക്കൂ സാറേ. ഗ്രാഫ് ഒന്നുമില്ല മക്കളെ. ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ വരയ്ക്കുക. ഇവിടെ എക്സാമിന് ഉണ്ടായിരുന്നു കേട്ടോ. പലരും വരച്ചിട്ടുണ്ടാവും. അഗ്രിഗേറ്റ് സപ്ലൈ വരയ്ക്കുക. 45 ഡിഗ്രി തൊട്ട് മുകളിൽ നിന്ന് അഗ്രിഗേറ്റ് ഡിമാൻഡ് വരയ്ക്കുക. ഇത്രയുള്ളൂ സാർ. ഇതാണ് ഈക്വിലിബ്രിയം ഇൻകം. വൈ സ്റ്റാർ. കത്തിയ മക്കളെ? കത്തിങ്ങൾ കഴിച്ച് കാണിച്ച എല്ലാവരും സിമ്പിൾ ആണ്. അപ്പോൾ ഈക്വിലിബ്രിയം ഇൻകം കാണാനായിട്ടുള്ള ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞാൽ ഇതാണ് നിങ്ങൾ വരയ്ക്കേണ്ടത് കേട്ടല്ലോ. ഇത് എക്സസ് സപ്ലൈ, ഇത് എക്സസ് ഡിമാൻഡ് കേട്ടോ. ചിലപ്പോൾ അതും ചോദിക്കാം, മാർക്ക് ചെയ്യാൻ പറയും. ഇത് എക്സസ് സപ്ലൈ ആണ്, ഇത് എക്സസ് ഡിമാൻഡ് കേട്ടോ. എക്സസ് ഡിമാൻഡ്. യെസ്. അത് മാർക്ക് ചെയ്യാൻ പറയുകയാണെങ്കിൽ അത് മാർക്ക് ചെയ്യാം കേട്ടോ. സെറ്റ് ആണെങ്കിൽ കഴിച്ച് കാണിച്ച എല്ലാവരും. യെസ് സാർ. അടുത്ത ക്വസ്റ്റ്യൻ. In an economy, C is equal to 20 plus 0.8. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് മോഡൽ എക്സാമിന് ചോദിച്ചത്. നമുക്ക് സി തന്നിട്ടുണ്ട് 20 പ്ലസ് 0.8 വൈ ആണ്. ഐ തന്നിട്ടുണ്ട്. എങ്കിൽ ഈക്വിലിബ്രിയം ഇൻകം കാണാം. ഈക്വിലിബ്രിയം ഇൻകം ഇക്വേഷൻ ഞാനിപ്പോൾ പറഞ്ഞത് അല്ലേ? സി ബാർ പ്ലസ് ഐ ബാർ ഡിവൈഡ് ബൈ 1 മൈനസ് സി. അപ്പൊ സി ബാർ എന്ന് പറഞ്ഞാൽ മക്കളെ സി എന്ന് പറഞ്ഞ എന്താ സാധനം? സി ബാർ പ്ലസ് സി വൈ ആണ് അല്ലേ? നമുക്ക് സി ബാർ മാത്രം മതി. ഇക്വേഷനിൽ സി ബാർ 20 ആണ്. അപ്പൊ 20 പ്ലസ് ഐ ബാർ തന്നിട്ടുണ്ട്. ഐ എന്ന് പറഞ്ഞാൽ ഐ ബാർ ആണ് കേട്ടോ. അതും 20 ആണ്. 20 പ്ലസ് 20 ഡിവൈഡഡ് ബൈ 1 മൈനസ് സി. സി എന്ന് പറയുന്നത് എന്താ? എം പി സി ആണ്. സി ഇവിടെ ഉണ്ട്. സ്മോൾ ലെറ്റർ സി ആണ്. സി 0.8 ആണ്. സോ 0.8. അപ്പൊ 20 പ്ലസ് 20 40. 40 ഡിവൈഡ് ബൈ 0.2 200. സെറ്റ് അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ഈ പ്രോബ്ലം പഠിച്ചു വെക്കണേ. എക്സാമിന് ചോദിക്കാം. സാർ അടുത്ത ഡയഗ്രാം. പിന്നെ ഒരു ഗ്യാപ്പാണ്. ഡെൽറ്റ ആയി വരുന്ന ഒരു ചേഞ്ച് ആണ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അടുത്ത മൾട്ടിപ്ലെയർ ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലെയർ ആണ് കേട്ടോ. ഈ മൾട്ടിപ്ലെയറുകളെല്ലാം പഠിച്ചു വെക്കുക. ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലെയർ കാണണമെങ്കിൽ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ഐ ആണ്. അപ്പൊ ഡെൽറ്റ വൈ ചിലപ്പോൾ ഇൻവെസ്റ്റ്മെന്റിന്റെ ചേഞ്ച് കണ്ടുപിടിക്കാൻ പറയും, അല്ലെങ്കിൽ ഇൻകത്തിന്റെ ചേഞ്ച് കണ്ടുപിടിക്കാൻ പറയും കേട്ടോ. അത് ചോദിക്കാറുണ്ട്. അപ്പൊ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ചിലപ്പോൾ മൾട്ടിപ്ലെയർ തരും, അതിന്റെ ചേഞ്ച് ഇൻ ഇൻവെസ്റ്റ്മെന്റ് തരും, എന്നിട്ട് ചേഞ്ച് ഇൻ ഇൻകം കാണാൻ പറയും. അപ്പൊ ഇതിന് ഇങ്ങോട്ട് കൊണ്ടുപോകും. അപ്പൊ ഇൻഡു ചെയ്താൽ മതി കേട്ടോ. ഇൻഡു ചെയ്യാം കേട്ടോ. അത് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻ. വേണമെങ്കിൽ നമുക്ക് നാളെ മോർണിംഗിൽ ഞാൻ അത് പറഞ്ഞുതരാം പ്രോബ്ലം കേട്ടോ.
അടുത്ത ലാസ്റ്റ് ടോപ്പിക് ആണ് ഈ ചാപ്റ്ററിലെ പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ്. എന്താ പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തെ MPS കൂടിയത് കൊണ്ട് ഒരിക്കലും ടോട്ടൽ സേവിങ്സ് കൂടണമെന്നില്ല അല്ലേ? ഓക്കെ, ഇഫ് ദ MPS in an economy has increased, it may not lead to increase in total savings. ശരിയല്ലേ? ഒരു ഇക്കോണമിയിലെ MPS കൂടിയത് കൊണ്ട് ഒരിക്കലും ടോട്ടൽ സേവിങ്സ് കൂടണമെന്നില്ല. ഇറ്റ് മേ റിമെയിൻ കോൺസ്റ്റന്റ് ഓർ ഡിക്രീസ്. കണ്ടോ, അത് വേണമെങ്കിൽ എന്താവാം, കോൺസ്റ്റന്റ് ആവുകയോ കുറയുകയോ ചെയ്യാം. ആ ടെൻഡൻസിനെ വിളിക്കുന്ന പേരാണ് പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ്. ക്ലിയർ ആണ് കഴിച്ച് കാണിച്ച്? കാണാതെ കഥ പോലെ പഠിക്കുക. MPS കൂടിയത് കൊണ്ട് ടോട്ടൽ സേവിങ്സ് കൂടണമെന്നില്ല, ടോട്ടൽ സേവിങ്സ് കുറയുകയോ കോൺസ്റ്റന്റ് ആവുകയോ ചെയ്യാം. ആ സിറ്റുവേഷനെയാണ് പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് എന്ന് പറയുക കേട്ടോ. സെറ്റ് അല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? ചിലപ്പോൾ അത് 2 മാർക്കിന് ചോദിക്കുക, എക്സ്പ്ലെയിൻ പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് കേട്ടോ. അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. അടുത്ത ചാപ്റ്റർ ഗവൺമെന്റ് ബജറ്റ് ആണ്. സാറേ കാണിച്ചു. നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് പോകാം. നെക്സ്റ്റ് ചാപ്റ്റർ ഗവൺമെന്റ് ബഡ്ജറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഗവൺമെന്റ് ബഡ്ജറ്റിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് നമുക്ക് നോക്കാം. ഗവൺമെന്റ് ബഡ്ജറ്റ് ആൻഡ് ദി ഇക്കോണമി. അതിൽ ആദ്യം ബഡ്ജറ്റ് എന്താന്ന് പഠിക്കാം കേട്ടോ. ബഡ്ജറ്റ് ഈസ് ദ എന്താ? ബഡ്ജറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ഗവൺമെന്റ് അല്ലേ? ഗവൺമെന്റിന് ഇൻകവും എക്സ്പെൻഡിച്ചറും കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ബഡ്ജറ്റ്. ബഡ്ജറ്റിന്റെ ഫംഗ്ഷൻസ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. 3 ഫംഗ്ഷൻ ഉണ്ട്. അലോക്കേറ്റീവ് ഫംഗ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ റീഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയാം, സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷൻ. സാറേ കാണിച്ചു അതിന് എക്സ്പ്ലനേഷൻ. അലോക്കേറ്റീവ് എന്ന് പറഞ്ഞാൽ പബ്ലിക് ഗുഡും പ്രൈവറ്റ് ഗുഡും പറയാം. ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ കിട്ടുന്ന ടാക്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പാവങ്ങളുടെ എഡ്യൂക്കേഷനും ഹെൽത്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കുക. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. സ്റ്റെബിലൈസേഷൻ എഴുതുമ്പോൾ മസ്റ്റ് ആയിട്ട് നിങ്ങളൊരു ഡയഗ്രാം വരയ്ക്കണം. ഞാൻ പഠിപ്പിച്ച ഡയഗ്രാമിൽ ഇങ്ങനെ ഒരു ഡയഗ്രാം ഇങ്ങനെ ഫ്ലോ ആയിട്ട് അല്ലേ, സർക്കിൾ അല്ലെ, ബിസിനസ് സൈക്കിൾ. ഇത് ബൂം സിറ്റുവേഷൻ, റിസഷൻ, ഡിപ്രഷൻ, റിക്കവറി. സ്റ്റാറ്റിസ്റ്റിക്സുകാർക്ക് ഇത് അറിയാം അല്ലേ? ഈ ഫിഗർ അറിയില്ലേ സ്റ്റാറ്റിസ്റ്റിക്സുകാരുടെ? ഓക്കെ. അപ്പോൾ ഇത് സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷൻ ആണ് കേട്ടോ. സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇത് ഇവിടെ വരച്ചു വെക്കണം കേട്ടോ. സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷൻ എഴുതുമ്പോൾ അശ്വന്റെ ഈ ഫിഗർ വരച്ചു വെക്കണം കേട്ടോ. എല്ലാവർക്കും ഓക്കെ? ലക്ഷ്മപ്രിയ ഓക്കെ. അപ്പൊ എല്ലാവരും ഇതാണ് ഫംഗ്ഷൻസ് ഓഫ് ബഡ്ജറ്റ്. അടുത്ത പബ്ലിക് ഗുഡും പ്രൈവറ്റ് ഗുഡും നമ്മുടെ ഡിഫറൻസ് ചിലപ്പോൾ 3 മാർക്കിന് ചോദിക്കാം. പബ്ലിക് ഗുഡ് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഗുഡ് ഏതൊക്കെയാ? റോഡ്, റെയിൽവേ, ബസ് സ്റ്റോപ്പ്, ബസ്, ഇതൊക്കെ എന്താണ്? പബ്ലിക് ഗുഡ് ആണ്. പ്രൈവറ്റ് ഗുഡ് എന്ന് പറഞ്ഞാൽ സ്വകാര്യ വ്യക്തിയുടെ അണ്ടറിലുള്ളതാണ് കേട്ടോ. അത് കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു ഗുഡ് അല്ല. സോ അത് പഠിച്ചു വെക്കുക കേട്ടോ, അത് ഇമ്പോർട്ടന്റ് ആണ്. അടുത്താണ് നമ്മുടെ ബാലൻസ്ഡ് ബഡ്ജറ്റ്. മക്കളെ ബഡ്ജറ്റ് 2 ടൈപ്സ് ഓഫ് ബഡ്ജറ്റ് ഉണ്ട്. 2 ടൈപ്സ് ഓഫ് ബഡ്ജറ്റ് ഉണ്ട്. ബാലൻസ്ഡും ഉണ്ട്, അൺബാലൻസ്ഡും ഉണ്ട്. ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം വാട്ട് ആർ ദ 2 ടൈപ്സ് ഓഫ് ബഡ്ജറ്റ്. ബാലൻസ് പറഞ്ഞാൽ 2 ഈക്വലാ. റവന്യൂ എക്സ്പെൻഡിച്ചറും ഗവൺമെന്റ് റവന്യൂ എക്സ്പെൻഡിച്ചർ തുല്യമാണെങ്കിൽ അതിനെ ബാലൻസ്ഡ് എന്ന് പറയാം. ഈക്വൽ അല്ലെങ്കിലോ അത് അൺബാലൻസ്ഡ് ആണ് കേട്ടോ. നവനീതേ, നിരഞ്ജൻ ഓക്കെ. അൺബാലൻസ് പറയുമ്പോൾ ഈക്വൽ അല്ല അല്ലെ? ഈക്വൽ അല്ല എന്ന് പറയുമ്പോൾ 2 കേസിൽ വരാം. റവന്യൂ കൂടുതലും എക്സ്പെൻസ് കുറവാണെങ്കിൽ സർപ്ലസ് ബഡ്ജറ്റ്, റവന്യൂ കുറവും എക്സ്പെൻസ് കൂടുതലാണെങ്കിലോ ഡെഫിസിറ്റ് ബഡ്ജറ്റ്. ഓക്കെ അല്ലേ മക്കളെ? സർപ്ലസ്, ഡെഫിസിറ്റ്. അടുത്തത് മക്കളെ ഈ അടുത്ത കാലങ്ങളിൽ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. സോ ഇത് വരാൻ ചാൻസ് ഉണ്ട്. ഇത് ഫില്ല് ചെയ്യാൻ ചോദിക്കും കേട്ടോ. ഈ കമ്പോണന്റ് ഓഫ് ബഡ്ജറ്റ് ചോദിക്കുമ്പോൾ ഇത് എഴുതുന്നുണ്ട്. കമ്പോണൻസ് ഓഫ് ഗവൺമെന്റ് ബഡ്ജറ്റ്. ഈ ഫിഗർ ഓർത്ത് വെച്ചോ, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് വേണമെങ്കിൽ, കയ്യിലില്ലാത്തവർ കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കമ്പോണൻസ് ഓഫ് ദ ഗവൺമെന്റ് ബഡ്ജറ്റ് ചോദിച്ചാൽ ഇത് വരച്ച് വെക്കാം കേട്ടോ. ഈ ചാർട്ട് ചിലപ്പോൾ 5 മാർക്കിന് ചോദിക്കാം. സോ അതുകൊണ്ട് എല്ലാവരും ഇത് വരയ്ക്കണം, വരച്ച് പഠിക്കണം കേട്ടോ. സെറ്റ് അല്ലേ? ഒന്ന് കൈവശി കാണിച്ച് എല്ലാവരും. ഇതിന്റെ എക്സ്പ്ലനേഷൻ ഒന്ന് ഓർത്ത് വെക്കുക. എല്ലാത്തിന്റെ എക്സാമ്പിൾ ഓർത്ത് വെക്കുക. റവന്യൂ റെസിറ്റ് ഉണ്ട്. റവന്യൂ റെസിറ്റ് പറയുമ്പോൾ ഏതൊക്കെയാണ് വരിക എന്നുള്ളത് നോക്കുക. ഫൈൻ, പെനാലിറ്റീസ്, ആ ടാക്സ് ഒക്കെ വരാം. റവന്യൂ എക്സ്പെൻഡിച്ചർ, ഇൻട്രസ്റ്റ് പേയ്മെന്റ്, സാലറീസ് ആൻഡ് പെൻഷൻസ്, സബ്സിഡി ഒക്കെയാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അതുപോലെ ക്യാപിറ്റൽ റെസിറ്റ് ഉണ്ട്. ക്യാപിറ്റൽ റെസിറ്റ് ലോൺ എടുക്കുക. മനസ്സിലായി? ഞാൻ രാവിലെ പറഞ്ഞില്ലേ, ഗവൺമെന്റിൽ നിന്ന് ലോൺ എടുക്കുക. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഒക്കെയാണ് ക്യാപിറ്റൽ റെസിറ്റ്. അതുപോലെ തന്നെ മെഷീനറിയും ലാൻഡൊക്കെ വാങ്ങാൻ വേണ്ടി ചെലവാക്കുന്ന പൈസയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അവിടെ ഡെഫിസിറ്റ് ആണ്. ഡെഫിസിറ്റ് ബഡ്ജറ്റ് 3 ഉണ്ട്. റവന്യൂ ഡെഫിസിറ്റ് ഉണ്ട്, ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഉണ്ട്, പ്രൈമറി ഡെഫിസിറ്റ്. ഇതിന്റെ പ്രോബ്ലം ഏതോ ഒരു തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു. റവന്യൂ ഡെഫിസിറ്റ് കാണാൻ എന്താ ചെയ്യണ്ടേ? റവന്യൂ എക്സ്പെൻഡിച്ചറിൽ നിന്ന് റവന്യൂ റെസിറ്റ് കുറയ്ക്കുക. ഇവിടെ റവന്യൂ എക്സ്പെൻഡിച്ചർ തരും. നോക്കിയാൽ റവന്യൂ എക്സ്പെൻഡിച്ചർ എത്രയാ? 90,064. റവന്യൂ എക്സ്പെൻഡിച്ചറിൽ നിന്ന് റവന്യൂ റെസിറ്റ് കുറയ്ക്കുക. 5,773 കുറച്ചാൽ റവന്യൂ ഡെഫിസിറ്റ് കിട്ടും. ഫിസ്ക്കൽ കാണാൻ എന്താ ചെയ്യണ്ടേ? ടോട്ടൽ എക്സ്പെൻഡിച്ചർ എടുക്കുക. അപ്പോൾ ഏതൊക്കെ എക്സ്പെൻഡിച്ചർ ക്വസ്റ്റ്യൻ ഉണ്ടോ നോക്കണം. ഇവിടെ ഓൾറെഡി ടോട്ടൽ എക്സ്പെൻഡിച്ചർ തന്നിട്ടുണ്ട്. തന്നിട്ടില്ലെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൂട്ടുക. 2 കൂടി കൂട്ടിയാൽ മതി. അപ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ കിട്ടും കേട്ടോ. എന്നിട്ട് അതിൽ നിന്ന് എന്ത് കുറയ്ക്കുക? ടോട്ടൽ റവന്യൂ കുറയ്ക്കുക. അതിൽ ബോറോയിങ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കണം കേട്ടോ. അടുത്ത പ്രൈമറി ഡെഫിസിറ്റ്. ചിലപ്പോൾ പ്രൈമറി മാത്രം ചോദിക്കും കേട്ടോ. ഇതൊക്കെ തന്നിട്ട് പ്രൈമറി മാത്രം, അല്ലെങ്കിൽ പ്രൈമറി ഇക്വേഷൻ എഴുതാൻ പറയും. അതാണ് ചിലപ്പോൾ ചോദിക്കുക കേട്ടോ. പ്രൈമറി ഡെഫിസിറ്റ് കാണാൻ എന്താ ചെയ്യേണ്ടത്?
ഫിസ്ക്കലീന്ന് ഇൻട്രസ്റ്റ് കുറയ്ക്കുക. ഇൻട്രസ്റ്റ് തരും ക്വസ്റ്റിൽ കണ്ടോ, ഇൻട്രസ്റ്റ് പേയ്മെന്റ് എത്രയാ, ജസ്റ്റ് കുറച്ചാൽ മതി. ഓക്കെ ആണെങ്കിൽ കൈവശം കാണിച്ച എല്ലാവരും. അടുത്താണ് കമ്പോണന്റ് ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡ്. ഓൾറെഡി നമ്മൾ 2 സെക്ടർ ഇക്കോണമിയിലെ കമ്പോണന്റ് പറഞ്ഞു അല്ലേ, ഏതൊക്കെയാ, കൺസംഷനും ഇൻവെസ്റ്റ്മെന്റും. അപ്പൊ 3 സെക്ടറിൽ ഗവൺമെന്റ് കൂടി ചേർത്താൽ മതി കേട്ടോ. ഗവൺമെന്റ് ചേർത്താൽ നമുക്ക് 3 സെക്ടർ ഇക്കോണമിയിൽ കിട്ടും. അടുത്ത നമ്മുടെ ഈക്വിലിബ്രിയം ഇൻകം ആണ്. 3 സെക്ടർ ഇക്കോണമിയിൽ ഈക്വിലിബ്രിയം ഇൻകം കാണാനായിട്ട് നമുക്ക് അറിയാലോ, എ ബാർ ഡിവൈഡ് ബൈ 1 മൈനസ് എ ബാർ എന്ന് പറയുമ്പോൾ സി ബാറും വരും, ഐ ബാറും വരും, ജി ബാറും വരും കേട്ടോ. ഗവൺമെന്റും കൂടി വരും. ആ ഇക്വേഷൻ പഠിച്ചാൽ മതി. ഒരുപാട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഇക്വേഷൻ പഠിക്കണ്ട കേട്ടല്ലോ. അപ്പൊ എല്ലാവരും ഒന്ന് ഓർത്ത് വെക്കുക, വൈ സ്റ്റാർ കാണാനായിട്ട് സി ബാർ പ്ലസ് ഐ ബാർ പ്ലസ് ജി ബാർ ഡിവൈഡ് ബൈ 1 മൈനസ് സി എന്ന് പറയുന്ന ഇക്വേഷൻ ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ ആണെങ്കിൽ കൈശി കാണിച്ചേ. ടാക്സ് വരുമ്പോൾ ഈ ടി വരും, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. 2 ടാക്സ് ഉണ്ട്, പ്രൊപ്പോർഷണൽ ടാക്സും ഉണ്ട്, അതുപോലെ ലംസം ടാക്സ് ഉണ്ടെന്ന് ഓർത്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് ഡയഗ്രാം സാറേ കാണിച്ചു. യെസ്, ഇതാണ് ഡയഗ്രാം. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, ഇന്ന് അങ്ങനെ ചോദിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. അടുത്തതിൽ കാണിച്ചു ചേഞ്ച് ഇൻ ടാക്സ്, ഇതും ജസ്റ്റ് നോക്കി വെക്കുക. അടുത്തത് നെക്സ്റ്റ് യെസ്, വൈ സ്റ്റാർ ഈക്വിലിബ്രിയം കാണാൻ വേണ്ടി നമ്മൾ പറഞ്ഞതാണ് സി ബാർ പ്ലസ് സി ടി ആർ പ്ലസ് ഐ ബാർ പ്ലസ് ജി ബാർ ഡിവൈഡ് ബൈ, ഇവിടെ സി ടി ആർ ബാർ കൂടി ചേർക്കണം. ടി ആർ വരുന്നത് ഇവിടെ പ്രൊപ്പോർഷണൽ ടാക്സ് എന്നാൽ ടി ആർ ബാറും കൂടി വരും. ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. ഇത് ഇതുവരെ എക്സാമിന് ചോദിച്ചിട്ടില്ല, എന്നാൽ അറിഞ്ഞു വെച്ചാൽ ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ വന്നാൽ അറിഞ്ഞു വെക്കണം. അടുത്തത് നമ്മുടെ കുറച്ച് മൾട്ടിപ്ലയറുകളാണ് മക്കളെ. ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ കാണാൻ ഇക്വേഷൻ 1 ഡിവൈഡ് ബൈ 1 മൈനസ് സി. ഓക്കെ അല്ലേ, 1 ഡിവൈഡ് ബൈ 1 മൈനസ് സി. അതിൽ ചേഞ്ച് ഇൻ ഇൻകം കാണാൻ പറയുകയാണെങ്കിൽ 1 ഡിവൈഡ് ബൈ 1 മൈനസ് സി ഇൻറ്റു ചേഞ്ച് ഇൻ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ. ഒന്ന് ഓർത്തേക്ക്, അതിന്റെ പ്രോബ്ലം ഓർക്കുക കണ്ടോ. സി തരും നമുക്ക്, എം പി സി കണ്ടോ, എം പി സി തന്നിട്ട് എക്സ്പെൻഡിച്ചർ ഉണ്ടായ മാറ്റം കാണാൻ പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടേ, 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് സി ഇൻറ്റു ഡെൽറ്റ ജി. ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഉണ്ടായ മാറ്റം ക്വസ്റ്റ്യനിൽ തരും. ഒരു ഡെൽറ്റ വൈ കാണാൻ പറയും, ചേഞ്ച് ഇൻ ഇൻകം കേട്ടോ. അത് കാണാൻ പറഞ്ഞാൽ ഇതാണ് ചെയ്യേണ്ടത്. ഈ ഇക്വേഷനിൽ വരണേ കേട്ടോ. കാരണം നമ്മൾ ഡെൽറ്റ വൈനെ ഇവിടെ നിർത്തി, കാരണം ഡെൽറ്റ വൈനെ ഇവിടെ നിർത്തുമ്പോൾ ഇത് ഇങ്ങോട്ട് പോകില്ലേ, ഇത് ഇങ്ങോട്ട് പോകുമ്പോൾ ഇൻറ്റു ആവും. കത്തിയില്ലേ? യെസ്, അത് ഓർത്ത് വെക്കുക കേട്ടോ. അടുത്താണ് ട്രാൻസ്ഫർ പേയ്മെന്റ് മൾട്ടിപ്ലയർ. മക്കളെ ട്രാൻസ്ഫർ പേയ്മെന്റ് മൾട്ടിപ്ലയറും ടാക്സ് മൾട്ടിപ്ലയറും കണക്ട് ആയി പഠിക്കുക. ട്രാൻസ്ഫർ പേയ്മെന്റ് ആര് നമുക്ക് തരുന്നതാ, ഗവൺമെന്റ് നമുക്ക് തരുന്നല്ലേ. അതുകൊണ്ട് സി ബൈ 1 മൈനസ് സി. ടാക്സ് വരുമ്പോൾ ഗവൺമെന്റിലേക്ക് നമ്മൾ അടയ്ക്കുന്നല്ലേ, അപ്പൊ മൈനസ് സി ബൈ 1 മൈനസ് സി. കത്തിയോ? ഇവിടെ മൈനസ് ഇട്ട് കൊടുത്താൽ, സിയുടെ അവിടെ മൈനസ് ഇട്ട് കൊടുത്താൽ ടാക്സ് ആണ്. സി ബൈ 1 മൈനസ് സി ആണെങ്കിൽ ട്രാൻസ്ഫർ പേയ്മെന്റ് ആണ്. സാറേ ടാക്സ് മൾട്ടിപ്ലയർ കാണിച്ചു കണ്ടോ, ടാക്സിന് അവിടെ മൈനസ് സി ഉണ്ട് കേട്ടോ. എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ കൈശി കാണിച്ച എല്ലാവരും. ആ മൾട്ടിപ്ലയറിന്റെ ഇക്വേഷൻ മാറിപ്പോവരുത്, ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അടുത്ത ബാലൻസ്ഡ് ബഡ്ജറ്റ് മൾട്ടിപ്ലയർ ഉണ്ട്. അത് 1 ഡിവൈഡ്, അതായത് ട്രാൻസ്ഫർ പേയ്മെന്റ് ഇല്ലേ, ട്രാൻസ്ഫർ പേയ്മെന്റ്. ആ ട്രാൻസ്ഫർ പേയ്മെന്റ്, അത് ട്രാൻസ്ഫർ പേയ്മെന്റ് അല്ല, സാധാ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഇല്ലേ, 1 ഡിവൈഡ് ബൈ 1 മൈനസ് സിയും ടാക്സിന്റെ മൾട്ടിപ്ലയറും കൂടി കൂട്ടുമ്പോഴാണ് നമുക്ക് ബാലൻസ്ഡ് ബഡ്ജറ്റ് മൾട്ടിപ്ലയർ കിട്ടുക കേട്ടോ. ഇത് എക്സാമിന് വന്നിട്ടില്ല, ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക കേട്ടോ. അപ്പൊ ഇത്രയും നിങ്ങൾ ഈ ചാപ്റ്ററിൽ നോക്കിയാൽ മതി. എല്ലാവരും കൈവശി കാണിച്ച് സെറ്റ് ആണെങ്കിൽ ഓക്കെ. അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം സാറേ. നെക്സ്റ്റ് ചാപ്റ്ററിൽ മക്കളെ ഉറപ്പായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ഞാൻ പറയാം, നോട്ട് ചെയ്ത് വെച്ചോ. ഉറപ്പായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഈ പറയാൻ പോണേ. ഓപ്പൺ ഇക്കോണമി എന്താണ്? ഓപ്പൺ ഇക്കോണമിയുടെ 3 ലിങ്കേജ്. ഷുവർ ക്വസ്റ്റ്യൻ. 3 ലിങ്കേജസ്. 3 ലിങ്കേജസ് ഏതൊക്കെയാ? അല്ലെങ്കിൽ ഇക്കോണമി ബിഹേവ് ചെയ്യുന്ന 3 മോഡൽസ് ചോദിക്കാം. ഏതൊക്കെ 3 മോഡൽസ് സാറേ കാണിച്ചോ? ഏതൊക്കെ 3 ലിങ്കേജസ്? ഔട്ട്പുട്ട് മാർക്കറ്റ് ലിങ്കേജ്, ഫിനാൻഷ്യൽ മാർക്കറ്റ് ലിങ്കേജ്, ലേബർ മാർക്കറ്റ് ലിങ്കേജ്. എന്താ ഔട്ട്പുട്ട് മാർക്കറ്റ് ലിങ്കേജ് എന്ന് പറഞ്ഞാൽ? എക്സാമിന് ഉറപ്പായിട്ട് വരും, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഔട്ട്പുട്ട് മാർക്കറ്റ് ലിങ്കേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇക്കോണമി which can buy and sell goods and services with other countries of the world. അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളും പുറത്തുണ്ടാക്കുന്ന സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം. അതാണ് ഔട്ട്പുട്ട് മാർക്കറ്റ് ലിങ്കേജ്. ഓക്കെ അല്ലേ? ഫിനാൻഷ്യൽ മാർക്കറ്റ് ലിങ്കേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇന്ത്യയിലും ഇൻവെസ്റ്റ് ചെയ്യാം, പുറത്തും ഇൻവെസ്റ്റ് ചെയ്യാം. അതാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ലിങ്കേജ്. അടുത്ത ലേബർ മാർക്കറ്റ് ലിങ്കേജ് എന്ന് പറഞ്ഞാൽ ലേബേഴ്സിന് ഇന്ത്യയിലും വർക്ക് ചെയ്യാം, വേറെ പുറത്ത് പോയിട്ട് വർക്ക് ചെയ്യാം. ആണ് ലേബർ മാർക്കറ്റ് ലിങ്കേജ്. കത്തിയാ? കൈവശി കാണിച്ച എല്ലാവരും സെറ്റ് ആണെങ്കിൽ ഈ ലിങ്കേജ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ് കേട്ടോ. നാളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണും കേട്ടല്ലോ. 3 ലിങ്കേജസ് ഇൻ ഓപ്പൺ ഇക്കോണമി. അല്ലെങ്കിൽ ഒരു ഇക്കോണമി ബിഹേവ് ചെയ്യുന്ന 3 മോഡൽസ് എന്നായിരിക്കും ചിലപ്പോൾ ചോദിക്കുക കേട്ടോ. ബിഹേവ് എന്ന് കണ്ട ഇതായിരിക്കും എഴുതുന്നുണ്ട് കേട്ടോ. അടുത്ത BOT, BOP, ബാലൻസ് ഓഫ് ട്രേഡും ബാലൻസ് ഓഫ് പേയ്മെന്റ്. ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറഞ്ഞാൽ വിസിബിൾ ആണ്. വിസിബിൾ ഇമ്പോർട്ടും വിസിബിൾ എക്സ്പോർട്ടും തമ്മിൽ ഡിഫറൻസ് ആണ് BOT. അത് ഗുഡ്സ് മാത്രമേ പെരുള്ളൂ. ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത് സമ്മറി റെക്കോർഡ് ഓഫ് എ കൺട്രീസ് മോണിറ്ററി ട്രാൻസാക്ഷൻ വിത്ത് ദ റെസ്റ്റ് ഓഫ് ദി വേൾഡ്. നമ്മുടെ രാജ്യം മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് ചെയ്യുന്ന എല്ലാ പണമിടപാടുകളും എഴുതി വെക്കുന്ന സമ്മറി റെക്കോർഡാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ്. ഓക്കെ അല്ലേ? 2 അക്കൗണ്ട് ഉണ്ട് അവിടെ, കറണ്ട് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും. ഇതിന്റെ കമ്പോണന്റ് 1 മാർക്കിന് ചോദിക്കാറുണ്ട്. സാറേ കാണിച്ചു. മാറിപ്പോവരുത്.
കറണ്ട് അക്കൗണ്ടിന് 3 കമ്പോണന്റ് ഉണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് 3 കമ്പോണന്റ്. 3 ടി വരുന്നത് കറണ്ട് അക്കൗണ്ട് ആണ് കേട്ടോ. 3 ടി ഏതൊക്കെയാ? ട്രേഡ് ഇൻ ഗുഡ്സ്, ട്രേഡ് ഇൻ സർവീസ്, ട്രാൻസ്ഫർ പേയ്മെന്റ്. ടി ഓർത്ത് വയ്ക്കുക. ടി ടി കറണ്ട്, ടി കറണ്ട്, ടി കറണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ടി വരുന്നത് കറണ്ട് അക്കൗണ്ട്. ഇനി ഇൻവെസ്റ്റ്മെന്റ്, എക്സ്റ്റേണൽ ബോറോയിങ്, എക്സ്റ്റേണൽ അസിസ്റ്റൻസ്, ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ അല്ലേ? മാറിപ്പോരുത്. ടി കറണ്ട് എന്ന് പറഞ്ഞു പഠിക്കുക കേട്ടോ. ടി കറണ്ട്, ട്രേഡ് ഇൻ ഗുഡ്സ്, ട്രേഡ് ഇൻ സർവീസ്, ട്രാൻസ്ഫർ പേയ്മെന്റ്. ഇത് 3 കറണ്ട് അക്കൗണ്ട് കമ്പോണന്റ് ആണ്. ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ കമ്പോണന്റ് ആണ് ഇത് 3. യെസ്. നെക്സ്റ്റ് എന്താണ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്? ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നാഷണൽ കറൻസീസ് ഒക്കെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന മാർക്കറ്റ് ആണ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്. എന്താണ് എക്സ്ചേഞ്ച് റേറ്റ്? ദ പ്രൈസ് ഓഫ് വൺ കറൻസി ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് അനദർ കറൻസി. ഒരു കറൻസി മറ്റൊരു കറൻസിയിൽ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയാം അല്ലെ. അതായത് $1 വാങ്ങാൻ എത്ര രൂപ കൊടുക്കണം? അതാണ് എക്സ്ചേഞ്ച് റേറ്റ്. ഒരു ദിനാർ വാങ്ങാൻ എത്ര രൂപ കൊടുക്കണം? അങ്ങനെ വേറെ ഏതെങ്കിലും രാജ്യങ്ങളുടെ കറൻസി വാങ്ങാൻ ഇന്ത്യൻ റുപ്പി എത്ര കൊടുക്കണം എന്ന് പറയുന്നതിനാണ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയാം കേട്ടോ. ഓക്കെ ആണെങ്കിൽ കൈസി കാണിച്ച എല്ലാവരും. അടുത്താണ് RER, റിയൽ എക്സ്ചേഞ്ച് റേറ്റ്. റിയൽ എക്സ്ചേഞ്ച് റേറ്റ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഡൊമസ്റ്റിക് ഗുഡ്സിലാണ്. അതായത് ഫോറിനിലെ പുറത്തുള്ള ഏതെങ്കിലും സാധനങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആ സാധനത്തിന്റെ വിലയായിട്ട് കമ്പയർ ചെയ്യില്ലേ, അതാണ് റിയൽ എക്സ്ചേഞ്ച് റേറ്റ്. ഓക്കെ അല്ലേ? RER കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, E × PF/P. ഓക്കെ, ഇക്വേഷൻ ഓർത്ത് വെക്കുക. E × PF/P. E എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് റേറ്റ് ആണ്. PF എന്ന് പറഞ്ഞാൽ ഫോറിനിലെ വിലയാണ്. ഫോറിനിലെ വിലയാണ്. P എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ വില. ഓക്കെ അല്ലേ? F എന്ന് പറഞ്ഞാൽ ഇവിടെ ഫോറിനിലെ വില, P എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ വില, E എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് റേറ്റ്. അതിന് പ്രോബ്ലം ചിലപ്പോൾ വരും കേട്ടോ. ഈ RER നമുക്ക് ചെയ്തിട്ട് ഒന്നാണ് ആൻസർ കിട്ടുന്നതെങ്കിൽ അതിനർത്ഥം എന്താ? 2 രാജ്യത്തും ഒരേ വിലയാണ് ആ സാധനത്തിന്. കത്തിയാ ഈശി കാണിച്ചേ? 2 രാജ്യത്തും ഒരേ വിലയാണ്. ഇനി RER നമുക്ക് ഒന്നിനേക്കാൾ കൂടുതലാണ് കിട്ടുന്നതെങ്കിലോ? ഫോറിൻ പ്രൈസ് ഈസ് ഹയർ ദാൻ ഡൊമസ്റ്റിക് പ്രൈസ്. ഇന്ത്യയിലെ വിലയിനേക്കാൾ വില കൂടുതലാണ് പുറത്ത്. ഓക്കെ അല്ലേ? ഇനി RER ലെസ് ദാൻ 1 ആണെങ്കിലോ? ഇന്ത്യയിലാണ് അതിന് വില കൂടുതൽ. ഓക്കെ ആണെങ്കിലോ? ഈശി കാണിച്ച എല്ലാവരും. അപ്പൊ RER വെച്ചുള്ള പ്രോബ്ലം ഒന്ന് നോക്കി വെക്കുക കേട്ടോ. സാർ ഞാൻ കാണിച്ചു തരാം, ഒരു പ്രോബ്ലം കാണിച്ചു തരാം. സാറെ കാണിച്ചു. എ ഡോൾ ഇൻ ഇന്ത്യ കോസ്റ്റ് ₹500. ഒരു ഡോളിന്, ഒരു പാവയ്ക്ക് ഇന്ത്യയിലെ വില 500 രൂപയാണ്. ഓക്കെ അല്ലേ? ഇറ്റ് ഹാസ് എ പ്രൈസ് ഓഫ് $10 ഇൻ അമേരിക്ക. ആ സെയിം ഡോളിന് അമേരിക്കയിൽ $10 വില. ഓക്കെ അല്ലേ? എക്സ്ചേഞ്ച് റേറ്റ് $1 എന്ന് പറഞ്ഞാൽ 50 രൂപയാണ്. എങ്കിൽ റിയൽ എക്സ്ചേഞ്ച് റേറ്റ് കാണാം. എന്താ ഇക്വേഷൻ? E എന്ന് പറയുന്ന എക്സ്ചേഞ്ച് റേറ്റ് ആണ് അല്ലേ? എക്സ്ചേഞ്ച് റേറ്റ് 50 രൂപയല്ലേ? സോ 50 × PF എന്ന് പറഞ്ഞാൽ ഫോറിനിലെ വില. ഫോറിനിലെ വില എത്രയാ? അമേരിക്കയിലെ വില $10 ബൈ P എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ വില. ഇന്ത്യയിലെ വില എത്രയാ? റുപ്പീസ് അല്ലേ? 500 രൂപ. ഓക്കെ അല്ലേ? അപ്പൊ 50 × 10 500/500 കിട്ടി. അപ്പൊ നമുക്ക് 1 രൂപ എന്ന് കിട്ടി. 1 കിട്ടി എന്താർത്ഥം? RER 1 കിട്ടി എന്താർത്ഥം? 2 രാജ്യത്തും ഒരേ വിലയാണ്. കത്തിയ മക്കളെ? ക്ലിയർ അല്ലേ? ഒന്നിനേക്കാൾ കൂടുതലാണെങ്കിൽ അമേരിക്കയിൽ വില കൂടുതലാണ്, ഒന്നിനേക്കാൾ കുറവാണെങ്കിൽ ഇന്ത്യയിൽ വില കൂടുതലാണ്. സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? യെസ്. അടുത്ത ലാസ്റ്റ് ടോപ്പിക് ആണ് ഈ ചാപ്റ്ററിലെ എക്സ്ചേഞ്ച് റേറ്റ് കാണാനുള്ള 3 മെത്തേഡ്സ്. ഭാഗ്യമുണ്ടെങ്കിൽ 5 മാർക്ക് ഇത് ചോദിക്കും. ഓക്കെ, എക്സ്ചേഞ്ച് റേറ്റ് കാണാനുള്ള 3 മെത്തേഡ് ഏതൊക്കെയാ? ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ്, ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ്, മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച്. നമുക്ക് ആദ്യം ഫ്ലെക്സിബിൾ നോക്കാം. അതിന്റെ ഫിഗറും പഠിച്ചിട്ട് പോകണം കേട്ടോ മക്കളെ. ഫിഗറും വരയ്ക്കാൻ ചോദിക്കാറുണ്ട്. ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാൽ അതിനെ ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയാറുണ്ട്. ഇവിടെ എക്സ്ചേഞ്ച് റേറ്റ് തീരുമാനിക്കുന്നത് മാർക്കറ്റിലെ ഡിമാൻഡിന്റെയും സപ്ലൈയുടെയും ഫലമായിട്ടാണ് എക്സ്ചേഞ്ച് റേറ്റ് തീരുമാനിക്കുന്നതെങ്കിൽ അതിനെ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് എന്നാണ് പറയുക. അവിടെ കറൻസി ഡിപ്രീസിയേഷനും കറൻസി അപ്രീസിയേഷനും പഠിക്കുക. ഡിപ്രീസിയേഷൻ തേയ്മാനം എന്നല്ല അർത്ഥം. ഇന്ത്യൻ കറൻസിയുടെ വാല്യൂ കുറയുന്നതിനെയാണ് കറൻസി ഡിപ്രീസിയേഷൻ എന്ന് പറയുക. ഇന്ത്യൻ കറൻസിയുടെ വാല്യൂ കൂടുന്നതിനെയാണ് കറൻസി അപ്രീസിയേഷൻ. അത് ഡൊമസ്റ്റിക് കറൻസി, ഇന്ത്യൻ കറൻസി ഡൊമസ്റ്റിക് കറൻസി കേട്ടോ. ദ ലോസ് ഇൻ ദ വാല്യൂ ഓഫ് ഡൊമസ്റ്റിക് കറൻസി. ഡൊമസ്റ്റിക് കറൻസിയുടെ വാല്യൂ കുറയുന്നതിനെ കറൻസി ഡിപ്രീസിയേഷൻ എന്നും കൂടുന്നതിനെ അപ്രീസിയേഷൻ പറയും. കിട്ടിയ അവസാന കറൻസി ഡിപ്രീസിയേഷൻ അപ്രീസിയേഷൻ. അപ്പൊ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റിനെ കുറിച്ച് എഴുതുമ്പോൾ ഇത് രണ്ടും കൂടി അതിൽ ഉൾപ്പെടുത്തണം കേട്ടോ. ഇത് രണ്ടും കൂടി ഉൾപ്പെടുത്തണം ആൻസർ കീഴിൽ കേട്ടോ. യെസ്. അടുത്തത് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് ആണ്. ഫിക്സഡിന്റെ ഫിഗർ ഇതാണ്, 2 ലൈൻ വരയ്ക്കണം മുകളിലും താഴെ കേട്ടോ. ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റിന്റെ വേറൊരു പേരാണ് പെഗ്ഡ് എക്സ്ചേഞ്ച് റേറ്റ്. ഈ സിസ്റ്റം പ്രകാരം എക്സ്ചേഞ്ച് റേറ്റ് തീരുമാനിക്കുന്നത് നമ്മുടെ സെൻട്രൽ ബാങ്ക് RBI ആണ് കേട്ടോ. സെൻട്രൽ ബാങ്ക് ആണ് എക്സ്ചേഞ്ച് റേറ്റ് തീരുമാനിക്കുന്നത്. അതിന് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്നാണ് പറയാ. അവിടെ കറൻസി ഡീവാലുവേഷനും പഠിക്കണം, റീവാലുവേഷനും പഠിക്കണം. ഈ റീവാലുവേഷൻ പഠിക്കുന്ന എളുപ്പവഴി പറഞ്ഞത് ഡി എന്ന് പറഞ്ഞ എന്താ? ഡിക്രീസ്. കണ്ടോ? അപ്പൊ ലോവറിംഗ് ഓഫ് ദ വാല്യൂ ഓഫ് ഡൊമസ്റ്റിക് കറൻസി ത്രൂ ഒഫീഷ്യൽ പ്രൊസീജിയർ ബൈ ദ സെൻട്രൽ ബാങ്ക്. സെൻട്രൽ ബാങ്ക് ഡൊമസ്റ്റിക് കറൻസിയുടെ വാല്യൂ ഒഫീഷ്യൽ പ്രൊസീജിയറിലൂടെ കുറയ്ക്കുന്നതിനെ കറൻസി ഡിവാലുവേഷൻ എന്നും
കൂട്ടുന്നതിനെ കറൻസി റീവാല്യൂഷൻ പറയും. കത്തിയ മക്കളെ സെറ്റ് അല്ലേ? ഒഫീഷ്യൽ പ്രൊസീജിയറിലൂടെ സെൻട്രൽ ബാങ്ക് നമ്മുടെ ഡൊമസ്റ്റിക് കറൻസിയുടെ വാല്യൂ കുറയ്ക്കുന്നതിനെ ഡിവാല്യൂഷൻ എന്നും കൂട്ടുന്നതിനെ റീവാല്യൂഷൻ എന്നും പറയും. ഫിഗറും ഓർത്ത് വയ്ക്കുക. അടുത്ത ലാസ്റ്റ് മെത്തേഡാണ്, മൂന്നാമത്തെ മെത്തേഡ്, എക്സ്ചേഞ്ച് റേറ്റ് കാണാനുള്ള മൂന്നാമത്തെ മെത്തേഡാണ് മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ്. മക്കളെ ഫിക്സഡും ഫ്ലെക്സിബിളും കിട്ടിയവർക്ക് മാനേജ്ഡ് സിമ്പിളാ. ഇറ്റ് ഈസ് എ മിക്സർ ഓഫ് ഫിക്സഡ് ആൻഡ് ഫ്ലെക്സിബിൾ. ഫിക്സഡിന്റെയും ഫ്ലെക്സിബിളിന്റെയും ഒരു മിക്സ് ആണ് മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ്. ഓക്കെ അല്ലേ? ഇവിടെ സെൻട്രൽ ബാങ്ക് ഉണ്ട്, ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഉണ്ട്. ഡിമാൻഡിന് സപ്ലൈയുടെ ഫലമായിട്ട് എക്സ്ചേഞ്ച് റേറ്റ് തീരുമാനിച്ച ഫ്ലെക്സിബിൾ അല്ലേ? സെൻട്രൽ ബാങ്ക് ആണ് എക്സ്ചേഞ്ച് റേറ്റ് തീരുമാനിക്കുക ഫിക്സഡ് അല്ലേ? അപ്പൊ രണ്ടും കൂടി വരുന്നതാണ് മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ്. ഓക്കെ അല്ലേ? അപ്പൊ മാക്രോയിലെ 6 ചാപ്റ്റേഴ്സും എല്ലാവർക്കും ഓക്കെ അല്ലേ എന്ന് വീശി കാണിച്ച് പഠിക്കുന്ന ടോപ്പിക് ഒക്കെ കിട്ടിയില്ലേ? ഇനി മൈക്രോന്റെ ഒരു ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഇന്ന് വേഗത്തിൽ ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. ഫസ്റ്റ് ചാപ്റ്റർ മക്കളെ, ഫസ്റ്റ് ചാപ്റ്ററിൽ ആദ്യം ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ് എന്ന് പഠിച്ചു വെച്ചോളൂ. എക്കണോമിക്സിന്റെ പിതാവ് ആരാന്നറിയാലോ? ആഡം സ്മിത്ത് ആണ്. ഓക്കെ അല്ലേ? ആഡം സ്മിത്തിന്റെ ബുക്കിന്റെ പേര് പഠിക്കുക, ഇയർ പഠിക്കുക. ഇയർ അറിയാലോ? 1776, 1776 അദ്ദേഹം ബുക്ക് എഴുതുകയുണ്ടായി അല്ലേ? അതൊന്ന് പഠിച്ചു വെക്കുക. അദ്ദേഹത്തിന്റെ ഡെഫിനിഷന്റെ പേര് വെൽത്ത് ഡെഫിനിഷൻ എന്നാണ്. ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ് എന്നാണ് ആ ബുക്കിന്റെ പേര് കേട്ടോ. സാറെ കാണിച്ചു. An enquiry into the nature and causes of wealth of nations. ഒന്ന് പഠിച്ചു വെക്കുക. ഈ ടേബിള് അതുപോലെ തന്നെ ഈ മാച്ച് ദ ഫോളോയിങ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇതങ്ങനെ ഒരുപാട് തവണ ചോദിച്ചിട്ടില്ല, പക്ഷേ ഈ ആഡം സ്മിത്തിന്റെ ഈ കേസ് ഒന്ന് പഠിച്ചു വെച്ചോളൂ. ആഡം സ്മിത്തിന്റെ അത് മാത്രമായിട്ട് ചിലപ്പോൾ ചോദിക്കാം. അടുത്താണ് കോസസ് ഓഫ് എക്കണോമിക് പ്രോബ്ലം. ഒരു ഇക്കോണമിയിൽ എക്കണോമിക് പ്രോബ്ലം ഉടലെടുക്കാനായുള്ള കാരണങ്ങൾ എന്തൊക്കെയാ? ഹ്യൂമൻ വാൻസ് ആർ അൺലിമിറ്റഡ്, റിസോഴ്സസ് ആർ അൺലിമിറ്റഡ്, റിസോഴ്സസ് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ്, all wants are not equally important. 4 പഠിച്ചു വെക്കുക. മനുഷ്യന്റെ ആവശ്യം അനന്തമാണ്, ഒരിക്കലും അവസാനിക്കുന്നില്ല അല്ലേ? പക്ഷെ അതിന് വേണ്ട റിസോഴ്സുകൾ വളരെ ലിമിറ്റഡ് ആണ്. റിസോഴ്സിന് ഒന്നിൽ കൂടുതൽ ഉപയോഗങ്ങളുണ്ട്. എല്ലാ ആവശ്യവും ഒരുപോലെ ഇമ്പോർട്ടന്റ് അല്ല. സോ ഈ 4 ഒന്ന് പഠിച്ചു വെക്കുക. അടുത്ത സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് അൻ ഇക്കോണമി. മക്കളെ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് അൻ ഇക്കോണമി ചിലപ്പോൾ മാർക്കിനനുസരിച്ച് എഴുതാൻ ശ്രദ്ധിക്കുക കേട്ടോ. കുറച്ച് എലാബറേറ്റ് ചെയ്യുക മാർക്ക് കൂടുതലാണെങ്കിൽ, അല്ലെങ്കിൽ ഷോർട്ടാക്കി എഴുതിയാൽ മതി. അതായത് ഒരു ഇക്കോണമി മസ്റ്റ് ആയിട്ടും 3 ക്വസ്റ്റ്യൻസിന് ആൻസർ കണ്ടെത്തണം. ഏതൊക്കെയാ? വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് വാട്ട് ക്വാണ്ടിറ്റി, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. ഇത് ടെക്നോളജിയുമായി ബന്ധപ്പെട്ടത് ഹൗ ടു പ്രൊഡ്യൂസ് ആണ്, ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ടത് ഹൂം ടു പ്രൊഡ്യൂസ് ആണ്. അത് ഓർത്ത് വെക്കണേ. അത് ടെക്നോളജിയുടെ തെരഞ്ഞെടുക്കൽ ഹൗ ടു പ്രൊഡ്യൂസ്, ഡിസ്ട്രിബ്യൂഷൻ, ഹൂം ടു പ്രൊഡ്യൂസ്. സാറെ കാണിച്ചു. വാട്ട് ടു പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ ദ ഇക്കോണമി മസ്റ്റ് ഡിസൈഡ്. ഒരു ഇക്കോണമി മസ്റ്റ് ആയിട്ടും തീരുമാനിക്കണം ഏത് അളവിലുള്ള സാധനങ്ങളും സേവനങ്ങളുമാണോ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അത് എത്ര അളവിലാണെന്നുള്ളത്. അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഹൗ ടു പ്രൊഡ്യൂസ്. എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം. 2 രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാം. സാർ അടുത്ത് ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം. നമുക്ക് 2 രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാം. 2 ടെക്നോളജി ഉണ്ട്. ലേബർ ഇന്റൻസീവ് ടെക്നോളജി ഉണ്ട്, ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നോളജി. ലേബർ എന്ന് പറഞ്ഞ പേരിൽ തന്നെയുണ്ട്. കൂടുതൽ ലേബർ, കുറച്ച് ക്യാപിറ്റൽ. ഇവിടെ ക്യാപിറ്റൽ ഉദ്ദേശിക്കുന്ന മൂലധനമല്ല, മെഷീനറീസ് ആണ് കേട്ടോ. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ലേബർ ഇന്റൻസീവില് കൂടുതൽ ലേബറും കുറച്ച് ക്യാപിറ്റലും, ക്യാപിറ്റൽ ഇന്റൻസീവിലോ കൂടുതൽ ക്യാപിറ്റലും കുറച്ച് ലേബറും. ഹോം ടു പ്രൊഡ്യൂസ് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് കേട്ടോ. ഡിസ്ട്രിബ്യൂഷൻ പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ പറയാം. സാർ അടുത്ത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ പറയാം. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഏതൊക്കെയാ? ലാൻഡിന് നമ്മൾ റെന്റ് കൊടുക്കും, ലേബറിന് വേജസ് കൊടുക്കും, ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് കൊടുക്കും, ഓർഗനൈസേഷൻ പ്രോഫിറ്റ് കൊടുക്കും. അടുത്ത PPC ആണ്. PPC ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സാറേ PPC കാണിച്ചോ. PPC എന്താണെന്ന് ചോദിക്കുന്നതിനേക്കാൾ ചിലപ്പോൾ PPC വരയ്ക്കാനാണ് ചോദിക്കുക. സാർ അടുത്ത് PPC എന്താണെന്ന് ചോദിക്കുന്നതിനേക്കാൾ PPC വരയ്ക്കാനായിരിക്കും ചോദിക്കുക. PPC എന്ന് പറഞ്ഞാൽ എന്താ? ദ കളക്ഷൻ ഓഫ് ഓൾ പോസിബിൾ കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിത്ത് ഗിവൻ റിസോഴ്സസ് ആൻഡ് ഗിവൻ ടെക്നോളജി അല്ലേ? അതിന്റെ പ്രൊഡക്ഷൻ പോസിബിൾ സെറ്റ് എന്ന് പറയാം. അതിന് ഗ്രാഫ് ആയിട്ട് വരയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് PPC കേട്ടോ. ഓക്കെ. അപ്പൊ PPC ഡെഫിനിഷൻ ഒന്ന് പഠിച്ചു വെക്കുക. അത് വരയ്ക്കാനും പഠിച്ചു വെക്കുക കേട്ടോ. ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു ഇമാജിനറി ആയിട്ട് ഒരു ടേബിൾ ഉണ്ടാക്കാൻ പറ്റും, ഷെഡ്യൂൾ. ഓക്കെ. അപ്പൊ നിങ്ങൾ കോമ്പിനേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു കോളം വരയ്ക്കുക. ഗുഡ് 1, ഗുഡ് 2. ഇത് ഇഷ്ടമുള്ള ഒരു വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പൊ ഇഷ്ടമുള്ള വാല്യൂ ശ്രദ്ധിക്കണം. ഇവിടെ നമുക്ക് ABC കോമ്പിനേഷൻ കൊടുക്കുമ്പോൾ ഇവിടെ 0, 1, 2, 3, 4 എന്നിട്ട് കൊടുക്കുക. ഇവിടെ ഞാൻ തിരിച്ചിടാം. 4, 3, 2, 1, 0. കണ്ടോ? ഒന്ന് 0യിൽ സ്റ്റാർട്ട് ചെയ്യണം, മറ്റേത് 0യിൽ അവസാനിക്കണം കേട്ടോ. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ടേബിൾ ഉണ്ടാക്കാൻ. ഓക്കെ ആണെങ്കിൽ വിഷയം കാണിച്ചേ. 0യിൽ തുടങ്ങുകയാണെങ്കിൽ കൂടി വരണം, മറ്റേത് കുറഞ്ഞ് വരയ്ക്കും. അതായത് നമ്മൾ ജസ്റ്റ് ഒന്ന് വരയ്ക്കും. ഇത് വരയ്ക്കുമ്പോൾ മിക്കവാറും ഇങ്ങനെ കിട്ടുക കേട്ടോ. സാധാരണ ഒരു PPC കോൺകേവ് ഷേപ്പിലായിരിക്കും. ഇത് ചേഞ്ച് 1 വെച്ചല്ലേ വരണേ. അപ്പൊ MOC സെയിം ആയതുകൊണ്ട് സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും കേട്ടോ. സാധാരണ അത് കോൺകേവ് ഷേപ്പിലാണ് വരിക. ഓക്കെ ആണെങ്കിൽ വിഷയം കാണിച്ചു എല്ലാവരും. സാർ അടുത്ത ടോപ്പിക് കാണിച്ചു.
യെസ്, അപ്പോൾ ഓൾറെഡി പറഞ്ഞു മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എങ്ങനെ കാണാം? ഇറ്റ് ഈസ് അഡീഷണൽ യൂണിറ്റ് ഓഫ് ഗുഡ് ഈസ് ഡിഫൈൻഡ് ആസ് എ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് എ ഗുഡ് സാക്രിഫൈസ് ടു പ്രൊഡ്യൂസ് ആൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് അതർ ഗുഡ്. ഒരു ഗുഡ് എക്സ്ട്രാ പ്രൊഡ്യൂസ് ചെയ്യാൻ മറ്റൊരു ഗുഡ് നമ്മൾ എത്രത്തോളമാണോ വേണ്ടാന്ന് വെക്കുക, സാക്രിഫൈസ് ചെയ്യുക, ആ യൂണിറ്റിനെയാണ് MOC എന്ന് പറയുക. ഇവിടെ കുറയുന്നത് ഏതാ? ഇതല്ലേ കുറയുന്നത്, ഇതിന് ഡിഫറൻസ് എടുക്കുക, അതാണ് MOC കേട്ടോ. ഫസ്റ്റ് നിന്നില്ല 4 3 ആയപ്പോൾ 1, 3 2 ആയപ്പോൾ 1 കണ്ടോ, ആ കുറയണേനെ ഡിഫറൻസ് എടുത്താൽ MOC കിട്ടും. ഓക്കെ ആണോ മക്കളെ? കുറയണേനെ ഡിഫറൻസ് എടുക്കുക, അതാണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അടുത്ത കാണിച്ചു. ഈ MOC വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ PPC ഷേപ്പ് പ്രഡിക്റ്റ് ചെയ്യാം. എങ്ങനെയാ? MOC കൂടാണെങ്കിൽ PPC കോൺകേവ് ഷേപ്പിലായിരിക്കും, MOC കുറയാണെങ്കിൽ കോൺവെക്സ് ഷേപ്പിലായിരിക്കും, MOC കോൺസ്റ്റന്റ് ആണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ, ജസ്റ്റ് ഒരു 1 മാർക്കിനൊക്കെ ചിലപ്പോൾ ചോദിക്കാം ഈ ഒരു ടേബിളിൽ നിന്ന് കേട്ടോ. അടുത്താണ് PPCയുടെ 3 പോയിന്റ്. ഞാൻ ഇന്നലെ പറഞ്ഞു തന്നിരുന്നു. 3 പോയിന്റ് തന്നിട്ട് മാർക്ക് ചെയ്യാൻ പറയും. അത് കോൺകേവ് ഷേപ്പിലാണെങ്കിൽ അത് PPC ആണ്, കോൺവെക്സ് ആണെങ്കിൽ ഇൻഡിഫറൻസ് കർവ് ആണ് കേട്ടോ. മാറിപ്പോരുത്. കോൺകേവ് ഷേപ്പ് ആണെങ്കിൽ അത് PPC ആയിരിക്കും. അത് ഉള്ളിലുള്ള പോയിന്റ് എന്താണ്? ഇൻഎഫിഷ്യന്റ് യൂട്ടിലൈസേഷൻ. ഇവിടെയുള്ള പോയിന്റ് എഫിഷ്യന്റ്, പുറത്തുള്ളത് ഗ്രോത്ത് ഓഫ് റിസോഴ്സ്. അപ്പൊ ഈ 3 പോയിന്റ് പഠിച്ചു വെക്കുക കേട്ടോ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ്, 100% ഷുവർ ക്വസ്റ്റ്യൻ. സോഷ്യലിസ്റ്റ് ഇക്കോണമി അഥവാ സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി, മാർക്കറ്റ് ഇക്കോണമി അഥവാ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി. ഇത് നമ്മളാണ് ചോദിക്കാറ് എപ്പോഴും കേട്ടോ. ഈ ഡിഫറൻസ് മക്കളെ നന്നായി പഠിച്ചു വെച്ചോ. ഇത് 1 വേർഡ് ചോദിക്കാം, അല്ലെങ്കിൽ ഡിഫറൻസ് വരാം. ഇവിടെ പബ്ലിക് സെക്ടർ ആണ്, ഇവിടെ പ്രൈവറ്റ് സെക്ടർ. ഇവിടെ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന പ്ലാനിംഗ് അതോറിറ്റി ആണെങ്കിൽ ഇവിടെ പ്രൈസ് മെക്കാനിസം. ഇവിടെ മെയിൻ ഒബ്ജക്റ്റ് എന്താ? പബ്ലിക് അല്ലേ, അതുകൊണ്ട് തന്നെ സോഷ്യൽ വെൽഫെയർ ആണ്. ഇത് പ്രൈവറ്റ് ആയതുകൊണ്ട് എന്താണ്? പ്രോഫിറ്റ്. ഇതിന് രണ്ടിന്റെ മിക്സ് ആണ് മിക്സഡ് ഇക്കോണമി. ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? കൈവിശിക്ക്. ഓക്കെ, അടുത്ത എക്കണോമിക്സ് ആണ് പോസിറ്റീവ് എക്കണോമിക്സും നോർമേറ്റീവ് എക്കണോമിക്സ്. പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പ്ലെയിൻ ദ ക്വസ്റ്റ്യൻ വാട്ട് ഈസ്. ഒരു എക്കണോമിക് പ്രോബ്ലം എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്തതാണ് പോസിറ്റീവ് എക്കണോമിക്സ്. അത് എന്താണെന്നല്ലേ ചോദിക്കാം, നമുക്കത് എന്താണെന്ന് മുൻകൂട്ടി അറിയില്ല. സോ നോ വാല്യൂ ജഡ്ജ്മെന്റ്. ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല മുൻകൂട്ടി അല്ലേ. സോ നോ വാല്യൂ ജഡ്ജ്മെന്റ്. പക്ഷെ നോർമേറ്റീവ് അങ്ങനെയല്ല. എക്സ്പ്ലെയിൻ ദ ക്വസ്റ്റ്യൻ വാട്ട് ഓട്ട് ടു ബി, എന്തായിരിക്കണം. അപ്പോൾ നമ്മുടെ മൈൻഡിലുണ്ട് അങ്ങനെ ആയിരിക്കണം. അതുകൊണ്ട് ഓൾറെഡി വാല്യൂ ജഡ്ജ്മെന്റ് പോസിബിൾ ആണ്. ഓക്കെ ആണോ? സെറ്റ് അല്ലേ? ആ ഡിഫറൻസ് ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ എക്കണോമിക്സ് ചാപ്റ്റേഴ്സ് എല്ലാം ഫിനിഷ്ഡ് ആണ്. നന്നായിട്ട് പഠിക്കുക പിള്ളേർ, നിങ്ങൾ നന്നായിട്ട് ഓർക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കൂടി പറ്റുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എങ്കിലും നോക്കിയിട്ട് പോവുക. എല്ലാവരും ഫുൾ മാർക്ക് മേടിക്കണം. നാളെ എക്സാം കഴിഞ്ഞിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ഷാര ടീച്ചർക്ക് വോയിസ് ഇടണം, എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് അറിയിക്കണം. അറിയിക്കില്ല എല്ലാവരും? അതിനു വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യായിരിക്കും കേട്ടല്ലോ. യെസ്, ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് എക്സാം എഴുതുക. 1 വർഷം പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഇതോടുകൂടി നാളത്തെ എക്സാമിനോട് കഴിയാണ്. പിന്നെ അത് ഞാൻ കോൺഫിഡൻസ് ആയിട്ട് ഞാൻ വരും കേട്ടല്ലോ. അപ്പം അതുകൊണ്ട് അടിപൊളിയായിട്ട് എല്ലാവരും എക്സാം എഴുതാം മക്കളെ. എല്ലാവർക്കും എൻ്റെ പ്രാർത്ഥന ഉണ്ടാവും, നന്നായിട്ട് എക്സാം എഴുതാം. നാളെ പോകുമ്പോൾ സ്കെയില് പെൻസിലൊക്കെ ഉണ്ടാവും നോക്കുക. ഇന്ന് രാവിലെ ഒന്ന് പഠിച്ച കാര്യങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. പുതിയതൊന്നും നോക്കണ്ട, ടെൻഷൻ ആവണ്ട കേട്ടല്ലോ. ഇനി സ്കൂളിൽ ചെന്നിട്ട് പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ ഫ്രണ്ട്സൊക്കെ വരും, അവരോടൊക്കെ പറയാം എനിക്കതൊന്നും കേൾക്കണ്ട, ഉള്ളത് പഠിച്ച് അത് എഴുതുക കേട്ടല്ലോ. പുതിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ ഒന്നിനോ പോകണ്ട. അതുകൊണ്ട് വന്നാൽ നിങ്ങൾക്ക് ആകെ ടെൻഷനാവും, ഉള്ളതുകൊണ്ട് മറന്നു പോകും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്ക് A+ ഉണ്ടാവും എക്കണോമിക്സിൽ കേട്ടല്ലോ. ഇപ്പോൾ സൂപ്പറായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഡൗട്ടുള്ളവർക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. രോഹിത്തെ ഇനി കാണത്തില്ലല്ലോ നമ്മൾ? ഓക്കെ, ശരി.